നമ്മുടെ നാട്ടിൽ തന്നെ ഗവൺമെൻറ് പറയുന്നുണ്ട് ഷെൽട്ടർ കെട്ടിയിട്ട് ഇതിനെ കൊണ്ട് അവിടെ ഇട്ട് കഴിഞ്ഞാൽ ആരും പട്ടി കടിക്കത്തില്ല. അതൊക്കെ വെറുതെ. ഇവിടെ നമ്മുടെ അംഗനവാടിയിൽ ബിരിയാണി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അതിന് പോലും പൈസ ഇല്ല എന്ന് പറഞ്ഞ ഗവൺമെൻറ് വലിയ ഷെൽട്ടർ കെട്ടിയിട്ട് അതിനകത്ത് ഈ ഡോഗ്സിനെ ഇട്ടിട്ട് എങ്ങനെ ചോറ് അരിയും വേവിച്ച് കൊടുക്കും? രണ്ടിൻ്റെ അന്നത് പട്ടിണി അന്ന് ചത്തുപോകും. അതിലും ഭേദം വിഷം കൊടുത്ത് കൊല്ലുന്നതാണ് നല്ലത്. ഇത്രയും കൂടുകളും അത്രയും വേസ്റ്റും ക്ലീൻ ചെയ്യാനുള്ള മാനേജ് ചെയ്യാനുള്ള മാൻ പവർ ഇത് രണ്ടും ഇല്ലെങ്കിൽ പരാജയപ്പെട്ടു. തമിഴ്നാട്ടിൽ അവിടെ അത്രയും പോലും വിദ്യാഭ്യാസം കൊടുക്കാനായിട്ട് സാധിച്ചു. അങ്ങനെയുള്ള നാട്ടിൽ എല്ലാ ഡോഗ്സിനും ചിപ്പും വാക്സിനേഷൻ സർട്ടിഫിക്കറ്റും കോർപ്പറേഷനിൽ നിന്നിട്ടുള്ള ടാഗും അവിടെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നമ്മുടെ നാട്ടിൽ ഇത്രയും മോഡേൺ സിസ്റ്റം ആയിട്ട് പോലും ഒരു ചെറിയ പേപ്പറിനകത്ത് എന്തെങ്കിലും എഴുതിയും കൊടുക്കും. ഇതാണ് ലൈസൻസ്. കൊല്ലം കോർപ്പറേഷനിൽ ABC നടക്കുന്നു. കൊല്ലം കോർപ്പറേഷൻ്റെ ലിമിറ്റിലായിരിക്കും ABC നടക്കുന്നത്. പട്ടിക്ക് ഇപ്പം കോർപ്പറേഷൻ ബോർഡർ അറിയില്ലല്ലോ. പട്ടി അപ്പോൾ ചാടി അടുത്ത് മൈനാടോട്ടോ എങ്ങോട്ടെങ്കിലും പോകും. അപ്പം അവിടെ പോയി അത് പെറ്റി വരും. പിന്നീട് അത് ഇവിടുത്തെ ABC നിൽക്കുമ്പോഴത്തേക്കും ഇങ്ങോട്ട് ഇത് സിങ്ക്രണൈസ് ചെയ്ത് നടക്കുന്നില്ല. പിന്നെ ഒരു ചിലപ്പോൾ 6 മാസത്തേക്ക് ABC കാണത്തില്ല. അപ്പോൾ അങ്ങോട്ട് ചാടി പോയി പട്ടി പിടിക്കാൻ വരുന്നവർ ചാടി അടുത്ത പഞ്ചായത്തിൽ പോകും. ആ ഡോഗ്സ് തിരിച്ചു വന്നു പിന്നെ ഇവിടെ അതേ പോകും. പോപ്പുലേഷൻ മെയിൻറ്റെയിൻ ആയി പോവുക, കുറയത്തില്ല. കുറയണമെങ്കിൽ കേരളം മൊത്തം ഒരേപോലെ ഒരു 2 വർഷം 3 വർഷം കണ്ടിന്യൂസ് ചെയ്താലേ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ പഠിക്കാൻ പോയ ഊട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പോഴും ദിനം പ്രതി ഡെയിലി 20 ഡോഗ്സിനെ വെച്ച് വന്ധ്യീകരിക്കും. ഇപ്പോഴും ഞാൻ പഠിക്കാൻ പോയ സമയത്ത് 2012 ഇത്രയും വർഷമായിട്ട് ഒരു ദിവസം പോലും റെസ്റ്റ് ഇല്ലാതെ 20 വെച്ച് അവർ ചെയ്തുകൊണ്ടിരിക്കുക. ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെ ഉള്ള എത്രയോ കോടീശ്വരന്മാരുള്ള നടന്മാരുണ്ട്. ഇവരിൽ ആരെങ്കിലും ഒരാൾ ഓരോരുത്തരും ഒരു ചെറിയ തുക ഈ വന്ധീകരണത്തിനോ ഷെൽട്ടറിന് വേണ്ടിയിട്ടോ ഒക്കെ ഒന്ന് വിനിയോഗിച്ചിരുന്നെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു നന്മ ചെയ്യാനായിട്ട് മനുഷ്യർക്ക് ചെയ്യുന്ന പോലെ തന്നെ മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വന്ധീകരണത്തെ സ്പോൺസർ ചെയ്തിരുന്നെങ്കിൽ. നമ്മുടെ കോഹ്ലിയും സച്ചിനൊക്കെ ചെയ്യുന്നുണ്ട്, ഷെൽട്ടർ നടത്തുന്നുണ്ട്. വിരാട് കോഹ്ലിയൊക്കെ സച്ചിൻ ഒരു നാടൻ ഡോഗിനെ അടുത്ത് അഡോപ്റ്റ് ചെയ്യുന്നതൊക്കെ. നമ്മുടെ ഗവൺമെൻറ് ആശുപത്രി ബില്ലിംഗ് സിസ്റ്റം ഇല്ല. പക്ഷേ ബീവറേജ് ഒന്ന് നോക്കിയാൽ 5 മിനിറ്റ് ബില്ലടിച്ച് പുറത്ത് വിടുകയാണ്. വളരെ എമർജൻസി ആയിട്ടുള്ള ഡോഗ് വന്ന് അവിടെ കാത്തു കെട്ടി ഈ OP എഴുതി 10 പേര് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഡോഗ് അവിടെ ചത്ത് കിടക്കും. പശുവിനെ ആടിനെ ചികിത്സിക്കാനുള്ള മരുന്നിനൊക്കെ എന്ത് റേറ്റാണ്? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കീമിനകത്ത് എല്ലാ ഗവൺമെൻറ് ആശുപത്രിയിലും ഫ്രീ ആയിട്ട് ഇത് മരുന്നുകൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവരുടെ കൈകൾ എത്തുന്നില്ല. കർഷകർ അവർ ഈ 5 രൂപയുടെ പാലും 10 രൂപയുടെ പാലും ഒക്കെ വിറ്റിട്ട് ഈ 300-400 മരുന്ന് മേടിച്ച് കൊടുത്തവർക്ക് ഇങ്ങനെ ലാഭം കിട്ടും. കൃഷിയുടെ എന്തോ ഒരു ഫെസ്റ്റ് നടത്തി ആടും പശുവിനെയൊക്കെ തെർമോക്കോളിലൊക്കെ വെച്ച് കെട്ടി ഈ ഒരു 100 പേര് സിന്ദാബാദൊക്കെ വിളിച്ചുകൊണ്ട് പോകുന്നു. അത് കണ്ട സമയത്ത് എനിക്ക് സത്യം പറഞ്ഞ പുച്ഛമോ തോന്നി അവരോട്. ഇവരിങ്ങനെ പ്രഹസനം കാണിക്കാൻ വേണ്ടിയിട്ട് റാലികൾ നടത്തുന്നതല്ലാതെ യഥാർത്ഥത കർഷകരുടെ തൊഴുത്തിൽ ചെന്ന് അവരുടെ ഫീലിങ്സും അവരുടെ ഹൃദയസ്പന്ദനവും മനസ്സിലാക്കാത്ത കുറേ സിസ്റ്റമുണ്ട്. ഇവിടെ പട്ടികളെയല്ല കൊന്നൊടുക്കണ്ട, ഇവിടെ നടത്താൻ അറിഞ്ഞുകൂടാത്ത പട്ടികളെ കൊന്നൊടുക്കണം, ഇല്ലേ വന്ധ്യം ചെയ്യണം. They cannot tell us when they are in pain. They cannot explain their fears. They cannot ask for help. At every day, thousands of animals depend on the kindness, compassion, and commitment of human beings who choose to care. Behind every rescued puppy, every healed injury, every wagging tail, and every second chance at life, there are people who dedicate themselves to a mission greater than a profession. Today's guest represents 2 sides of that mission. One is a veterinarian who has devoted his life to healing animals, serving pet owners across Kollam and Trivandrum through clinics and house visits, ensuring that quality veterinary care reaches every corner of the community. The other is an award-winning pet groomer, animal rescue and veterinary assistant who has spent over a decade rescuing, rehabilitating and caring for animals that many others have forgotten. Together they remind us that animal welfare is not just about treatment or rescue. It is about responsibility, empathy and love. Ladies and gentlemen, please welcome Dr. Hari and Deva Chandran. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. വെൽക്കം ടു ഷൈൻ വിത്ത് നളൻ. ഡോക്ടർ, ഈ ക്ലിനിക്സിനെ പറ്റിയും റെസ്ക്യൂവിനെ പറ്റിയും ഇല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഡോഗ്സിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നതിന് മുമ്പായിട്ട് ഡോക്ടർ ഹരി എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത്? എനിക്ക് ചെറുതിലെ നമ്മൾ ഈ അനിമൽ പ്ലാന്റ് ഒക്കെ കാണുമല്ലോ, അനിമൽ പ്ലാന്റ് ഡിസ്കവറി കാണുമ്പോൾ അങ്ങനെ ഒരു വൈൽഡ് അനിമൽ ഇതിലേക്ക് പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. മറ്റേ സ്റ്റീവ് ഇർവിനൊക്കെയാണ് നമുക്കൊരു പ്രചോദനമായിട്ടുള്ളത്. അപ്പോൾ പക്ഷേ ഇത് എങ്ങനെ പോകണം, ഇതിന് എന്താ പഠിക്കേണ്ടതെന്ന് അറിയത്തില്ല. അപ്പോൾ ഞാൻ +2 കഴിഞ്ഞിട്ട്
ഡിഗ്രി സുവോളജി എടുക്കാം, സുവോളജി ആകുമ്പോൾ അനിമൽ റിലേറ്റഡ് ആണെന്ന് കരുതി. അപ്പോൾ ഒത്തിരി പേര് പറഞ്ഞിങ്ങനെ വെറ്റിനറി ആകുമ്പം എൻട്രൻസ് എഴുതി വെറ്റിനറി ആകുമ്പോൾ വെറ്റിനറി ഡോക്ടറും ആവാം, അനിമൽസിനെയും ട്രീറ്റ് ചെയ്യാം എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലാണ് എൻട്രൻസ് എഴുതി വെറ്റിനറി കിട്ടി. പിന്നെ ഞാൻ തമിഴ്നാട്ടിലാണ് പഠിച്ചത്, നാമക്കൽ വെറ്റിനറി കോളേജിലാണ് പഠിച്ചത്. പിന്നെ ഇവിടെ വന്നു എറണാകുളത്ത് ഒരു വർഷം വർക്ക് ചെയ്തു. എറണാകുളത്ത് വർക്ക് ചെയ്തപ്പോഴാണ് ഈ പെറ്റ് ക്ലിനിക്ക് ഇടണം എന്നുള്ള ആഗ്രഹം തോന്നുന്നത്. അച്ഛൻ ഫാർമറാണ്, റബ്ബറുണ്ട്. അങ്ങനെ. അച്ഛൻ്റെ പേര് ഹരിന്ന്. അമ്മ ഹൗസ് വൈഫാണ്. എത്ര കുട്ടികളാണ് നിങ്ങൾ? ഞാനും അനിയത്തിയുണ്ട്. അനിയത്തി എന്ത് ചെയ്യുന്നു? അനിയത്തി ഇപ്പൊ നഴ്സിംഗ് പഠിച്ചോണ്ടിരിക്കുക. ഡോക്ടറെ, അപ്പൊ അവിടെ നമ്മൾ വെറ്റിനറി കോളേജിൽ ചെല്ലുന്നു, ആദ്യം പരിചരിക്കാൻ പറ്റിയ മൃഗത്തിനെയൊക്കെ ഓർമ്മയുണ്ടോ? സത്യം പറഞ്ഞാൽ നമ്മൾ ഈ വെറ്റിനറി എന്ന് വിചാരിക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും നമ്മളെല്ലാം ട്രീറ്റ്മെന്റ് ആണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോഴ്സ് BVSc ആൻഡ് AH എന്നാണ് പറയുന്നത്, ബാച്ചിലർ ഓഫ് വെറ്റിനറി സയൻസ് ആൻഡ് അനിമൽ ഹസ്ബൻഡറി. അപ്പോൾ ഈ അനിമൽ ഹസ്ബൻഡറി എങ്ങനെ പശുവിനെ വളർത്താം, മനുഷ്യർക്ക് ഗുണമുള്ള ഈ മീറ്റിനും മുട്ടയ്ക്കും പാലിനും വേണ്ടി, അതാണ് സത്യം പറഞ്ഞാൽ ആദ്യം ഇവിടെ പഠിപ്പിക്കുന്നത്. ഫസ്റ്റ് 3 ഇയർ നമ്മൾ അത് തന്നെ പഠിക്കുന്നത്. എങ്ങനെ മുട്ടയുടെ പ്രൊഡക്ഷൻ കൂട്ടാം, എങ്ങനെ പാലുൽപാദനം കൂട്ടാം, ഇറച്ചി മീറ്റിൻ്റെ ഇത് ബ്രോയിലർ, അങ്ങനത്തെ കാര്യങ്ങളാണ് ആദ്യം പഠിപ്പിക്കുക. ഫസ്റ്റ് 3 ഇയറും അത് തന്നെ. ഫസ്റ്റ് 3 ഇയർ ട്രീറ്റ്മെൻറ്റേ ഇല്ല. അപ്പോൾ 3rd ഇയർ വരെ ഇത് തന്നെ. 4th ഇയർ തൊട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റിലേക്ക് പോകുന്നത്. ഈ വെറ്റിനറി കോളേജ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ കുറെ മൃഗങ്ങളൊക്കെ കാണും. അവിടെ ഉണ്ടാവും. വെറ്റിനറി കോളേജ് എങ്ങനെയായിരിക്കും? കോളേജിൽ എന്ന് വെച്ചാൽ അവിടെ ഡോഗ്സ് കുറച്ച് പേര് കാണും. ഹോസ്റ്റലിൽ നമ്മൾ പിള്ളേർ തന്നെ വളർത്തുന്ന കുറച്ച് ഡോഗ്സ് കാണും. പിന്നെ കോളേജിന് ഫാമുണ്ട്, നമുക്ക് പഠിക്കാനായിട്ട് ഷീപ്പിന്റെ ഫാം കാണും, ഗോട്ട്, പന്നി എല്ലാം ഉണ്ട്. ഈ മൃഗങ്ങളെ ചികിത്സിക്കുന്ന സമയത്ത് ഈ ഇവരുമായിട്ടൊരു ബോണ്ട് ഉണ്ടാവാറുണ്ടോ ഈ മൃഗങ്ങളൊക്കെ ആയിട്ട്? കാരണം ഞാൻ മനസ്സിലാക്കിയത്, ഇപ്പോൾ ഡോക്ടർ ഹരിയും ഞാനുമായിട്ടുള്ള ബന്ധം എന്താണ് എന്ന് വെച്ചാൽ, ഒരു രാത്രി എനിക്കൊന്ന് 12 മണി 1 മണിയാണെന്ന് തോന്നുന്നു അല്ലേ? ശരി. ഞാനൊരു ഡോഗ് വണ്ടി ഇടിച്ച് ഹൈസ്കൂൾ ജംഗ്ഷനിൽ വണ്ടി ഇടിച്ച് കിടക്കുന്ന കണ്ടിട്ട് ഞാൻ വണ്ടി നിർത്തിയിട്ട് ഞാൻ ആ ഡോഗിനെ രക്ഷിക്കാൻ വേണ്ടി ദേവയെ വിളിക്കുകയാണ്. ദേവ വരുന്നുണ്ട് ജോയിൻ ചെയ്യാൻ. ദേവയെ വിളിക്കുമ്പോഴാണെന്ന് തോന്നുന്നു എനിക്ക് ഡോക്ടർ ഹരിയുടെ നമ്പർ അയച്ചത്. കാരണം ദേവയ്ക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഒരു ജീപ്പിലല്ലായിരുന്നു ഞാൻ അന്നൊരു ബ്ലാക്ക് താറോ? അതെ, ഇപ്പോഴും താറ് തന്നെയാണ്. അപ്പം ഞാനിപ്പോൾ ഒരു ഡോക്ടറെ 12 മണി രാത്രി 1 മണിക്ക് വിളിക്കണമെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഡോക്ടറാണ്, ഏത് സമയത്ത് വിളിച്ചാലും വണ്ടി എടുത്തുകൊണ്ട് വരും, ഹെൽപ്പ് ചെയ്യാൻ വരും എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷെ ഡോക്ടർ വരികയും, ഞാൻ എന്നിട്ട് ഡോക്ടർ വരുന്നിടം വരെ നിൽക്കാൻ പറ്റിയില്ലെന്ന് തോന്നുന്നു. ജസ്റ്റ് വന്നിട്ട് ഡോക്ടർ ഡോഗിനെ എടുത്തോണ്ട് പോവാണ്. അടുത്ത ദിവസം മരിച്ചു പോയി. അത് ഇടുപ്പിന് ഫ്രാക്ചർ ആയി. അതെ, അത് ആ ഒരു ബന്ധമാണ് നമ്മൾ തമ്മിലുള്ളത്. പക്ഷെ എൻ്റെ ചോദ്യം, ഈ രാത്രി 12 മണിക്കും രാത്രി 1 മണിക്കും ഒക്കെ ഇന്നത്തെ കാലത്ത് മക്കൾ വിളിച്ചാൽ പോലും തള്ള ഫോൺ എടുക്കുമോ, തള്ള വിളിച്ചാൽ പോലും മക്കൾ ഫോൺ എടുക്കുമോ എന്ന് അറിഞ്ഞുകൂടാത്തൊരു കാലത്ത് ഡോക്ടർ ഈ രാത്രി 12 മണിക്കും 1 മണിക്കും ഒക്കെ ഇങ്ങനെ ഒരു പ്രണയം തോന്നി, ഇങ്ങനൊരു അഭിനിവേശം തോന്നി എടുത്ത് ചാടി ചെന്ന് ഇവരെയൊക്കെ സഹായിക്കണമെന്നുള്ള ഒരു ചിന്ത എങ്ങനെയാണ്? വൈ ഇസ് ഇറ്റ് ഹാപ്പനിങ് വിത്ത് യു? അത് സത്യം പറഞ്ഞാൽ അത് നമ്മുടെ തുടക്ക സമയമാണ്. ആദ്യമായിട്ടൊരു ക്ലിനിക്ക് ഇട്ടേക്കും. അപ്പം ഞാൻ അത് 24 അവർ ഞാൻ തന്നെയാണ് അവിടെ തന്നെ താമസിക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കിത് ആ സ്റ്റാർട്ടിങ്ങിലുള്ള നമ്മുടെ ഒരു ത്വര കൊണ്ട് അവിടെ തന്നെ ഞാൻ വീട്ടിൽ പോകത്തില്ലായിരുന്നു. 24 അവർ അവിടെ തന്നെ ആയിരുന്നു. അവിടെ IP ഉണ്ട്, എല്ലാം അവിടെ തന്നെ ആയിരുന്നു, ഫുൾ താമസവും എല്ലാം. അപ്പം 24 മണിക്കൂറും ഫോൺ എടുക്കുമായിരുന്നു. ഇപ്പം നമ്മുടെ ക്ലിനിക്ക് സത്യം പറഞ്ഞാൽ 9 to 9 അന്ന് ഇപ്പോഴും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. അന്ന് മാരീഡ് അല്ല എന്നുള്ള, അപ്പോൾ നമ്മൾ എന്തിനും റെഡിയായി നിൽക്കുക. ഇപ്പോൾ കുട്ടിയൊക്കെ ആയതുകൊണ്ട് കല്യാണം കഴിച്ചോടുകൂടി വഴിയിൽ കിടക്കുന്ന ഡോഗ്സ് എല്ലാം ഈ എന്തെങ്കിലും ഒരു പ്രതിസന്ധിയിൽ വിളിച്ചാൽ ഡോക്ടറെ കിട്ടത്തില്ല എന്നാ പറയുന്നത്. അല്ല, വൈഫ് റെസ്ക്യൂ ചെയ്യുന്ന ആളാണ്. വൈഫ് 24 മണിക്കൂർ ഫോൺ എടുക്കും, അറ്റൻഡ് ചെയ്യും. അപ്പൊ ഞാൻ എടുത്തില്ലെങ്കിൽ ആൾക്ക് വൈഫിനെ വിളിച്ചിട്ട് കോൺടാക്ട്. അതിനുശേഷം കല്യാണമൊക്കെ നടന്നത്. വൈഫും ഈ ഫീൽഡ് തന്നെയാണോ? ഡോക്ടറല്ല, പുള്ളിക്കാരി ഭയങ്കര റെസ്ക്യൂ, അങ്ങനെ അനിമൽസിനോട് ഭയങ്കര പരിചയപ്പെട്ടത്. നമ്മൾ എറണാകുളം ഈ ക്ലിനിക്കിൽ വെച്ച് പരിചയപ്പെട്ടതാണ്. അപ്പൊ അങ്ങനെ ഇഷ്ടത്തിലായി. ഇപ്പൊ എത്ര വർഷമായി ഡോക്ടർ ഈ ഫീൽഡ്? ഇപ്പൊ 6 വർഷം. ഈ 6 വർഷം കൊണ്ട് ഡോക്ടറുടെ മനസ്സിൽ മറക്കാനാവാത്ത ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്? ഒരെണ്ണമുള്ളത്, ഒരു ഡോഗ് ഒരിക്കൽ വണ്ടി ഇടിച്ചു വന്നു. അതിന്റെ ബാക്കിലത്തെ 2 കാലും പോയി. വണ്ടി ഇടിച്ച് ഇങ്ങനെ അരഞ്ഞു പോയി. അത് ആംബ്യൂട്ടേറ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. അപ്പോൾ അവർക്ക് ആംബ്യൂട്ടേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ 2 കാല് പോയി കഴിഞ്ഞാൽ പിന്നെ നോക്കാൻ പാടാം. പിന്നെ നമ്മൾ ഇതിൻ്റെ മോശം പോകുന്നതെല്ലാം കോരിക്കളയണം, അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ 2 കാലും പോയിട്ട് അവർ മെഴ്സി കില്ല് ചെയ്യാൻ പറഞ്ഞു. അന്ന് ഞാൻ ഗവൺമെൻറ്റിൽ കോൺട്രാക്റ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു 6 മാസം. അപ്പോൾ അവിടെ വെച്ചായിരുന്നു. അപ്പോൾ മുട്ടിന് താഴെ 2 കാലും പോയി. അപ്പോൾ ഇതിന് പഴുക്കത്തേ ഉള്ളൂ. അപ്പോൾ ഓണർക്ക് താല്പര്യമില്ല, ഇനി നോക്കാൻ താല്പര്യമില്ല. അപ്പോൾ അത് മെഴ്സി കില്ലിങ്ങിന് അവർ എഴുതി കൊടുത്ത് അവിടെ ഡോക്ടർ സാങ്ഷൻ ചെയ്ത് അതിനെ മെഴ്സി കില്ലിയെ മിക്സ് ചെയ്യാൻ പോകും. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ആംബ്യൂട്ടേറ്റ് ചെയ്യാം, നിങ്ങൾ എൻ്റെ സാധനം വാങ്ങിച്ചു തന്നാൽ മതി, ഇത് ചിലവാകുന്ന സാധനം, ഫ്യൂച്ചർ ആൻറ്റിബയോട്ടിക് ഇത് വാങ്ങിച്ചു തന്നാൽ ആംബ്യൂട്ടേറ്റ് ചെയ്യാൻ നമുക്ക് ഇവിടെ നിർത്താമെന്ന് പറഞ്ഞു. അങ്ങനെ അത് ആംബ്യൂട്ടേറ്റ് ചെയ്തു. പിറ്റേന്ന് രാത്രി ഒരു റിസ്കിൽ ചെയ്തതാണ്. ചിലപ്പം ആ സർജറിയുടെ ഇടയിൽ തന്നെ ഡെഡായി പോകാൻ ചാൻസ് ഉണ്ട്. 2 കാലും മുറിക്കണം, ആൾറെഡി കുറേ ബ്ലഡ് പോയി. പിന്നെ നമ്മളൊരു 50-50 പോലെ, ഓണർക്ക് എന്തായാലും അതിനെ കൊല്ലാനായിട്ട് താല്പര്യമുണ്ട്. അപ്പോൾ പിന്നെ 50-50 പോലെ ചെയ്ത്, പക്ഷെ അത് റെഡിയായി. ആ ഡോഗ് ഇപ്പോഴും ഉണ്ട്.
അവിടെ ക്ലിനിക്കിൽ ഇപ്പോഴും ഉണ്ട് അത്. അപ്പോൾ കാലില്ലാതെ നടക്കും. അത് സത്യം പറഞ്ഞാൽ എൻ്റെ മുട്ട് കൊണ്ട് ഇങ്ങനെ അത് മാനേജ് ചെയ്താ ഡോഗ് അത്. എന്ന് വെച്ചാൽ കാലില്ലാതെ അത് സർവൈവ് ചെയ്യാൻ പഠിച്ചു. അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. അത് മോശം പോകേണ്ടടുത്ത് പോയി മോശം പോയിട്ട് വരും. പക്ഷെ ഞാൻ അങ്ങനെയുള്ളൊരു ഡോഗിനെ ബാക്കിൽ വീല് വെച്ചിട്ട് ഒരു വീല് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ വീല് വെക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഒപ്പം കുറച്ചുകൂടെ എഫേർട്ട് എടുത്ത് നിൽക്കേണ്ടി വരും. നമ്മൾ വീട് അരിച്ചു കൊടുക്കണം ചില സമയത്ത് അങ്ങനെ. ഇപ്പം ഇതിന് ഹൈറ്റ് ഒന്നും കയറാൻ പറ്റത്തില്ല വീല് വെച്ചാൽ. അപ്പം നമ്മൾ ആ സമയത്ത് നമ്മൾ അഴിക്കണം അങ്ങനെ. അതല്ലാന്നുണ്ടെങ്കിൽ അതൊരു നമ്മൾ റഫായിട്ടുള്ള തറയിൽ ഇടാതിരുന്നാൽ മതി. ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്ത് റഫ് തറയിൽ ഇട്ടാൽ ഇത് ഒരഞ്ഞൊരഞ്ഞ് പിന്നെയും പൊട്ടും. ടൈല് പോലത്തെ ഒരു സ്ഥലത്തിട്ട് ഇത് സ്ലൈഡ് ചെയ്ത് തന്നെ പോകും. ഇതിന്റെ കാലിലൊക്കെ അതിനനുസരിച്ച് തഴമ്പ് വരും. ആ ഭാഗത്ത് നല്ല കട്ടിയാവും. ഇപ്പൊ അങ്ങനെ ആയി. അപ്പൊ അതാണ് അതിന് കംഫർട്ടബിൾ ആയിട്ടുള്ളത്. അത് ഇപ്പോഴും ഉണ്ടാടോ. ഡോക്ടർ കാണാറുണ്ടോ? കാണാറുണ്ട്. ഇന്ന് ഞാൻ കേരളത്തിൽ കാണുന്നതെന്ന് പറയുന്നത് ഒരുപാട് പെറ്റ്സിനെ സ്വന്തമാക്കിയിട്ട് ഒരു സമയമാകുമ്പോൾ കൊണ്ടുപോയി കളയാണ്, വഴിയിൽ ഉപേക്ഷിക്കാം. എന്നെ അത് ഒരുപാട് വിഷമിപ്പിക്കാറുണ്ട്. കാരണം ഡോക്ടറെ ഈ ചെയ്യുന്ന പാപം അവനെയോ അവൻ്റെ തലമുറയോ ബാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമാണ്. ഒരു മിണ്ടാപ്രാണിയാണ്. അപ്പം ഇങ്ങനെയുള്ള കുടുംബം കുത്തുവാളയെടുത്ത് ഇല്ലെങ്കിൽ അവൻ്റെ തലമുറ നശിച്ചു പോകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമാണ്. കാരണം ഇതൊരു ഭയങ്കര പാപമാണല്ലോ. ക്യാറ്റുകൾ പിന്നെയും എനിക്ക് തോന്നുന്നു സർവൈവ് ചെയ്യും. ഡോഗ്സിൻ്റെ ഈ പ്രാക്ക് ഇവർക്ക് അല്ലെങ്കിൽ ഇവരുടെ തലമുറകൾക്ക് വന്നു ചേരുമെന്ന സംശയം. ഇവരോടൊക്കെ എന്താണ് ഡോക്ടറിന് പറയാനുള്ളത്? അത് സത്യം പറഞ്ഞാൽ ഇവർക്ക് ഏത് ബ്രീഡിനെ വാങ്ങണമെന്ന് അറിയത്തില്ല. ഇപ്പോൾ ഒരാൾക്കൊരു ഡോഗ് വേണം. അപ്പോൾ നമ്മൾ നമ്മുടെ പർപ്പസ് ആദ്യം നോക്കണം. നമുക്കിപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല, ഗ്രൂമിങ്ങിന് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ഒരു ഇഷ്ടം പോലെ നാടൻ പട്ടികൾ അഡോപ്ഷൻ ഉണ്ട്. നാടൻ പട്ടി വളർത്താൻ നല്ല ഡോഗാണ്. നമുക്ക് വീട്ടിൽ വളർത്താൻ, വാക്സിനേറ്റ് ചെയ്ത് വളർത്തിയ വളരെ നല്ല ഡോഗാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സത്യം നാടൻ പട്ടിയെ വളർത്തേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഷിറ്റ്സു പോലത്തെ ഒരു ബ്രീഡ്. ഷിറ്റ്സു ആണെങ്കിൽ ഹൈലി മെയിൻ്റനൻസ് വേണം. അതിന് മുടി ചെയ്യണം, ഗ്രൂം ചെയ്യണം, ബാത്തിങ് ഇതെല്ലാം കറക്റ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ അതിന് അപ്പോഴേ സ്കിൻ ഇൻഫെക്ഷൻ വരും. അപ്പോൾ സ്കിൻ ഇൻഫെക്ഷൻ വന്നാൽ ഇവരുടെ സ്കിന്നൊക്കെ ഇങ്ങനെ ഫോൾഡ് ഉള്ളതാണ്. അവിടേക്ക് ഈ മാഗറ്റ്സ് വരാനും എല്ലാം ചെയ്യണം. നമ്മൾ കെയർ ചെയ്തില്ലെങ്കിൽ പോകും ഈ ബ്രീഡ്. അപ്പം ഈ ആൾക്കാർ ഇതിൻ്റെ പർപ്പസ് അറിയാതെ അവർക്ക് ഷിറ്റ്സ് വേണം, അവർക്ക് എന്നാൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ വാങ്ങിക്കുമ്പോഴാണ് ഈ പ്രശ്നം പറ്റുന്നത്. പിന്നെ ഒന്നെന്ന് വെച്ചാൽ വീട്ടിലിപ്പോൾ ഒരു അച്ഛനും അമ്മയും, പ്രായമുള്ള അച്ഛനും അമ്മയും കാണും, മോനോ മോളോ കാണും. ഇവർ എന്ന് വെച്ചാൽ ഇവരിപ്പോൾ പുറത്തേക്ക് പോകാനൊക്കെ ട്രൈ ചെയ്യുമായിരിക്കും. അതിന് കുറച്ച് നാൾ മുമ്പായിരിക്കും ഇവർ ഈ ഡോഗിനെ വാങ്ങുന്നത്. ഡോഗിനെ വാങ്ങി 1 ഇയർ വരെ നല്ലപോലെ നോക്കും, മക്കളുള്ളതുകൊണ്ട്. പിന്നീട് ഇവരങ്ങ് പുറത്തു പോയി കഴിയുമ്പോൾ ഈ ഡോഗും ഈ അച്ഛനും അമ്മയും മാത്രമാണ് ഇവർക്കിത് നോക്കാൻ താല്പര്യം. മോള് വാങ്ങിയുണ്ട്, ഇതാ വീട്ടിലുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ അവർക്ക് അതിനോട് വലിയ സ്നേഹം കാണും. പക്ഷെ അവരെ കൊണ്ട് പറ്റത്തില്ല ഇതിനെ നോക്കാൻ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇതിനെ കൂട്ടി തന്നെ ഇത് കിടക്കും. ഇപ്പോൾ ദിവസങ്ങളോളം കൂട്ടി കിടക്കും, മോഷനും അവിടെ തന്നെ ഇടും, ഫുഡ് മാത്രം വെച്ച് കൊടുക്കുന്ന അങ്ങനത്തെ ടൈപ്പ് ഡോഗുകളുണ്ട്. അതിനൊക്കെ ഈ മാഗറ്റ് കൊണ്ട് പെട്ടെന്ന് വരും. അപ്പോൾ അങ്ങനെയൊക്കെ കൂടുതൽ ഈ പ്രശ്നം പറ്റുന്നത്. ആൾക്കാർ വാങ്ങുമ്പോൾ ഒരു ക്രൈസിന് വാങ്ങുന്നതേ ഉള്ളൂ. പക്ഷേ ഇവർ ഈ പർപ്പസ് അറിയാതെ വാങ്ങിയിട്ടായി പ്രശ്നം പറ്റുന്നത്. അവരുടെ പർപ്പസ്, അവർക്ക് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ നോക്കത്തില്ല. ഇപ്പോൾ ചിലർക്ക് റോഡ് വീലർ വേണമെന്നായിരിക്കും ആഗ്രഹം. പക്ഷേ നമ്മൾക്ക് അടച്ചുറപ്പുള്ള മതിൽ ഇതെല്ലാം നമ്മളതിനെ വളർത്താൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയൊക്കെ ഈ പ്രശ്നം വരും. ഡോക്ടറെ, അങ്ങനെയുള്ള ഡോഗിനെ വേണ്ട എന്ന് വെച്ചാൽ പോലും ആനിമൽ റെസ്ക്യൂ സെന്റേഴ്സ് ഉണ്ട്, ഇല്ലെങ്കിൽ അഡോപ്ഷൻ ചെയ്യാനുള്ള ആൾക്കാരുണ്ട്. അവരെയൊക്കെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം, ഗൂഗിളിൽ സെർച്ച് ചെയ്യാം, അല്ലേ? അതിനെ ഇങ്ങനെ വഴി കൊണ്ടുവന്ന് ഉപേക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ? അത് ശരിയാണ്. ഈ ഡോഗ് പാരന്റിങ് ഒരു ആർട്ടല്ലേ? അതെ അല്ലേ? ഈ ഡോഗിന്റെ പാരന്റുകൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ബേസിക് അറിയേണ്ടത്, ഇതിനിപ്പോൾ ഒരു 12 വയസ്സ് ആവറേജ് ആയുസ് വരും. 12 വയസ്സ്, ചിലത് 16 വർഷം വരെ ജീവിക്കും, ചിലപ്പോൾ 9 വർഷം, ആവറേജ് 12 വയസ്സ്. അപ്പോൾ നമ്മളൊരു 12 വർഷം ഒരു കമ്മിറ്റ്മെൻറ്റാണ്. നമ്മൾ ആലോചിക്കണം, 12 വർഷം ഇതിനെ നമുക്ക് നോക്കാൻ പറ്റും. അത് ആദ്യത്തെ ഒരു 5 വർഷം വരെ, ആദ്യത്തെ ഈ പപ്പി സ്റ്റേജിൽ ഇഷ്ടമായിരിക്കും ഇത് കളിക്കുന്നത്. 1 വയസ്സ് കഴിയുമ്പോൾ ഇത് അഡൾട്ടാവും. അഡൾട്ടായി കഴിയുമ്പോൾ ഇത് അത്രയും പ്ലേഫുൾ ആയിരിക്കത്തില്ല. അപ്പോൾ ഇതിനെ 12 വയസ്സ് വരെ നോക്കാന്നുള്ളൂ. ഇപ്പോൾ 10 വയസ്സായി കഴിയുമ്പോൾ തന്നെ പിന്നെ പ്രശ്നങ്ങൾ തുടങ്ങും, ജോയിൻറ്റിനും പ്രശ്നം. നമ്മൾ വയസ്സാവുന്ന പോലെ തന്നെ നടക്കാൻ ബുദ്ധിമുട്ട്. അപ്പോൾ അതെല്ലാം നോക്കാൻ നമ്മളൊരു കമ്മിറ്റ്മെൻ്റ് ആയിട്ട് ഏറ്റെടുക്കണം. ഇതൊരു കമ്മിറ്റ്മെന്റ് ആണ്. ഒരു 12 വർഷത്തേക്ക് നമ്മൾക്ക് ചിലപ്പം ദൂരെ യാത്ര ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ വേറെ ഒരാൾ അറ്റൻഡറോ സെർവൻറ്റോ ഇല്ലെങ്കിൽ അങ്ങനെ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി വേണം നമ്മൾ വളർത്താൻ. ഇങ്ങനെ കമ്മിറ്റ്മെന്റ് ഉള്ള പാരന്റ്സ് ഉണ്ടല്ലോ. ഉണ്ട്, അങ്ങനത്തെ ആൾക്കാരും ഉണ്ട്, ഒത്തിരി ഉണ്ട്. ചില ആൾക്കാർ ഓവർ സെൻസിറ്റീവാ, അപ്പോൾ അതും ഒരു പ്രശ്നമാണ്. ഒരു ജസ്റ്റ് ഒന്ന് ഡോഗ് ഇന്നൊന്നും കഴിച്ചില്ല, അപ്പോൾ അതിന് ചെറിയൊരു വയറുവേദന, അത് പ്രശ്നമില്ല. പക്ഷെ എന്നാലും അവർക്കൊരു ഇഞ്ചക്ഷൻ എടുത്താലേ സമാധാനം കാണും. അങ്ങനെ അമിതമായി സ്നേഹിക്കുന്ന ഭ്രാന്തന്മാരും അങ്ങനെ ഉണ്ട്. നമുക്ക് ഈ പ്രോഗ്രാമിനകത്ത് ഒരാളെയും കൂടെ വെൽക്കം ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ പോകുന്നത് ഒരാളും കൂടെ ആണ് ഇതിനകത്ത്. ഇപ്പം ദേവ. ഹായ് ദേവ, ഹൗ ആർ യു? ഒരുപാട് നാളായി കണ്ടിട്ട്, അല്ലേ? ദേവ, നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കിനകത്ത് വെറ്റിനറി വേൾഡ്. ദേവ, ഇപ്പം എത്ര വർഷമായി ഇതിനകത്ത്? ഞാനൊരു 12 വർഷം. പ്രത്യേകിച്ചും ഡോഗ്സ് മാത്രമാണോ അതോ? ഇപ്പം നമ്മൾ ക്യാറ്റ്സും ഡോഗ്സും ഉണ്ട്. എങ്ങനെയാ ഇത് കുട്ടിക്കാലത്ത് ഇതൊക്കെ എങ്ങനെയാ താങ്കളുടെ ലൈഫിൽ വന്നത്? എൻ്റെ ഒരു 2000-2001 സമയത്ത് അച്ഛൻ ആദ്യമായിട്ട് ഒരു ഫിലിപ്പ് TV വീട്ടിൽ വാങ്ങിച്ച്, അപ്പോഴാണ് നമ്മുടെ അനിമൽ പ്ലാനറ്റ്, നാഷണൽ ജിയോഗ്രഫിക്ക്, ഡിസ്കവറി, ഇതിനകത്ത് എപ്പോഴും നമ്മൾ കാണുന്ന
നമ്മുടെ സ്റ്റീവ് അർവിൻ പെറ്റ് പ്ലാനറ്റ്. ഇത് തന്നെയാണ് ഇദ്ദേഹം പറഞ്ഞത്. അങ്ങനെ നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു സാമ്യവും കൂടെ ഉണ്ട്. പുള്ളിയുടെ മറ്റേ ക്രോക്കഡൈൽ പിടിക്കുന്നതും ക്രോക്ക് ഫയൽസ് എന്നാ പരിപാടിയുടെ. അപ്പോൾ ഇതൊക്കെയാണ് ആ ചെറിയ ചെറിയ ജീവികളെ ചെന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അങ്ങനെ തോന്നിയ ഇഷ്ടമാണ്. അപ്പം നമ്മുടെ കോർപ്പറേഷൻ പരിധിയിലാണ് ഞാൻ താമസിച്ചിരുന്നത്, കൊല്ലം സിറ്റിയിൽ തന്നെ. മൃഗാശുപത്രിയിൽ നിന്ന് നമുക്കൊരു 5-6 കോഴിക്കുഞ്ഞുങ്ങളെ തന്നു. ഇതായിരുന്നു ആദ്യത്തെ പെറ്റ്. അപ്പം അതിനെ വളർത്തിക്കൊണ്ടിരുന്ന സമയത്ത് അമ്മുമ്മ ഒരു ദിവസം എലിവിഷമൊക്കെ എലിക്ക് വേണ്ടി വെച്ചിരുന്നു. ഇത് തിന്നിട്ട് ഇവരെല്ലാം മരിച്ചുപോയി. അങ്ങനെ അതിനോടുള്ളൊരു മനസ്സിൽ ആദ്യമായിട്ട് ഒരു ജീവിക്ക് വേണ്ടി കരയുന്നത് അന്നായിരുന്നു. എന്നിട്ട് ഞാനൊരു കുഴിയൊക്കെ എടുത്ത് കുരിശൊക്കെ തറച്ച് അതിന് മുമ്പിൽ നിന്ന് കുറേ ദിവസമൊക്കെ വിഷമിച്ച് പിന്നെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു പെറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത ഒരു നെയ്ബർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരി പുറത്ത് കുഞ്ഞമ്മയുടെ ഒരു ഫ്രണ്ടാണ്. നാട്ടിലോട്ട് പോകാൻ നേരത്ത് ഇവനെ ബോഡി ചെയ്യാൻ വേണ്ടി 2 ദിവസം ഞങ്ങളുടെ വീട്ടിൽ ഏൽപ്പിച്ചിട്ടു. അപ്പോൾ ഞാൻ പോയി 3ൽ നല്ല പഠിക്കുക. ജാക്കിന്ന് ഒരു വെള്ള പോമറേനിയൻ. അപ്പം ഇവനാണ് ആദ്യത്തെ വീട്ടിലോട്ട് വരുന്ന 2-3 ദിവസം വീട്ടിൽ നിന്നോളൂ. ഭയങ്കര സ്നേഹമായിരുന്നു. ഇതാണ് ജീവിതത്തിൽ വരുന്ന ആദ്യത്തെ ഒരു ഡോഗ്. പിന്നീട് ഒരു 7-ലൊക്കെ പഠിക്കുന്ന സമയത്ത് വഴിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരു കുഞ്ഞ് നാടൻ പട്ടിയെ കിട്ടി. അപ്പം അതുമായിട്ട് വീട്ടിൽ വന്ന് അവൻ കുറച്ച് നാളുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം പാറോ വൈറസ്, വാക്സിനെ കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം പാറോ വൈറസ് വന്ന ആൾ മരിച്ചുപോയി. ഇതാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് വരുന്ന ഒരു ജീവിയോടുള്ളൊരു സ്നേഹം ഇങ്ങനെ ഗ്രാജുവലി വന്നു തുടങ്ങിയത്. അപ്പോൾ താങ്കളുടെ കുട്ടിക്കാലത്ത് താങ്കൾ ഇതേപോലെ തന്നെ ഡോഗ്സിനെ എടുത്ത് വളർത്താൻ തുടങ്ങും. ഈ റെസ്ക്യൂലേക്ക് എപ്പോഴാണ് വരുന്നത്? SPC എന്ന് പറഞ്ഞൊരു സൊസൈറ്റി ഫോർ ദി പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ്, ഈ ഒരു സംഘടന 2014 ഞാൻ ജോയിൻ ചെയ്യുന്നത്. അവരെങ്ങനെ ജോയിൻ ചെയ്യാനുള്ള ഇൻസിഡൻറ്റ്? ഞങ്ങളുടെ അവിടെ ഒരു ചേട്ടനുണ്ടായിരുന്നു. പുള്ളി ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ അടിപിടിയായിട്ടൊക്കെ നടന്ന സമയത്ത് എന്നെ എപ്പോഴും കൊണ്ട് ഉപദേശിക്കുന്ന ഒരു ചേട്ടനുണ്ട്. പുള്ളി RSSലെ ഒരു അനി എന്ന് പറഞ്ഞൊരു ചേട്ടനാണ്. പുള്ളിക്കൊരു ബുള്ളറ്റ് ഉണ്ട്. പുള്ളി അതിനകത്ത് ഇരുത്തിക്കാൻ എന്നെ കൊണ്ടിങ്ങനെ നാട് മൊത്തം കറക്കി ഓരോന്നൊക്കെ എന്നെ ഉപദേശിച്ചുകൊണ്ടേ കിടക്കുമായിരുന്നു എപ്പോഴും ഒരു ദിവസം. അപ്പോൾ പുള്ളി പറഞ്ഞു, നിനക്കൊരു പറ്റിയ ജോലിയുണ്ട്, പെറ്റ്സിനൊക്കെ ഇഷ്ടമല്ലേ, ഫോറസ്റ്റ് ജോലി ഉണ്ടെന്ന് പറഞ്ഞു. എനിക്ക് സന്തോഷമായി. അപ്പോൾ ഒരു ദിവസം ഇൻ്റർവ്യൂ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മൃഗാശുപത്രി കൊല്ലം ഡിസ്ട്രിക്ട് വെറ്റിനറിയിൽ ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വലിയ ഇൻഷർട്ടൊക്കെ ചെയ്ത് എൻ്റെ കയ്യിലുള്ള ഫയൽസൊക്കെ എടുത്ത് ഇൻ്റർവ്യൂക്ക് പ്രിപ്പയർ ആയിട്ട് അവിടെ ചെന്നപ്പോഴാണ് പറഞ്ഞത് നമ്മളൊരു പുതിയ പദ്ധതി തുടങ്ങുന്നുണ്ട്. അന്ന് SPCയിലെ ഇൻസ്പെക്ടറായിട്ടിരുന്നത് റിജു, പിന്നെ നമ്മുടെ സത്യരാജ് സാർ എന്ന് പറഞ്ഞ 2 പേരും, ഡോക്ടർ അരവിന്ദ്, ഇവർ 3 പേരുമാണ് ഇൻ്റർവ്യൂ ചെയ്തത്. അപ്പോൾ നമ്മളൊരു പുതിയൊരു സംരംഭം തുടങ്ങുക, തെരുവ് നായ്ക്കളെ പിടിച്ച് വന്ധീകരണം ചെയ്യുന്ന പ്രോജക്റ്റ്. ആദ്യമായിട്ട് കൊല്ലത്ത് വരുന്ന ആ സമയത്തായിരുന്നു. അങ്ങനെ അതിന് വേണ്ടിയിട്ട് വേൾഡ് വെറ്റിനറി ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ് ഊട്ടി കൂണൂരിലാണ് ഫോറിനേഴ്സ് പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ്. എങ്ങനെ ഡോഗിനെ സ്ട്രീറ്റിൽ നിന്ന് ക്യാച്ച് ചെയ്ത് അതിനെ ശരിയായ രീതിയിൽ ശസ്ത്രക്രിയ ചെയ്തിട്ട് അനിമൽ ബർത്ത് കൺട്രോൾ സർജറി ചെയ്ത് അതിനെങ്ങനെ പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ എല്ലാം കഴിഞ്ഞ് തിരിച്ച് റിലീസ് ചെയ്യാം റോട്ടിൽ. ഇത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുന്ന ഒരു ഏക സ്ഥലമായിരുന്നു നമ്മുടെ ഊട്ടിയിലുള്ള ഈ WVS. ഈ ഫോറിനേഴ്സായിരുന്നു അവിടെ പഠിപ്പിക്കാൻ വരുന്നതും അവിടെ പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസും ഓസ്ട്രേലിയ, അമേരിക്ക അങ്ങനെയുള്ള ഫോറിനേഴ്സായിരുന്നു ഞങ്ങൾ പഠിച്ച സമയത്തൊക്കെ. പിന്നെ ഗ്രാജുവലി ഇന്ത്യൻസും ഒക്കെ ഉണ്ടായിരുന്നു കുറേ പേര്. അപ്പോൾ അവിടുത്തെ വെറ്റിനറി അസിസ്റ്റൻറ്റ് കോഴ്സ് ഉണ്ടായിരുന്നു, അത് പഠിക്കാനായിട്ട് ഇവർ സഹായിച്ചു. അങ്ങനെ അവിടെ നോർമലി ഈ വന്ധീകരണം മാത്രമല്ലാതെ അവർ ആ ഏരിയയിലുള്ള എല്ലാത്തിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിന് കഴുതകളായാലും ഊട്ടിയിലൊക്കെ കുതിരയും കഴുതകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതിനെല്ലാം അവർ റെസ്ക്യൂ ചെയ്ത് അതിലൂടെ തന്നെ അവരെ തിരിച്ച് അതിൻ്റെ ആയിട്ടുള്ളൊരു ആവാസ വ്യവസ്ഥയിലേക്ക് വിടുകയും ചിലവരെ ഷെൽട്ടർ ചെയ്യുകയും ഇതൊക്കെ ഞങ്ങൾ അവിടെ വോളണ്ടിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ തോന്നിയ ഒരു ഇഷ്ടമായിരുന്നു ആദ്യത്തെ ഈ റെസ്ക്യൂ ഒക്കെ ഒന്ന് ആദ്യം എൻ്റെ ജീവിതത്തിലോട്ട് കടന്നു വരുന്നത്. പിന്നെ നമ്മുടെ ഈ SPC എന്ന സംഘടന നമ്മുടെ ഈ കൊല്ലത്ത് വന്നിട്ട് ഈ വന്ധീകരണ ക്യാമ്പിലൂടെ തന്നെ പല ജീവികൾ, ഇവരെല്ലാം നമ്മൾ വഴിയിൽ നിന്ന് കിട്ടുന്നവരായിരിക്കും, ഇവർ സ്ട്രീറ്റ് ഡോഗ്സ് ആയിരിക്കും. ഇവർക്ക് 2 നേരം ഭക്ഷണം നമ്മൾ കൊടുക്കുമ്പം നമ്മൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഇഷ്ടം തോന്നും. അവർ പേടിച്ച് കൂട്ടിലോട്ട് വരുന്നവരാണ് ക്യാച്ച് ചെയ്ത്. നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ നമ്മുടെ കരുണയോടെ എന്നെ കൂട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും റിലീസ് ചെയ്യും. ആ ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ നമ്മളെ വാലാട്ടുന്നതും വെള്ളം കൊടുക്കുമ്പോൾ വാലാട്ടുന്നതൊക്കെ നമുക്ക് ഭയങ്കര ഒരു ഇമോഷണലായിരുന്നു. ഇത് കൊല്ലത്ത് തിരിച്ചു വന്നതിന് ശേഷം ചിലപ്പം ഇവരെ തിരിച്ച് റോട്ടിൽ വിടുന്ന സമയത്ത് റിലീസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ പുറകെ സ്നേഹം കാരണം ഓടി വരുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിന് എൻ്റെ വിഷ്വലി ആ ഒരു ഇൻസിഡൻറ്റ് ഇങ്ങനെ എൻ്റെ റിലീസ് ചെയ്ത ശേഷം പുറകെ ഇവർ ഓടി വരുന്നതൊക്കെ നമ്മൾ റോഡിൽ നിന്ന് പിടിക്കുന്നു, ഇവനെ സർജറി ചെയ്യുന്നു, 2 നേരത്തെ ഭക്ഷണം കൊടുത്തതിൻ്റെ നന്ദിയായി കാണിക്കുന്നു. അവർ ഓടി വരും, നമ്മുടെ പുറകെ ഓടി വരും കുറേ ദൂരമൊക്കെ. അതൊക്കെ മനസ്സിന് ഭയങ്കര. വീട്ടിലെ പാരൻസ് ഒക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ട്? തുടക്ക സമയത്ത് ഇഷ്ടമാണ്. കാരണം വെറും ഒരു പട്ടിപ്പിടുത്തക്കാരൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക്
വീട്ടുകാർ അച്ഛനും അമ്മയ്ക്കും ഒന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ മക്കൾ എന്തെങ്കിലുമൊക്കെ വലിയൊരു നിലയിൽ എത്തണമെന്നൊക്കെ ആയിരുന്നു അവർക്ക് ആഗ്രഹം. ആരും അങ്ങനെ അച്ഛനൊന്നും പറയത്തില്ല. അമ്മയ്ക്കൊക്കെ ഒരു ബുദ്ധിമുട്ട്. അച്ഛൻ്റെ പേര് ചന്ദ്രൻ, അമ്മ ലേഖ. ലേഖ. എത്ര സിബ്ലിങ്സ് ഉണ്ട്? ചേട്ടൻ ഒരാൾ. ചേട്ടൻ എന്ത് ചെയ്യുന്നു? ചേട്ടൻ ഇപ്പം പോലീസിലാണ്. പോലീസിൽ വർക്ക് ചെയ്യുന്നത്. ഈ പാരന്റിങ്ങിനെ പറ്റിയൊന്നും പ്രോപ്പർ ഇപ്പൊ ഈ ഡോഗൊക്കെ ഒരുപാട് ബ്രീഡ് ചെയ്ത് വിൽക്കുന്നവന്മാരുണ്ട്. നിങ്ങളുടെ അടുത്തും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ അടുത്തൊരു ഡോഗ് വാങ്ങിക്കാൻ വരുമ്പോൾ അല്ലേ ഡോക്ടറെ, നിങ്ങൾ ആ പാരന്റിനെ ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്യും. ഇപ്പൊ ഞാൻ പോയി ഒരു ഡോഗിനെ വാങ്ങിച്ച് എനിക്ക് ലാബ് എന്താണെന്നോ ലാബിന്റെ പരിചരണം എങ്ങനെയാണെന്നോ ഒന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ ഞാനിരുന്ന് പഠിക്കുകയാണ് ഓരോ ദിവസവും. ഇല്ല, എനിക്ക് ഡോഗിനെ വാങ്ങിച്ച സ്ഥലത്തുനിന്ന് അയാൾ എന്നെ എഡ്യൂക്കേറ്റ് ചെയ്തില്ല. അപ്പം ഈ ഡോഗ് ബ്രീഡേഴ്സിൻ്റെ അടുത്ത് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ എത്തിക്കേണ്ട ഒരു മെസ്സേജ്, ആരെങ്കിലും എല്ലാവരും ചെയ്യണമെന്നില്ല, പലർക്കും ഇത് കച്ചവടമാണ്, സെയിലായി പോകണം. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പം നിങ്ങൾ എന്ത് തന്നെ വിറ്റ് നിങ്ങൾ തിന്നാലും നിങ്ങൾ ആ കഴിക്കുന്ന ആഹാരത്തിനകത്ത് ഒരു സത്യമുണ്ടാവണം. നമ്മളിപ്പം അഡോപ്ഷനൊക്കെ കൊടുക്കുന്ന ഡോഗ്സിനോടൊക്കെ മേടിക്കുന്ന ആളോട് നമ്മൾ കറക്റ്റായിട്ട് ഇതിൻ്റെ ഓരോ ബ്രീഡിനെ വളർത്താനായിട്ട് എന്തൊക്കെ സ്പെസിഫിക്കേഷൻ ഇതിനുണ്ട് ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അപ്പം നാടനാണെങ്കിൽ പോലും വലിയ വിദേശ ഡോഗ്സുകളാണെങ്കിൽ പോലും, അത് ക്യാറ്റ്സ് ആയാലും ഡോഗ്സ് ആയാലും അതിൻ്റെ എല്ലാ സ്പെസിഫിക്കേഷനും അതിനെ ചൂസ് ചെയ്യുന്നതിന് മുമ്പേ അതിൻ്റെ A to Z, അതിൻ്റെ സ്കിന്നായാലും ഹെയർ ആയാലും അതിനെ എത്ര നാൾ കൂടുന്നവർ എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി ഗ്രൂമിങ് ഷെഡ്യൂളുകൾ, ഇതെല്ലാം നമ്മളിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. മെയിൻ്റനൻസ് ഫ്രീയും നാടൻ വളർത്തുന്നതാണ്. അഡോപ്റ്റ് ചെയ്തൊരു നാടൻ ഇപ്പോൾ വളർത്തണമെന്ന് അങ്ങനെ ആഗ്രഹമുള്ള ഒരാൾക്ക് ഒരു നാടൻ പട്ടി അഡോപ്റ്റ് ചെയ്ത് വളർത്തിയാൽ മതി. പക്ഷേ ഇത് ആൾക്കാർക്ക് ജാട കാണിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഈ റോഡിൽ കിടക്കുന്ന പോലെയല്ല, ഈ നാടൻ പട്ടി നമ്മൾ ചെറുതിലെ എടുത്ത് നമ്മൾ വീട്ടിൽ നല്ല ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഭയങ്കര രസം കാണാൻ അല്ലേ. പ്രത്യേകിച്ച് ഫീമെയിൽ നാടൻ ഡോഗ് ഭയങ്കര രസം കാണാൻ. വന്ധ്യകരണമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സെക്സി ലുക്ക് ആയിരിക്കും അതിനെ കാണാൻ തന്നെ. നല്ല ഷൈൻ ശരീരവും നല്ല ഭയങ്കര ഓമനത്തുള്ള ഗ്ലോയിങ് കണ്ണൊക്കെ ഉള്ള നാടൻ ഡോഗ്സ് ഒക്കെ വഴിയിൽ കാണാം. വഴിയിൽ ഇതിന് നല്ല ആഹാരം കിട്ടാത്തതുകൊണ്ട് ഇത് അങ്ങനെ കാണുമ്പോൾ അപ്പിയറൻസ്, ഇത് നല്ല ആഹാരം കൊടുത്താൽ നാടൻ പട്ടി ഭയങ്കര രസമായിട്ട് വരും കാണാൻ. കേരളത്തിൽ എത്ര വെറ്ററിനറി ഹോസ്പിറ്റലാണ്? കേരളത്തിൽ പ്രൈവറ്റ് ഇപ്പോൾ കൊല്ലത്താണെങ്കിൽ ഒരു 4 കാണും. പക്ഷേ എറണാകുളത്ത് ഒത്തിരി ഉണ്ട്, 20 മേളിൽ കാണും. ഉണ്ട്. ഇതിപ്പോൾ ഒരു കച്ചവടമാണെന്ന് ഞാൻ പറഞ്ഞാൽ തർക്കിക്കും. കച്ചവടം എല്ലാത്തിനും ഒരു പൈസയുടെ ഇത് ഉണ്ടെന്നാണ്. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം, ഇപ്പോൾ ഒരാൾക്കൊരു റെസ്ക്യൂ ചെയ്യണം, കുണ്ട്രയിലൊരു റെസ്ക്യൂ ചെയ്യണം. ഇപ്പോൾ ദേവ കൊട്ടാരക്കരയല്ലേ, ദേവ കൊട്ടാരക്കരയെന്ന് വിളിക്കുന്ന ഒരാൾ. അപ്പോൾ ഇവർ ചില ആൾക്കാർ വിചാരിക്കുന്നത് ഇത് പുള്ളി വന്ന് ഫ്രീ ആയിട്ട് ഇതിനെയൊക്കെ പുള്ളിക്കൊരു എക്സ്പെൻസ് ഉണ്ട് വരാനും, ഒരു വണ്ടി നല്ല നമ്മളൊരു 4 വീലറിലേ വരാൻ പറ്റും ഇതിനെ എടുത്തുകൊണ്ട് പോകാൻ. അപ്പോൾ ആൾക്കാർ ഇതിന് ഇത്ര രൂപയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ വേണ്ട. ഗവൺമെന്റിൽ ഇതിനൊരു സെറ്റപ്പ് ഇല്ല. ഇപ്പോൾ വഴിയിലൊരു ഡോഗ് ആക്സിഡന്റ് ആയാൽ വന്ന് എടുത്തുകൊണ്ട് പോകാൻ ഗവൺമെന്റിൽ ഒരു ഫെസിലിറ്റി ഇല്ല. ഗവൺമെന്റ് ഫെസിലിറ്റി ഇല്ല. പിന്നെ ഇവർ 2-3 പേരെ വിളിക്കുമ്പോൾ എങ്ങനെയും ആ 2-3 റെസ്ക്യൂക്കാരുടെ നമ്പർ കിട്ടും അവർക്ക്. പക്ഷെ അവർ ഇത് ഫ്രീ ആയിട്ട് എടുക്കുമെന്നാണ് ഒത്തിരി പേര് അങ്ങനെ വിചാരിക്കുന്നത്. അതെ. ഈ ബ്ലൂ ക്രോസ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിലുണ്ട് ഷൈൻ ചേട്ടാ. SPC എന്ന അർദ്ധ ഗവൺമെന്റ് ഒരു പകുതി പ്രൈവറ്റും പകുതി നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെയും കൂടി ഒരു ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള റെസ്ക്യൂസ് ഒക്കെ ഇവർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ കൊണ്ട് പാർപ്പിക്കാനായിട്ടുള്ള ഷെൽട്ടറുകൾ ഇതുവരെ ബിൽഡ് ചെയ്തിട്ടില്ല. അതാണ് ഏറ്റവും വലിയൊരു ഷെൽട്ടർ ഇല്ല സത്യം പറഞ്ഞാൽ. അതാണ് ഇതിൻ്റെ ആ ഷെൽട്ടറിനെ പറ്റി എന്തെങ്കിലും ഇനിഷ്യേറ്റീവ് നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? നമ്മൾ ഇപ്പോൾ കൊല്ലത്തൊരു PFA എന്ന് പറഞ്ഞിട്ടുണ്ട്, കൊട്ടിയത്ത് തഴുത്തലയിൽ PFA ഉണ്ട്. പക്ഷേ PFAയിൽ അതിൻ്റെ കപ്പാസിറ്റി മാക്സിമം ആയിട്ടിരിക്കുക. ഇനി അവിടെ ആൾറെഡി ഞാൻ 3 വർഷം ഈ PFAയിൽ ഒരു അനിമൽ ഹാൻഡലറും വെറ്റിനറി അസിസ്റ്റൻറ്റും ആയിരുന്നു. അപ്പോൾ ഈ 3 വർഷം നിന്നതിൽ എനിക്ക് മനസ്സിലായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെസ്ക്യൂ ചെയ്യുന്ന ഡോഗിനെ അവിടെ കൊണ്ടുവന്ന ശേഷം അതിൻ്റെ റെസ്ക്യൂസ്, ഇപ്പം അണ്ണൻ ഒരു ഡോഗിനെ എന്നെ വിളിച്ച് പറയുന്നു, എടാ ഇതുപോലെ ഒരു ഡോഗിനെ വണ്ടി ഇടിച്ച് കിടക്കുന്നു, ഒന്ന് എടുത്തുകൊണ്ട് എൻ്റെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാവോ, ഞാൻ വേണ്ടത് എന്തെങ്കിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ഗ്രാജുവലി മന്തിയുള്ള ഒരു അരിയോ അതിനുള്ള എന്തെങ്കിലുമൊക്കെ ചെറിയ സഹായങ്ങൾ ചെയ്യാമെന്ന് പറയും. പക്ഷേ ആദ്യത്തെ കോളേ കാണത്തുള്ളൂ, പിന്നീട് ഫോളോപ്പ് ഒന്നും കാണത്തില്ല. ആദ്യം എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യും. പിന്നെ അവിടെ ഷെൽട്ടർ എന്ന് പറയുമ്പോൾ മാൻ പവർ വേണം. ഒരു ചിലപ്പോൾ 100-200 ഡോഗ്സ് കാണും, 500 ക്യാറ്റ്സ് കാണും. ഇവർക്കെല്ലാം ഫുഡ് ഒരു കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര, എല്ലാ ദിവസവും ഫുഡ് കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടാണ്. റേഷൻ അരിയോ വില അരിയൊക്കെ വാങ്ങിച്ച് കൊടുക്കേണ്ടി വരും. 2 മാൻ പവർ, ഇത്രയും കൂടുകളും അത്രയും വേസ്റ്റും ക്ലീൻ ചെയ്യാനുള്ള മാനേജ് ചെയ്യാനുള്ള മാൻ പവർ, ഇത് രണ്ടും ഇല്ലെങ്കിൽ പരാജയപ്പെട്ടു. അപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ഗവൺമെൻറ് പറയുന്നതുകൊണ്ട് ഷെൽട്ടർ കെട്ടിയിട്ട് ഇതിനെ കൊണ്ട് അവിടെ ഇട്ട് കഴിഞ്ഞാൽ ആരും പട്ടി കടിക്കത്തില്ല എന്ന്. അതൊക്കെ വെറുതെ. ഇവിടെ നമ്മുടെ അംഗനവാടിയിൽ ബിരിയാണി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അതിന് പോലും പൈസ ഇല്ല എന്ന് പറഞ്ഞ ഗവൺമെൻറ് വലിയ ഷെൽട്ടർ കെട്ടിയിട്ട് അതിനകത്ത് ഈ ഡോഗ്സിനെ ഇട്ടിട്ട് എങ്ങനെ ചോറും അരിയും വേവിച്ച് കൊടുക്കും? 2ൻ്റെ അന്നത് പട്ടിണി അന്ന് ചത്തുപോകും. അതിലും ഭേദം വിഷം കൊടുത്ത് കൊല്ലുന്നതാണ് നല്ലത്. ഒരു ക്ലോസ്ഡ് ഏരിയ കൊണ്ട് ഇതിനകത്തിട്ട് സ്വന്തമായിട്ട് അതിന് അതിജീവിക്കാൻ പറ്റത്തില്ല. അവിടെ കിടന്ന് പട്ടിണി കിടന്ന് ചത്തുപോകത്തേ ഉള്ളൂ. ഇത്രയും സംസ്കാരമുള്ള കേരളത്തിൽ
ഇപ്പോൾ പലതുണ്ട്, ബ്ലൂ ക്രോസ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ബ്ലൂ ക്രോസ് ഒക്കെ ഉള്ളതാണോ? ചെന്നൈയിൽ ആക്റ്റീവ് നല്ല ആക്റ്റീവാ. അതെന്താ നമ്മുടെ കേരളത്തിൽ ആക്റ്റീവ് ആവാത്ത? മെയിൻ കാരണം ഇത് തന്നെ, വോളണ്ടിയേഴ്സ്, പിന്നെ നമ്മുടെ ഗവൺമെൻറ് സിസ്റ്റം. ഒരു ഷെൽട്ടറോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നാൽ അതിനകത്ത് പുറകെ ഫോളോപ്പ് ചെയ്യാനോ അതിന് വേണ്ടിയിട്ട് ഒരു 10 രൂപ അരി മേടിച്ച് കൊടുക്കാൻ പോലും ആരും കൂടെ നിൽക്കത്തില്ല. ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് അതിന് വേണ്ടിയിട്ട് മാൻ പവറും ഫിനാൻഷ്യൽ പവറും കൊടുക്കാനായിട്ടൊരു സപ്പോർട്ടീവ് വേണം. അതിന് ഗവൺമെൻറ്റിലെ അധികൃതർ തന്നെ അതിൻ്റെ പുറകെ നിൽക്കാറില്ല. എന്തെങ്കിലും ഒരു മുന്നിട്ട് ഇറങ്ങാനായിട്ട് ചുമ്മാ പ്രസംഗിക്കുന്നതല്ലാതെ ആരും അതിൻ്റെ പുറകെ വന്ന്. ഇപ്പം തമിഴ്നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടത് വെച്ചിട്ട് ഏറ്റവും, നമ്മളെ ചെന്നാൽ തന്നെ അവർ നമ്മളെ ഫുഡ് തന്ന് ആരാധിക്കുന്നതും ബഹുമാനിക്കുന്നതൊക്കെ ഭയങ്കര, നമ്മുടെ കേരളത്തിനെക്കാട്ടി കുറച്ചും കൂടി സംസ്കാരം കൂടുതൽ ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്നതിനകത്ത്. അപ്പം മൃഗങ്ങളോടും സ്നേഹം കുറച്ച് കൂടുതലാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു ചായക്കടയൊക്കെ ഉണ്ടെങ്കിൽ അവരൊരു വട തിന്നാൽ അതിൻ്റെ പകുതി വട പട്ടിക്ക്, അവിടെ നിൽക്കുന്ന പട്ടിക്ക് ഇട്ട് കൊടുക്കും. ഇവിടെ ആണെങ്കിൽ കാലുകൊണ്ട് അടിച്ചു ഓട്ടിക്കും, ഇവിടെ നിൽക്കേണ്ടെന്ന് പറഞ്ഞു. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കോടീശ്വരന്മാരുള്ളത്. അടിസ്ഥാനം ഇന്ത്യയെ വെച്ച് നോക്കുമ്പോൾ 2 കോടീശ്വരന്മാർ പേരെടുത്തവർ തന്നെ ഉണ്ട്, പേരെടുക്കാത്തവരും ഉണ്ട്. സമ്പാദിച്ച് കൂട്ടുകയാണ്, ഇഷ്ടംപോലെ സമ്പാദിച്ച് കൂട്ടുകയാണ്. എന്നിട്ട് ഭയങ്കര അഭിമാനപരമായാണ് കേരളത്തിനെ പറ്റി പാടുന്നത്, നടക്കുന്നതെല്ലാം. എൻ്റെ ചോദ്യം, ഈ കേരളത്തിൽ ഈ പറയുന്ന പട്ടിപ്രേമികളെന്നും പറഞ്ഞ് പട്ടി ഷോ കാണിച്ച് പട്ടിപ്രഹസനം കാണിക്കുന്ന ആൾക്കാർ വരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു കാര്യമില്ല. ഈ പറയുന്ന ഡോഗ്സിന് ഷഡ്ഡി ഇടുന്നതും അണ്ടർവെയർ ഇടുന്നതും പാവാട ഉടുക്കുന്നതും സാരി ഉടുക്കുന്നതുമാണോ ദേവ അവരോടുള്ള സ്നേഹം? ഒരു ഡോഗിനോട് സ്നേഹം ഉണ്ടെങ്കിൽ നാട്ടിലുള്ളൊരു 10 ഡോഗിനോടും സ്നേഹം ഉണ്ടായിരിക്കണം. പല പട്ടി ഷോകളും ഞാൻ കണ്ടിട്ടുണ്ട്. പെറ്റ് ഷോ എന്നല്ല ഞാൻ അതിന് വിളിക്കുന്നത്. അവിടെ കുറേ കൊച്ചമ്മമാർ വരും, ഡോഗുമായിട്ട് അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു. പട്ടി അണയ്ക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ അവരണയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതുമാത്രമല്ല, ഇപ്പം നമ്മുടെ ഈ മൃഗസ്നേഹികളിൽ തന്നെ ഈ ഡോഗ്സിന് ഇവരെ വീട്ടുമുറ്റത്ത് വെച്ച് ഭക്ഷണം കൊടുത്തിട്ട് ഈ ഒരു കൂട്ടം ആൺപട്ടികളും പെൺപട്ടികളും അവിടെ വരും. ഇവർ ഭക്ഷണം കൊടുക്കുന്ന സ്ഥലത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഡെയിലിയും ഭക്ഷണം കിട്ടുന്നുണ്ടല്ലോ, ആ വീട്ടിൻ്റെ മുറ്റത്ത് നിന്ന് ഭക്ഷണം കിട്ടുമെന്ന് പറയും. പക്ഷേ അതിൽ ഒരു പെൺപട്ടികളെ ഈ ഭക്ഷണം കൊടുക്കുന്നതിൽ കുറച്ച് പേര് അതിനെ ഒന്ന് ക്യാച്ച് ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്യുവാണെങ്കിൽ തന്നെ ഒരു കുറച്ച് പോപ്പുലേഷൻ അവിടെ കുറയും. ചിലവരെന്തെന്ന് പറയും, എല്ലാ ദിവസവും ഭക്ഷണം അവിടെ ഡംപ് ചെയ്ത് വെച്ച് കൊടുക്കും, ഇത് കഴിക്കും, ഇത് അവിടെ കിടന്ന് ഇണ ചേരും, വീണ്ടും കുഞ്ഞുങ്ങൾ കൂടും. അപ്പോൾ കുറച്ച് ബാക്കിയുള്ള ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കും. ബാക്കി ആ റെസിഡൻസ് ഏരിയയിലുള്ള ബാക്കിയുള്ളവർ ഇതിന് കൊടുക്കണ്ടെന്ന് തന്നെ പറയും. ഇപ്പം ഒരു ഉദാഹരണത്തിന് വാവാ സുരേഷ് വന്നിട്ട് പറയുന്നു, നാളെ തൊട്ട് എൻ്റെ അതിഥിയായിട്ടുള്ള മൂർഖൻ, മലമ്പാമ്പ്, അണലി, രാജവമ്പാല എൻ്റെ വീട്ടുമുറ്റത്ത് പാലും പഴവും കഴിക്കാൻ വരും, ആരും ശല്യം ചെയ്യരുതെന്ന് പറയുന്നു. അപ്പം നമ്മളെന്ത് ചെയ്യും? വാവാ സുരേഷിനെ അടിക്കും, പാമ്പിനെ അടിച്ചു കൊല്ലും. അതുപോലെ പട്ടിയെ പേടിയുള്ളവരും പാമ്പിനെ പേടിയുള്ളവരും പാറ്റയെ പേടിയുള്ളവരൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കി അതിനെ നമ്മൾ ഭക്ഷണം കൊടുക്കുക, അതിന് വേണ്ടിയിട്ടൊരു പ്രത്യേക അതിൻ്റെ ആവാസ വ്യവസ്ഥയെ വെച്ച് ഭക്ഷണം കൊടുക്കുക. എൻ്റെ ദൈവം, ഇത് ആര് മനസ്സിലാക്കുമെന്ന്. ഇവിടെ ഒരു അസോസിയേഷൻ ഉണ്ടെങ്കിൽ, ഇവിടെ ഞാൻ പല അസോസിയേഷനും വെൽഫെയർ ഞാൻ ദേവയുടെ വീഡിയോ കാണുമ്പോൾ തന്നെ ഞാൻ വിളിച്ച് ദേവയുടെ തീകട ഞാൻ എന്തെങ്കിലും ചെയ്യണോ? കാരണം എനിക്ക് ഒരു ഡോഗിനെ വളർത്തിയോടുകൂടി മതിയായി. ഞാൻ പറഞ്ഞു, മനസ്സിലായില്ല. കാരണം എൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് വിത്ത് മൈ ഡോഗ് വാസ് ഡിവസ്റ്റേറ്റഡ്. ഞാൻ ഡിപ്രഷനിലും ഒക്കെ പോയൊരു മനുഷ്യനാണ് ആ ഒരു ഡോഗ് ഇഷ്യൂവിൽ. അന്നാണ് എനിക്ക് മനസ്സിലായത്, ഇത്രയും സമ്പന്നരായ, ഇത്രയും ആനിമൽസിനെയൊക്കെ സ്നേഹിക്കുന്നു എന്നൊക്കെ അവകാശപ്പെടുന്ന ഈ നാട്ടിൽ ഇത്രയും ആൾക്കാരുണ്ടായിട്ടും ഒരു CT സ്കാനോ ഒരു MRIയോ ഡോഗ്സിന് വേണ്ടിയില്ല. അത് ശരിയാണ് അല്ലേ? വെറും 12 വയസ്സ് വരെ അല്ലെങ്കിൽ 16 വയസ്സ് വരെ നമ്മളെ കൂടെ ചങ്ക് പറിച്ച് നിൽക്കുന്ന ഈ മൃഗങ്ങൾക്ക് വേണ്ടി ആരും ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടില്ല. ആരും ഒരു ഇനിഷ്യേറ്റീവ്, ഞാൻ വിളിക്കാത്ത നമ്പറുകളില്ല എൻ്റെ ഡോഗിന് ഒരു CT സ്കാനോ ഒരു MRIയോ കിട്ടാൻ. അത് കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അവൻ ഇന്ന് ജീവിച്ചിരുന്നേനെ. എന്നിട്ട് ഞാൻ അവനെയും കൊണ്ട് ബാംഗ്ലൂർ കൊടുക ചെയ്തത്. ആ ബാംഗ്ലൂരിലെ സെസ്ന എന്ന് പറയുന്ന ഹോസ്പിറ്റലിനെ പറ്റി എടുത്തു പറയണം. ഭയങ്കര എക്സ്പെൻസീവ് ആവാം. നോക്കാൻ വളർത്താനും കഴിവില്ലെങ്കിൽ എടുക്കരുത്. അവനെ വിട്ടേരെ. അതിനെ എടുത്തു കൊണ്ടുവന്ന് പിന്നെ അവനെ നശിപ്പിച്ച് വഴി കൊണ്ടുപോയി കളഞ്ഞ് മെർസി കില്ലിംഗ് ഒക്കെ ചെയ്യാന്നൊക്കെ പറയുന്നത് ഒരു വളരെ മോശമായൊരു കാര്യം. ഈ പാവം ഇവരെ ആരെയും വിട്ടുപോവില്ല എന്നുള്ളതാണ് ഏറ്റവും വലുതായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ കണക്ക് താങ്കളുടെ ഒരു മുഹൂർത്തത്തിൽ ആംബ്യൂട്ട് ചെയ്യാൻ കൊണ്ടുവന്ന ഒരു ഡോഗിനെ മേഴ്സി കില്ല് ചെയ്യാൻ പറഞ്ഞപ്പോൾ താങ്കൾ ആംബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ അവനെ രക്ഷിച്ച കഥയാണ് പറഞ്ഞത്. അതിൻ്റെ പുണ്യം എന്നും താങ്കൾക്കും താങ്കളുടെ തലമുറയ്ക്കും നിലനിൽക്കുമെന്നാണ് പറയുന്നത്. അപ്പം അതേപോലെ ദേവയ്ക്ക് മറക്കാനാവാത്ത ഇൻസിഡൻസ് എന്തെങ്കിലും ഉണ്ട്? മറക്കാനാവാത്ത കൂടുതലും PFA, പീപ്പിൾ ഫോർ ആനിമൽസ്, കൊല്ലം അവിടുത്തെ ഷെൽട്ടറിൽ നിന്നപ്പോഴാണ്. അവിടെ കൂടുതലും ഈ വണ്ടി ഇടിച്ച് കാലോ കയ്യോ ഒക്കെ മുറിച്ച് കളയേണ്ട അവസ്ഥയിലും ക്യാൻസറുകൾ വന്നതും പിന്നെ ഉപേക്ഷിക്കപ്പെടുന്ന ഡോഗ്സുകളും. അങ്ങനെ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിച്ചി എന്ന് പേരുള്ളൊരു ഡോഗിനെ
കോളേജിനെ കൊണ്ട് കളഞ്ഞതാണ്. അതിന്റെ പേരെങ്ങനെ കിട്ടി? റിച്ചി റിച്ചി CK തങ്കച്ചി എന്ന് പറഞ്ഞ മേഡമാണ് ഇതിൻ്റെ ഫൗണ്ടർ, ഈ പീപ്പിൾ ഫോർ ആനിമൽസ് ഷെൽട്ടറിൻ്റെ. അപ്പം പുള്ളിക്കാരി ഈ മൃഗങ്ങളെ സംരക്ഷിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് എല്ലാവർക്കും അറിയാം. പുള്ളിയുടെ വീടിൻ്റെ മുറ്റത്ത് കൊണ്ട് ഈ ഡോഗിനെ ഒരു പെട്ടിയിലാക്കി വെച്ചിട്ട് പോയി. പപ്പി ഒരു 2 മാസമൊക്കെ കാണത്തുള്ളൂ. സ്വിമ്മർ പപ്പി സിൻഡ്രോം എന്നാണ് അതിൻ്റെ പേര്. അപ്പം ഇങ്ങനെ കാലിൽ രണ്ട് ക്രോസ് ചെയ്തിരിക്കും, ബാക്കിലത്തെ കാലിങ്ങനെ ബാക്കിലോട്ട് തവളെ പോലെ ഇങ്ങനെ എണ്ണിക്ക് നടക്കാൻ പറ്റത്തില്ല, ഇങ്ങനെ എഴഞ്ഞുകൊണ്ട് നടക്കും. ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കുന്നത് തലയൊക്കെ വെച്ച് ചെറിയ പാത്രത്തിൽ നിന്ന് എന്തെങ്കിലും. അതൊരു ഇന്ത്യൻ സ്പിറ്റ്സ് ആയിരുന്നു, ക്രോസാണ്. അപ്പോൾ മേഡം ഇട്ട പേരായിരുന്നു റിച്ചിന്ന്. അങ്ങനെ ഷെൽട്ടറിൽ കൊണ്ടുവന്ന് കുറേ നാളുകൾ അവനെ എക്സ്റേയും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പം ഡോക്ടർ സിബി എന്ന് പറഞ്ഞ ഡോക്ടറായിരുന്നു പുള്ളിക്കാരൻ, ഒരു യങ് വെറ്റിനറി ഡോക്ടറായിരുന്നു പുള്ളിക്കാരൻ. ഇത് കണ്ടിട്ട് പറഞ്ഞ് ഇത് സ്വിമ്മർ പപ്പീസുണ്ട്. പുള്ളി മലേഷ്യയിൽ സിംഗപ്പൂരിലൊക്കെ ഡോക്ടറായിട്ട് വന്നിട്ട് കൊല്ലത്ത് വന്നതായിരുന്നു ആദ്യമായിട്ട്. പുള്ളിയാണ് ആ അസുഖം ഡിക്റ്റേറ്റ് ചെയ്യുന്നത്, സ്വിമ്മർ പപ്പി സിൻഡ്രോം. എന്നിട്ട് ഡോക്ടർ രാജു എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ കുറച്ച് ഹോമിയോ മരുന്നൊക്കെ തന്നിട്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നെർവിന് പറ്റിയ പ്രശ്നമാണ്, മാറ്റിയെടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ മരുന്ന് പുള്ളിക്കാരൻ തന്നു. അതൊരു കുറച്ച് നാൾ കൊടുത്തുകൊണ്ടിരുന്ന് ഒരു 3 ആഴ്ച 1 മാസമൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു ദിവസം ഞാൻ ഷെൽട്ടർ തുറന്നകത്ത് എല്ലാം നേരത്ത് അയാൾ കൂട്ടി നിന്ന് എണ്ണിറ്റ് നിൽക്കുന്നു. അങ്ങനെ ആ ഒരു സന്തോഷം ഭയങ്കര. ആ പാരലൈസായ അവസ്ഥയിൽ നിന്നിട്ട് നമ്മളെ കണ്ട് ചാടി ഓടി ഇങ്ങനെ നടന്നു വരുന്ന ഒരു ഫീല് പറഞ്ഞറിയിപ്പിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഡോഗ് വാക്കർ എന്നൊക്കെ പറഞ്ഞ സിറ്റുവേഷൻ പുറത്തെ സ്റ്റേറ്റിലൊക്കെ ഉണ്ട്, ഡോഗ് വാക്കർ. ഇപ്പം ഞാനിപ്പോൾ ഒരു വീട്ടിലൊരു ഡോഗിനെ കാണുന്നു, അപ്പോൾ ആ ഡോഗിനെ ഒന്ന് പരിചരിക്കണം എന്നുണ്ടെങ്കിൽ എനിക്കൊരു ഡോഗ് വാക്കറിനെ അപ്പോയിൻറ്റ് ചെയ്യാം. അയാൾ വരുന്നു, ഡോഗിനെ നടത്തുന്നു. കാരണം അവിടുത്തെ അച്ഛനും അമ്മയ്ക്കും ഒരു പക്ഷേ അതിനെ നടത്താനോ നോക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയാണ്. ഇവനെ കൊണ്ട് കളയാനും വയ്യാത്തൊരവസ്ഥയിലാണ് ഈ 24/7 365 ദിവസവും ഈ കൂട്ടിലിട്ടിരിക്കുന്നത്. നികൃഷ്ടമായ ഒരു കാര്യമാണ് അതിൽ കിടന്ന് തൂറുക പെടുക്കുക എന്നൊക്കെ പറയുന്നത്. പക്ഷേ അതിനൊരു സൊല്യൂഷനായിട്ട് ഈ ഡോഗ് വാക്കിംഗ് സിസ്റ്റം കേരളത്തിലുണ്ടോ? ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്, നമ്മുടെ ഈ എറണാകുളം പോലെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ അങ്ങോട്ടൊന്നും വന്നിട്ടില്ല. ബാംഗ്ലൂർ സൈഡിൽ, മുംബൈ, ഡൽഹി ഒക്കെ അങ്ങനെ ഉണ്ട്. ഒരു നല്ലൊരു ഇൻകം കിട്ടുന്ന ഒരു സെക്ഷനും കൂടിയാണ്. അപ്പം ജോലി സാധ്യതയൊക്കെ കിട്ടുന്ന ഒരു സാധനം. യങ് സ്റ്റാർട്ടൊക്കെ ഇരിക്കുന്നവർക്കൊക്കെ ആണായാലും പെണ്ണായാലും ഒരു വെബ്സൈറ്റോ ഇല്ലെങ്കിൽ ഒരു ഗൂഗിൾ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട്, ഇപ്പം ചേട്ടൻ പറഞ്ഞ കണക്ക് NRI മക്കളായിരിക്കും, അച്ഛനും അമ്മയും വീട്ടിൽ കാണത്തുള്ളൂ. ഇവർ ഒരു 5-6 വർഷം മുമ്പ് വാങ്ങിച്ചു കൊടുത്ത പെറ്റ് വീട്ടിൽ കാണും. ഇവരെങ്ങ് ഗൾഫിൽ പോകും. അച്ഛനമ്മ മാത്രം പ്രായമുള്ളവർക്ക് ചിലപ്പം പിടിച്ച് നടത്തിക്കാൻ പറ്റത്തില്ല, അവർ മറിഞ്ഞടിച്ച് വീഴും. അങ്ങനെയുള്ള അവസ്ഥയിൽ ഇതിനെ കൂട്ടിലിട്ടേക്കും. കൂട്ടിയിട്ട് തന്നെ ഓസിട്ട് ഇതിൻ്റെ കൂടെല്ലാം ക്ലീൻ ചെയ്യും. വളരെ മുഷിഞ്ഞ് ഈ തീട്ടത്തിലൊക്കെ അളിച്ച് വാരി പുഴുവായി പഴുത്ത് അളിഞ്ഞ് അവസ്ഥയിൽ ചാവുന്ന അവസ്ഥ വരെ എത്തും. ആശുപത്രി കൊണ്ടുപോകാൻ പോലും ചിലപ്പോൾ ആൾക്കാർ കാണത്തില്ലായിരിക്കും. അപ്പോൾ നമ്മൾ വീട്ടിൽ പോയി ട്രീറ്റ് ചെയ്യുന്നതുണ്ട് നമുക്ക്. അപ്പോൾ നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഈ ഓണർ പട്ടിയെ പിടിക്കത്തില്ല, പട്ടി കടിക്കാനായിട്ട് അഗ്രസീവായിട്ട് നിൽക്കുമായിരിക്കും. അപ്പോൾ അവർ പിടിക്കത്തില്ലെന്ന് പറയും. അപ്പോൾ നമ്മൾ ഇത് ഇഞ്ചക്ഷൻ എടുക്കണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് തലേന്ന് പിടിച്ചു തരാൻ പറയും. പക്ഷെ അത് അവർക്ക് പറ്റത്തില്ല. അത് മോനായിരുന്നു നോക്കിയത്, അവനങ്ങ് പോയി. ഇപ്പോൾ ഇത് വെറുതെ കൂട്ടിലിങ്ങനെ കിടക്കുമായിരിക്കും. അപ്പോൾ അതിനൊരു മൂവ്മെൻറ്റ് നിർബന്ധമായിട്ടും വേണ്ടേ? അത് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ആശുപത്രിയിൽ തന്നെ ഒരു അറ്റൻഡർ, തൂപ്പുകാരി, ഒരു വെറ്റിനറി ഡോക്ടർ, അതിനപ്പുറം ഒരു നേഴ്സ് എന്ന് പറഞ്ഞൊരു പൊസിഷൻ വന്നിരുന്നെങ്കിൽ ഈ പറഞ്ഞ ഒരു ബുദ്ധിമുട്ടുകൾ മാറി കിട്ടിയേനെ. ഒരു ആനിമൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഒരാൾ വേണം. കൊല്ലം ഡിസ്ട്രിക്ട് വെറ്റിനറി ആശുപത്രിയിൽ തന്നെ ഒരു എക്സ്റേ എടുക്കാനായിട്ട് പ്രായമുള്ള അച്ഛനും അമ്മയായിരിക്കും വരുന്നത്. ഈ ഡോഗിൻ്റെ കാലും കൈയൊക്കെ പിടിച്ച് കിടത്തി അനങ്ങാതെ കിടക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അച്ഛനമ്മയ്ക്ക് ചിലപ്പോൾ പിടിക്കാൻ പറ്റത്തില്ല. പട്ടി തിരിഞ്ഞ് ചിലപ്പോൾ തിരിച്ച് കടിക്കുകയൊക്കെ ചെയ്യും. അവർക്ക് കാല് ഒടിഞ്ഞിരിക്കുന്ന വേദന എടുക്കുന്ന സമയത്ത് അവർ പേരൻസിനെ നോക്കത്തില്ല, ചിലപ്പം കടിക്കും അത്. അപ്പം നല്ലോണം റിസ്ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഹാൻഡലറിനെ ഈ ഹോസ്പിറ്റലിൽ നിർത്തി കഴിഞ്ഞാൽ അത് വളരെ സുഖകരമായിട്ട് ചെയ്യാൻ പറ്റും. ഇതിന് ഡോക്ടറിൻ്റെ ഞാൻ വരാൻ പറയുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, ഡോക്ടറെ ഞാനിപ്പോൾ ഇവിടുത്തെ കേരളത്തിലെ ഹോസ്പിറ്റലുകളിൽ എൻ്റെ ഡോഗുമായിട്ട് പോയിട്ടുണ്ട്. ഇവിടുത്തെ ഡോക്ടേഴ്സിന് അത്രയും വലിയൊരു അറിവുണ്ടോ എന്ന് എന്നോട് ചോദിച്ചാൽ ഇല്ല എന്ന് ഞാൻ പറയും. കാരണം എൻ്റെ കാര്യമാണ് പറയുന്നത്. കാരണം ഞാൻ സിംബയായിട്ട് എറണാകുളം ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് CT സ്കാൻ എടുക്കണം, MRI എടുക്കണം എന്ന് പറയുകയും എൻ്റെ ഡോഗ് നിന്ന ഡോഗ് കിടക്കുന്ന ഡോഗ് വാലാട്ടുന്ന നിർത്തുകയും മരണത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്നേഹസമ്പന്നനായ ആ ഡോക്ടർ എന്നോട് പറഞ്ഞു സെസ്നയിലേക്ക് വിളിക്കാൻ പറഞ്ഞു. ഞാൻ സെസ്നയിലേക്ക് വിളിക്കുന്നു. എനിക്ക് ആക്ച്വലി അവർ 24 hours കഴിഞ്ഞിട്ടൊക്കെ ഇത് ഒബ്സർവേഷനൊക്കെ കഴിഞ്ഞിട്ട് CT സ്കാൻ ചെയ്യത്തുള്ളൂ. ഞാൻ വിളിച്ച് സംസാരിച്ചതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ഡോഗുമായിട്ട് ചെല്ലാൻ പറഞ്ഞു. അന്ന് രാത്രി തന്നെ ദേവയ്ക്കറിയാം, ഞാൻ ടാക്സി എടുക്കുന്നു. ഞാൻ എറണാകുളത്ത് നിന്ന് നേരെ ബാംഗ്ലൂരിലേക്ക് ഒരു നേഴ്സിനെ, ഇവിടുന്ന് ഒരു നേഴ്സിനെ, ഡോഗിനെ നോക്കുന്നൊരു നേഴ്സുമായിട്ട് ഞാൻ പോവുകയാണ്.
ചെന്ന് അവിടെ ചെല്ലുന്നു, CT ചെയ്തില്ല, MRI ചെയ്തില്ല. ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് കൊണ്ട് അവർ ഡോഗിൻ്റെ പ്രോബ്ലം അനലൈസ് ചെയ്യുന്നു, ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. അടുത്ത ദിവസം തൊട്ട് എൻ്റെ ഡോഗ് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നു. ഓക്കെ, എൻ്റെ ഡോഗ് റിക്കവർ ചെയ്യാൻ തുടങ്ങുന്നു. അതിൽ ഫോട്ടോസ് എല്ലാവരും എനിക്ക് അയച്ചു തന്നുകൊണ്ടിരുന്നു. അപ്പോൾ താങ്കൾ പറയുന്നതെല്ലാം അവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, ഇവിടുത്തെ ഡോക്ടറിന് അത് കണ്ടുപിടിക്കാനോ മെഡിസിൻ തരാനോ ഒന്നും പറ്റിയില്ല. അതിനുശേഷം ഇവിടുത്തെ മറ്റൊരു ഡോക്ടറെ പറ്റി വാതോരാതെ ഞാൻ കേൾക്കുകയാണ്. മനസ്സിലാവുന്നില്ല, ആ ഡോക്ടർ സംഭവമാണ്, ഭയങ്കര ഇതാണ്. അതും കൊച്ചിയിലുള്ളൊരു ഹോസ്പിറ്റലാണ്. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു, ഇനിയിപ്പോൾ ആ ഡോക്ടറെ അടുത്ത് കാണിക്കാത്തത് കൊണ്ടാണോ എൻ്റെ ഡോഗിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞ് ഏകദേശം വലിയ ബില്ല്, ഏകദേശം 2 ലക്ഷം രൂപയോളം ബില്ലായെങ്കിൽ പോലും അവിടുത്തെ പവൻ ഡോക്ടർ എനിക്ക് ഫുൾ കൺസേണാണ് തന്നത്. എനിക്ക് കൺസേണും ഡിസ്കൗണ്ടും ഒക്കെ തന്നു. എങ്കിലും അവനെ രക്ഷിച്ച് ഞാൻ തിരിച്ചു കൊണ്ടുവന്നു. കാരണം എൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത് മറ്റൊരു ഹോസ്പിറ്റലിൽ ഡോക്ടർ ഭയങ്കര സംഭവമാണ്. അപ്പം ഞാൻ തിരിച്ചു കൊണ്ടുവപ്പോൾ അവിടെ ഒന്ന് കയറിയിട്ട് പോവാം എന്ന് പറയും. എൻ്റെ ഡോഗ് അങ്ങോട്ട് ചെല്ലുമ്പോൾ അവൻ ഒരു വിധത്തിലും സമ്മതിക്കാതെ അവനൊരു വിധത്തിൽ അവിടെ കിടക്കാൻ താല്പര്യമില്ല. അവൻ വന്നിരിക്കുന്നത് സെസ്നേന്നാണ്. അങ്ങനെ ഞാൻ പാടാ നീ പുറത്ത് വന്ന് മൂത്രം ഒഴിച്ചാൽ നിന്നെ വീട്ടിൽ കൊണ്ടുപോകാമെന്ന് പറയുന്നു. അവൻ പുറത്ത് വന്നിരിക്കുന്നു, മൂത്രം ഒഴിക്കുന്നു. ഞാൻ അവനെയും കൊണ്ട് വീട്ടിൽ പോകുന്ന സീനൊക്കെയാണ്. എന്നിട്ട് അവനൊരു വേറൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ പിന്നെ 2 ദിവസം കഴിയുമ്പോൾ ഡെവലപ്പായിട്ട് ഞാൻ ഈ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു കൊണ്ടുവരുമ്പം ദേവ പറഞ്ഞെടുത്താണ് ഞാൻ രാത്രി കാണുന്നത്. അതായത് ഞാൻ ഇത്രയും പൈസ ചിലവാക്കി കൊണ്ടുവന്ന ഈ ഡോക്ടറെ അടുത്ത് ഞാൻ അഡ്മിറ്റ് ചെയ്യാണ്. ഡോക്ടർ അതായത് ഒരു ICU പേഷ്യൻ്റാണ്. അവിടെ ഞാൻ കാണുന്നത് അവിടുത്തെ ന്യൂസ് പേപ്പർ വെച്ച് എൻ്റെ ഡോഗിനെ തുടയ്ക്കുന്നതാണ്. ഞാൻ ആ പേര്, ഹോസ്പിറ്റലിൻ്റെ പേര് ഈ പോഡ്കാസ്റ്റിൽ പറയാത്തത് എൻ്റെ മാന്യതയാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? എന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ടവൽ കൊണ്ടുവന്ന് ഞാൻ അവനെ കുളിപ്പിക്കുകയാണ്. മൂത്രത്തിൽ കിടക്കുന്ന എൻ്റെ ഡോഗിൻ്റെ കാര്യം അവിടുത്തെ ഡോക്ടറോട് ചോദിക്കാൻ പറഞ്ഞത് മെഡിസിനാണ്. മനസ്സിലായില്ലേ? അപ്പം ഒരു മനസാക്ഷിയും ഇല്ലാണ്ട് ഇതിനെ ബിസിനസ്സായിട്ട് കാണുന്ന ഇവളന്മാർ വല്ല ഇറച്ചി വെട്ടാൻ പോകണം ഇവന്മാർ. അതല്ലാണ്ട് ഈ പണിക്ക് ഇറങ്ങരുത്. ഞാൻ പറഞ്ഞു മനസ്സിലായി. അന്ന് അവിടുന്ന് എൻ്റെ ഡോഗിൻ്റെ ശവവുമായിട്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത്. മനസ്സിലായില്ലേ? എന്നിട്ട് എനിക്ക് ഹെലികോപ്റ്ററിലോ ഇല്ലെങ്കിൽ ഞാൻ ആംബുലൻസിലോ എൻ്റെ ഡോഗിനെ ബാംഗ്ലൂർ എത്തിച്ചിരുന്നെങ്കിൽ അവൻ രക്ഷപ്പെട്ടാന്. അപ്പോഴും അവിടുത്തെ ഡോക്ടർ പറയുന്നത് ഇവൻ മരിച്ചുകൊണ്ടായിരുന്നു, ഇത് എങ്ങനെ രക്ഷപ്പെട്ടെന്നാണ്. കാരണം നിന്റെ അറിവില്ലായ്മ അടിച്ചേൽപ്പിക്കരുത്. ഇപ്പം ഡോക്ടറാണെങ്കിലും ശരി, ഡോക്ടറിനെ അനലൈസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ആ സ്പോട്ടിൽ റെക്കമെൻഡ് ചെയ്യുക. അല്ലാണ്ട് ആ മരിച്ചതിന് ശേഷവും അവിടുത്തെ ബില്ലിങ് ക്ലിയർ ചെയ്തിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ എനിക്ക് പിന്നെയും ബെറ്ററായിട്ട് തോന്നിയത്, ആ പേര് ഞാൻ പറയും, പിന്നെയും ബെറ്ററായിട്ട് തോന്നിയത് എനിക്ക് പെട്രസ്റ്റാണ്. കാക്കനാട് പെട്രസ്റ്റ് എനിക്ക് പിന്നെയും ബെറ്ററായിട്ട് തോന്നി. അവിടുത്തെ ഡോക്ടർ വളരെ സപ്പോർട്ടീവായിരുന്നു, വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. അയാൾക്ക് അറിയില്ലായിരുന്നു, എന്നിട്ടും അദ്ദേഹമാണ് എനിക്ക് സെസ്ന റെഫർ ചെയ്തത്. പക്ഷേ ഈ രാത്രി 12 മണിക്കും 2 മണിക്കും ഡോക്ടർ പവൻ എന്നെ ഈ രണ്ടാമത് ഈ നാട്ടിലുള്ള കൊച്ചിയിലുള്ള എല്ലാവരും പറഞ്ഞ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കിടത്തുമ്പോൾ ഡോക്ടർ പവൻ ലൈനിൽ നിന്നുകൊണ്ട് മെഡിക്കേഷൻ പറഞ്ഞു കൊടുക്കുക. അപ്പോഴും അയാൾക്ക് മറ്റൊരു പട്ടി ചത്തു പോകുന്നു, അത്രയേ ഉള്ളൂ. ബാക്കിയുള്ള ഡോഗ്സ് വെയിറ്റിങ്ങിലാണ്. ഇതിനെ വാങ്ങിച്ച് കഴിയുമ്പോൾ കാശുള്ളവന് പിന്നെ കുന്തളിപ്പാണ്. മരിച്ചു പോയാലെന്തുവാ, ജീവിച്ചിരുന്നാലെന്തോ. ഇതിനെയൊക്കെ പ്രണയിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന എത്ര പേരുണ്ട് ദേവ. ഇപ്പം 2-3 സ്ഥലത്ത് CTയും MRIയും ഒരു ടൈപ്പിൽ ചെയ്യുന്നുണ്ട് എറണാകുളത്ത്. എനിക്ക് ഹ്യൂമൻ ഇതിലോട്ട് റെഫർ ചെയ്തിട്ട് അവിടെ അവർ ടൈപ്പ് ഉണ്ട്, അവിടെ ചെയ്തിട്ട് അവർക്ക് റിപ്പോർട്ട് അയക്കും. അതൊക്കെ ജനങ്ങൾ അറിയണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പാലക്കാട് വരെ അന്വേഷിച്ചു, തിരുവനന്തപുരം ആരുമില്ല. ഞാൻ പിന്നെ ബാംഗ്ലൂർ കൊണ്ടുപോയാൽ ചെയ്തു. അന്ന് നേരത്തെ ചെയ്തിരുന്നെങ്കിൽ എൻ്റെ ഡോഗിനൊന്നും സംഭവിക്കില്ല, ഞാൻ പറയുക. അപ്പോൾ ഇവിടെ ഉള്ള ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് പോലും നിങ്ങളിതൊക്കെ ഒരു കച്ചവടമായി കാണുന്നുണ്ടെങ്കിൽ ആ പൈസ വീട്ടിൽ കൊണ്ടുപോയി നിങ്ങൾക്ക് ഉതകുമോ? ഇതിനാണ് നിങ്ങളെ മക്കളുടെ ഫ്യൂച്ചർ ബിൽഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം ദേവ. കാരണം ബാക്കിയുള്ള പൈസ കണക്കല്ല ഈ ഭക്ഷണം കൊടുക്കുന്നതും ഈ ജീവജാലങ്ങളെ കൂട്ടിലിടുന്നതും അല്ലേ. അപ്പോൾ പ്രത്യേകിച്ചും പട്ടികളെ, ഡോഗ്സിന്. അപ്പോൾ താങ്കൾ പറയുന്നു ഇവിടുത്തെ ഗവൺമെൻറ്റിന് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ വല്ല പ്രൈവറ്റ് കമ്പനിയായിട്ട് സൈനപ്പ് ചെയ്യണം. ദേവ ചെയ്യേണ്ട ഒരു മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഡോഗ് വാക്കിംഗ് എന്ന് പറയുന്ന ഒരു ഭയങ്കര ആർട്ടാണ്. 5 ഡോഗ്സിന് ഒരുത്തൻ ഒരു രാവിലെ പോയി വാക്ക് ചെയ്യണം, അത്ര വൈകുന്നേരം ഒന്ന് വാക്ക് ചെയ്യണം. എത്രയോ പണിയില്ലാണ്ട് തേരാപ്പാൻ നടക്കുന്ന പിള്ളേരുണ്ട്. വേറെ പണിയോട് ചിലപ്പോൾ പറയും വീട്ടുകാർ, വരുന്ന വഴിക്ക് പാലും ഒക്കെ വാങ്ങിച്ചോണ്ട് ഞാൻ പറയും ചിലപ്പോൾ. ഈ ബാംഗ്ലൂരൊക്കെ ഡോഗ് വാക്കർ ഉണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയാറുണ്ട്, എൻ്റെ 10-15 വോളണ്ടിയേഴ്സ് ഉണ്ട്. അവർക്ക് പലപ്പോഴും ജോലി സാധ്യത ജോലി ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടെ ജോലി ഒത്തിരി സാധ്യതകളുണ്ട്. ഇല്ലേ? ഒത്തിരി ഒരു ഡോഗിനെ ഒത്തിരി ഉണ്ട്. ഡെയിലി 500 രൂപ വാങ്ങിക്കുന്ന വെച്ചാൽ 300 രൂപ വാങ്ങിക്കുന്ന വെച്ചാൽ 2 നേരം അവനെ വാക്ക് ചെയ്യണം. പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്ന തന്നെ വലിയ നല്ലൊരു ബിസിനസ്സാണ് അല്ലേ. ആശുപത്രി കൊണ്ടുപോകാനായിട്ട് വീർപ്പൂട്ടി നിൽക്കുന്ന ഒത്തിരി പേരുണ്ട്.
നമ്മൾ പറയുമ്പോൾ വണ്ടികളിൽ ഓട്ടോകളിൽ പട്ടിയെ കയറ്റാത്തവർ പലരും ഓട്ടോകളിൽ ഒത്തിരി പേര് കയറ്റത്തില്ല. അപ്പം ഈ യങ്ങേഴ്സ് ആട്ടോ അല്ലെങ്കിൽ പ്രായമുള്ളവർക്കോ പട്ടിയെ പേടിയില്ലാത്തവർ സ്നേഹമുള്ളവർക്ക് ഇതിനെ അവരെ വണ്ടിയിൽ കയറ്റി അതിനുള്ളൊരു ചെറിയൊരു ഫെയർ മേടിക്കാം. അവർക്കൊരു എക്സ്ട്രാ ഫെയർ അതിന് വാങ്ങിക്കാം. പിന്നെ ആശുപത്രിയിലുള്ള ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അത്രയും നേരം കൂട്ടു നിൽക്കാം. ഇതൊക്കെ ഒരു ഇൻകം അതിനകത്ത് കിട്ടുന്നത്. ഇതിനകത്ത് ഇൻകം എന്ന് പറയുന്നത് ഇപ്പം അടിസ്ഥാനപരമായി ഞാനിപ്പോൾ ഒരാളെ വിളിച്ചെന്ന് വെച്ചു, ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം, 1000 രൂപ വാങ്ങിക്കേണ്ടടുത്ത് 5000 രൂപ വാങ്ങിക്കുന്നത്. അപ്പം നമുക്കും ഇത് അറിയാം, അത് മോശമാണ്. അവൻ്റെ അവസ്ഥയെ നമ്മൾ ചൂഷണം ചെയ്യാൻ പാടില്ല. റീസൺ എനിക്ക് സംഭവിച്ചൊരു കാര്യം ഞാൻ ദൈവമെടുത്ത് പറഞ്ഞായിരുന്നു. വല്ലവരുടെ ഒരു ഡോഗിനെ ഞാൻ കണ്ടിട്ട് വിളിച്ചുകൊണ്ട് പോയി ഒന്ന് കുളിപ്പിച്ച് കൊണ്ടുപോടാ എന്ന് ഞാൻ പറയുന്നത് അടിസ്ഥാനപരമായി എനിക്കറിയാം ഒരു 1000 റുപ്പീസ് എക്സ്പെൻസസിൽ ആ കാര്യം കഴിയും. നീ എടുത്തോ, 3000 രൂപയാണ് എനിക്ക് ബില്ല് തന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് അതിനകത്ത് പെറ്റ് ലവിങ് എന്ന് പറഞ്ഞൊരു മനസ്സും കൂടി ആ ജോലി ചെയ്യുന്നതിന് വേണം. ഇല്ലെങ്കിൽ തീർന്നു. അവൻ ആ രോഗിയെ അവൻ്റെ ഡോഗായിട്ട് കാണണം. അങ്ങനെ എത്ര പേരുണ്ട് ദേവ? ഈ ഡോഗ്സിൻ്റെ പല രോഗങ്ങൾക്കും ഇവിടെ തരുന്ന മെഡിസിൻ ശരിയല്ല, കറക്റ്റല്ല. നിങ്ങളുടെ ഡോഗിനെ പറ്റി, നിങ്ങളുടെ ഡോഗ് ക്രിട്ടിക്കലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കേരളത്തിൽ ചികിത്സിക്കരുത്. ഞാൻ ഇത്രേ പറയും. ഒരു പരിധി വരെ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് ഡോക്ടർ. ഞാൻ ഡോക്ടറെ വെല്ലുവിളിക്കുന്നതൊന്നുമല്ല. ഒരു പരിധി വരെ ഇപ്പോൾ എൻ്റെ സെർവിക്കൽ ഇഷ്യൂ വന്ന ഡോഗിനെ ഞാൻ കൊച്ചിയിലാണ് പലയിടത്തും ചെക്ക് ചെയ്തത്. എന്നിട്ട് അവർക്കൊരു CT MRI ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല. പിന്നെ അടിസ്ഥാനപരമായി അങ്ങനെ ഒരു ഡോഗിനെ മരിക്കാൻ വിടുക എന്നുള്ളതായിരിക്കാം കേരളത്തിൽ സംഭവിക്കുന്നത്. ഇപ്പോൾ ഞാൻ കൊല്ലത്ത് ഒരു ഇത് പറയാം. കൊല്ലത്ത് ഇപ്പോൾ നമ്മളൊരു CT സ്കാൻ ഇൻസ്റ്റാൾ ചെയ്തെന്ന് വെച്ചോ, പ്രൈവറ്റ് ആയിട്ട്. ഗവൺമെൻറ്റിലാണ് അത് ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. സത്യം പറഞ്ഞാൽ ഗവൺമെൻറ് അത് ഇൻസ്റ്റാൾ ചെയ്താൽ നല്ലതാണ്. പ്രൈവറ്റ് ആയിട്ട് നമ്മൾ ഒരു CT സ്കാൻ ഇൻസ്റ്റാൾ ചെയ്യാൻ 1 കോടി അടുപ്പിച്ച് ചിലവ് വരും, ഫുൾ അതിൻ്റെ ഇത് ശരിയാക്കി എടുക്കാൻ. അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്താൽ നമുക്ക് അതിനുള്ള കേസ് വരത്തില്ല. അപ്പം വർഷത്തിൽ ഒരു കേസേ വരത്തുള്ളൂ. അപ്പോൾ ഈ പൈസയുടെ ഒരു പ്രശ്നമാണ് സത്യം പറഞ്ഞാൽ. അവിടെ സ്പെൻഡ് ചെയ്യാൻ ആൾക്കാർ അതിനനുസരിച്ച് ഇപ്പോൾ സാറ് ചെയ്ത പോലെ എല്ലാവരും ചെയ്യൂല. അതാണ് ഇതിനകത്ത് ഈ ഫെസിലിറ്റി കൂടുതൽ വരാത്ത. ഇപ്പോൾ ആൾക്കാർ അതിന് സ്പെൻഡ് ചെയ്യാൻ റെഡി ആകുമ്പോൾ കൂടുതൽ ആൾക്കാർ സ്പെൻഡ് ചെയ്യാൻ റെഡിയായ ഡോക്ടറെ ഇവിടെ ഇപ്പം ഈ ഹോസ്പിറ്റലെല്ലാം ഇല്ല, ഇപ്പം തിയേറ്റർ നമുക്ക് എടുക്കാം. തിയേറ്റർ 3 രൂപയായിരുന്നു ടിക്കറ്റ്, പിന്നെ 7 രൂപ, പിന്നെ 10 രൂപ. ഓർമ്മയുണ്ടോ എനിക്ക് കുട്ടിക്കാലത്ത്? ഇന്ന് 1000 രൂപ ഒരു സിനിമ കാണാൻ. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ഡോഗ്സിനെ കൊണ്ട് ആൾക്കാർ അവിടെ എത്തും. ആ കാറ്റഗറി ഉള്ളവരില്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പണയം വെച്ചിട്ടെങ്കിലും വന്ന് ചികിത്സിക്കും. എത്ര ദൂരെ നിന്നാണെങ്കിലും എനിക്കറിയാവുന്നവര് ഈ റെസ്ക്യൂലൊക്കെ വിളിക്കുന്ന അവർക്ക് താമസിക്കാനായിട്ട് ഒരു കൂര മാറ്റാൻ പോലും പൈസ ഇല്ലാത്തവരായിരിക്കും. വീട്ടിൽ പാത്രങ്ങളോ മേൽക്കൂരകളോ അങ്ങനെയുള്ളവരാണ് പൈസ ചെലവാക്കുന്നത്. ഇല്ലാത്തവർ അവരാണ് സത്യത്തിൽ റെസ്ക്യൂ നിന്നാ മോനെ നീ കൊണ്ടുപോയില്ലേ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഇന്ന് 200 500 കൈ വെച്ചോ എന്നൊക്കെ പറഞ്ഞ് അവർ തരും. പക്ഷേ നമ്മളെ പലരും കുറച്ച് ലക്ഷറി ജീവിതം ജീവിക്കുന്നവരുണ്ട്. ജസ്റ്റ് കറക്കി കുത്തി വിളിച്ചിട്ട് നിങ്ങൾ കൊണ്ടുപോയി എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, പിന്നെ അവർ മൈൻഡ് ചെയ്യത്തേയില്ല. അപ്പം ഞാൻ കണ്ടിട്ടുള്ളത് സ്നേഹവും ഉള്ളിടത്ത് അവർ ആ ഇൻകം ഒന്നും നോക്കാതെ അതിനുവേണ്ടി ചികിത്സിക്കാൻ വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങുന്നവർ കുറച്ച് ലോ ക്ലാസ്സിലുള്ളവരാണെങ്കിൽ പോലും അതിന് ഒരു മനസ്സ് കാണിക്കുന്നുണ്ട്. അവർ കുറച്ച് പ്രീമിയം ഇല്ലേ കാശുള്ളവരൊക്കെ ആണെങ്കിൽ ഇതില്ലെങ്കിൽ അടുത്ത രോഗ് 10,000 രൂപ എടുത്തൊരു പുതിയ ഒരെണ്ണത്തിനെ അങ്ങ് മേടിക്കാം, അത് പോട്ടെ എന്ന് വിചാരിക്കും. അങ്ങനെ സെയിം പേര് വിടും. ഭയങ്കര സ്നേഹമാണല്ലേ അല്ലേ? ഈ ഡോഗും ഒരു ജീവൻ തന്നെയല്ലേ അല്ലേ? അപ്പോൾ ഇത് മരിച്ചു പോകുന്നതായാലും ജീവിക്കുന്നതായാലും ഇതിൻ്റെ രജിസ്റ്റർ ചെയ്യുക, ഇതിനൊരു പാരൻറ്റിങ് ചെയ്യുക, ഇങ്ങനൊരു ആർട്ട് കേരളത്തിലും വരണ്ടേ? സത്യമാണ്. ഇപ്പം കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് തമിഴ്നാട്ടിൽ നമ്മളെ കാട്ടി ലിറ്റററി നമ്മുടെ നാട്ടിൽ 2 മക്കളുണ്ട്, 2 പേരെ നമ്മൾ ഡിഗ്രി വരെ പഠിപ്പിക്കും. അവിടെ അത്രയും പോലും വിദ്യാഭ്യാസം കൊടുക്കാനായിട്ട് സാധിച്ചു. അങ്ങനെയുള്ള നാട്ടിൽ കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് എല്ലാ ഡോഗ്സിനും ചിപ്പും വാക്സിനേഷൻ സർട്ടിഫിക്കറ്റും കോർപ്പറേഷനിൽ നിന്നിട്ടുള്ള ടാഗും അവരുടെ നമ്പർ ഉൾപ്പെടെയുള്ള ടാഗ് അവിടെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നമ്മുടെ നാട്ടിൽ ഇത്രയും സിസ്റ്റം മോഡേൺ സിസ്റ്റം ആയിട്ട് പോലും ഒരു ചെറിയ പേപ്പറിനകത്ത് എന്തെങ്കിലും എഴുതിയും കൊടുക്കും ഇതാണ് ലൈസൻസ് എന്ന്. ഈ ഡോഗിനെ ഞാൻ ഇന്നലെ മെനിഞ്ഞാന്ന് പോയിട്ടൊരു ഡോഗിനെ റെസ്ക്യൂ ചെയ്തായിരുന്നു. ഒരു തേക്കിൻ്റെ ചൂട്ടിക്കൊണ്ട് 2 ലേഡീസ് കെട്ടിയിട്ടിട്ട് പോയി. ആ ഡോഗിന് പക്ഷേ ഒരു ചിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഇല്ലെങ്കിൽ ടാഗ് ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ഓണറിനെ കണ്ടെത്തിയിട്ട് ഒരു 5000 ഫൈൻ മേടിക്കുമായിരുന്നു. ഈ ടാഗ് ആണെങ്കിലും സാർ അത് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും, എടുത്ത് കളയാൻ പറ്റും. നമുക്ക് ഈ ചിപ്പ് നമ്മളിപ്പോൾ ഒരു ഡോഗിനെ ഇപ്പോൾ ദുബായിലോ പുറത്ത് കൊണ്ടുപോകണം, അപ്പോൾ മൈക്രോ ചിപ്പ് വേണം എന്ന് വെച്ചാൽ ഈ വാക്സിൻ എടുത്ത ഈ ഡോഗ് ഇതാണെന്ന് അറിയിക്കാൻ നമുക്ക് സ്കാൻ ചെയ്താൽ കിട്ടും. അത് ചെറിയൊരു അരിമണിയുടെ അത്രയുള്ള ചിപ്പാണ്, സ്കിന്നിനകത്ത് പോകുന്നത്. അപ്പോൾ സ്കാൻ ചെയ്താൽ ഇവർക്ക് ഈ ഡോഗിൻ്റെയാണ് ഈ വാക്സിനേഷൻ കാർഡ്. വാക്സിനേഷൻ കാർഡിലെ ബാർകോഡും ഈ സ്കാൻ ചെയ്യുമ്പോഴും മാച്ച് ആവും. ഇത് കേരളത്തിലെ എല്ലാ ഡോഗിനും നിർബന്ധമാക്കിയത്. ഇപ്പോൾ ഞാൻ വീട്ടിലൊരു പട്ടിയെ വാങ്ങി, അപ്പോൾ അതിന് മൈക്രോ ചിപ്പ് വേണം. 1500 രൂപ എക്സ്പെൻസ് ഉള്ളൂ ഒരു മൈക്രോ ചിപ്പ് ചെയ്യാൻ. അത് വേണമെങ്കിൽ 1000 രൂപയ്ക്കാണെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ 1000 രൂപയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡോഗ് ഇന്ന ആളുടെ ആണെന്നുള്ള ആ ടാഗിൽ വരും. ആ ഡാറ്റ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ വേണം. ഇപ്പോൾ ഒരാൾ ഡോഗിനെ അഴിച്ചു വിട്ട് ഇപ്പോൾ നമുക്ക് കിട്ടി, നമ്മൾ സ്കാൻ ചെയ്താൽ അറിയാൻ പറ്റും ഇന്ന ആളുടെ. അപ്പോഴേ അതിനൊരു ഫൈൻ അടിച്ചാൽ മതി. ഇതിങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഇതിപ്പോൾ നമ്മൾ അറിയാതെ കൊണ്ട് കളഞ്ഞു കഴിഞ്ഞാൽ അത് ആരുടെ ഡോഗാന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ മിസ്സായി പോകുന്നവരുണ്ട്.
അതാണെങ്കിൽ ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഗേറ്റ് തുറന്ന് ഒറ്റ ഓട്ടോ, പിന്നെ ഓണർ വിളിച്ചാലും ചെറിയ സ്മോൾ ബ്രീഡ്സൊക്കെ ഉള്ളവർ, ഇന്ത്യൻ സ്പിറ്റ്സൊക്കെ വീട് വിട്ട് വെളി ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഓണർ വിളിച്ചാലും തിരിച്ചു വരത്തില്ല, ഇവർ ഓടി അങ്ങ് പോകും വഴി തെറ്റി. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ കയ്യിലോ അല്ലെങ്കിൽ പെറ്റ്സിനെ ഇഷ്ടപ്പെടുന്നവരെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് ഡിറ്റക്റ്റ് ചെയ്ത് ഓണറിനെ കണ്ടെത്താൻ പറ്റും. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു സംവിധാനം നമ്മുടെ കേരളത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഉപേക്ഷിക്കുന്നത് കുറയും, ഈ അബാൻഡൻ ആവുന്നതൊക്കെ ഒരു വിധത്തിൽ കുറയുകയൊക്കെ ചെയ്യും. പുറത്തെല്ലാം കമ്പൽസറി ആയത്, ഇവിടെ അത് കമ്പൽസറി ആക്കിയ ഇവിടെ പക്ഷേ വാക്സിനേഷൻ ഇപ്പോൾ കമ്പൽസറി, ആൻറ്റി റാബീസ് എടുക്കണമെന്നുള്ളത് കമ്പൽസറി, ലൈസൻസ് കിട്ടും. അതിൻ്റെ ഒപ്പം ഇപ്പോൾ ഒരാൾ പറയുകയാണ് എൻ്റെ ഡോഗ് വാക്സിനേറ്റഡാ എന്ന് പറഞ്ഞ് അവർക്കൊരു ബുക്കുണ്ട്, അവർ ആ ഡോഗ് ഡെഡായി ഒരു പുതിയ ഡോഗിനെ എടുത്ത്, ഇപ്പോൾ അതിൻ്റെത് ഈ ബുക്കാന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇവരുടെ വീട്ടിൽ 2 ഡോഗ് ഉണ്ടെന്ന് വെച്ചാൽ സപ്പോസ്, ഒരു ഡോഗിനെ ഒരു വാക്സിൻ എടുത്തോളൂ, ഈ ബുക്ക് മറ്റതിൻ്റെ ആണെന്ന് പറഞ്ഞാലും പ്രൂഫൊന്നുമില്ല. ഇപ്പോൾ മൈക്രോ ചിപ്പ് ചെയ്തത് കണ്ടുപിടിക്കാൻ പറ്റും. 2ന് 2 ബാർകോഡാണ്. അപ്പം മൈക്രോ ചിപ്പ് കൂടെ കമ്പൽസറി ആക്കിയാൽ പ്രശ്നം തീർന്നു. Stay tuned. You are in conversation with Deva and Dr. Arun Hari. This is Shine with Nalan. More informations and more communications is going to be continued soon. Welcome back. You are in conversation with Dr. Arun Hari and Deva the Rescuer. ഈ സ്ട്രീറ്റ് ഡോഗ്സിനെ ഇപ്പോൾ കൊന്നൊടുക്കണം, മറ്റേത് ചെയ്യണം, മറ്റേതാണ് അറ്റാക്ക് എന്നൊക്കെ പറയുന്നത്, എല്ലാം ഇപ്പോൾ വീട്ടിലെ ഡോഗിന് വരെ പേ വരുന്ന സിറ്റുവേഷനാണ് അല്ലേ ഡോക്ടർ? ശരിയല്ലേ? എന്താണ് ഈ സ്ട്രീറ്റ് ഡോഗ്സ് ഇത്രയും വലിയൊരു ഭീഷണിയാണോ? നമ്പർ 1, ഈ ഭീഷണി ആവാതിരിക്കാൻ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഒരു വീട്ടിൽ CCTV ക്യാമറയുടെ കൂടെ ഒരു നാടൻ പട്ടിയും കൂടെ വളർത്തി ഒരു നേരത്തെ ചാപ്പാടും കൊടുത്താൽ കുറച്ചും കൂടെ ബെറ്റർ ആവുകയും ചെയ്യും. ഈ പട്ടികളെല്ലാം നമുക്ക് ഉപയോഗപ്രദമാക്കി മാറ്റുകയും ചെയ്യാം. നമുക്ക് മാസം ശമ്പളമൊന്നും കൊടുക്കണമല്ലോ. ഇപ്പോൾ 15,000 12,000 രൂപ സാലറി കൊടുത്താൽ ഒരു സെക്യൂരിറ്റി രാത്രി ഇരുന്ന് ഉറങ്ങാൻ പോലും നമുക്ക് ഡ്യൂട്ടിക്ക് കിട്ടുന്നത്. അതിലും ഭേദം ഇവൻ രാത്രി വന്ന് കിടന്ന് 2 കുരയൊക്കെ കുരയ്ക്കുന്നത്. ഇങ്ങനെയുള്ള ജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? ഈ തെരുവുപട്ടിയുടെ ചരിത്രം നമ്മൾ ആദ്യം നോക്കാം. നമുക്ക് ജീവിക്കാൻ യോഗ്യമുള്ള സ്ഥലത്തായിരിക്കും നമ്മൾ ജീവിക്കുന്നത്. ഒന്നെങ്കിൽ നമുക്ക് ഭക്ഷണവും വെള്ളവും കിട്ടുന്ന സ്ഥലം, വസ്ത്രമൊക്കെ നല്ല വസ്ത്രമൊക്കെ ഇടാൻ പറ്റുന്ന സ്ഥലം, പിള്ളേരെ പഠിപ്പിക്കാൻ പറ്റുന്നൊരു സ്ഥലം, പിന്നെ ജോലി കിട്ടി സാമ്പത്തികം കിട്ടുന്ന സ്ഥലം. ഇങ്ങനെ സ്ഥലമായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത് നമ്മൾ ജീവിക്കാൻ വേണ്ടി. ഇല്ലെങ്കിൽ നമ്മൾ വല്ല ഗ്രാമപ്രദേശങ്ങളിൽ പോയി ജീവിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ വരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ നല്ല ഭക്ഷണങ്ങൾ വെച്ച് കഴിക്കും, നല്ല മണമുള്ള ഇറച്ചിയും കോഴിയൊക്കെ വെച്ച് കഴിക്കും. അപ്പോൾ ഈ നാടൻ ഡോഗ്സിന് എന്തുവാ, നല്ല സ്മെല്ലിംഗ് കപ്പാസിറ്റി ഉണ്ട്. ഇവർ 5 കിലോമീറ്ററുള്ള ഡോഗ് ഈ നല്ല മനുഷ്യൻ വയ്ക്കുന്ന ഇറച്ചി മീനിൻ്റെ വേസ്റ്റ് തിന്നാൻ വേണ്ടി ഇവർ വീട്ടുമുറ്റത്ത് വരുന്നു. അത് ഒരു പ്രധാനപ്പെട്ട കാരണം. എത്രയോ റിമോട്ടുള്ള ഏരിയകളിൽ പട്ടിയില്ല, അവിടെ ഭക്ഷണം കിട്ടാത്തതുകൊണ്ട് അവർ അവിടെ ജീവിക്കത്തില്ല. ഇവർക്ക് നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലത്ത് ഇവരെന്ത് ചെയ്യും, അവിടെ തമ്പടിക്കും, അവർ കുഞ്ഞുങ്ങളെ പ്രസവിക്കും. കുഞ്ഞുങ്ങൾക്ക് ഇവിടുന്ന് ഭക്ഷണം കിട്ടുന്നുണ്ട്. ഇവരൊരു വലിയൊരു ഗ്രൂപ്പായിട്ട് അവിടെ പിന്നെ വളരാൻ തുടങ്ങും. അപ്പോൾ ഡോഗ്സ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്ന് താമസിക്കുന്ന സമയത്ത് 3 കാറ്റഗറി ഡോഗ്സ് അപ്പം ഫോം ആവും. ഒന്ന് വളരെ കമ്മ്യൂണിറ്റി ഡോഗ്, നമ്മുടെ നാട്ടിൽ ഈ ചായക്കടയിലൊക്കെ വന്ന് കുണുങ്ങിയൊക്കെ നിൽക്കുന്ന സൂസൻ, സൂസി, മേരി എന്നൊക്കെ, സുഗു എന്നൊക്കെ പേരിട്ട് എല്ലാവരുമായിട്ട് യാതൊരു വിവേചനവും ഇല്ലാതെ എല്ലാവരുമായിട്ട് ഒരേപോലെ വാലാട്ടി സ്നേഹിക്കുന്നത്, അത് കടിക്കത്തേ ഇല്ല ഒരിക്കലും. രണ്ടാമത്തെ കാറ്റഗറി ഒരു മിഡിലായിട്ട് ഉള്ള ആൾക്കാർ, അവർ കുറച്ച് മൃഗങ്ങളുടെ അടുത്ത് മനുഷ്യരടുത്ത് കുറച്ച് സ്നേഹവും കുറച്ച് ദൂരെ നിന്ന് ഒത്തിരി അറ്റാച്ച്മെൻറ്റ് കാണത്തില്ല. ഒന്ന് കൈ കാണിച്ചാൽ ഓടിക്കളയും, മനുഷ്യരുടെ അടുത്തോട്ട് വരത്തില്ല. മൂന്നാമത്തെ കാറ്റഗറിയാണ് വൈൽഡ് നേച്ചറുള്ളത്. ഇവർ രാത്രി കാലങ്ങളിൽ മാത്രമേ റോട്ടിലോട്ട് ഇറങ്ങത്തുള്ളൂ, ഇല്ലെങ്കിൽ രാത്രി സമയത്ത് ഹണ്ട് ചെയ്യുന്നവരായിരിക്കാം. ഈ കോഴികളെയും പശുവിനെയും താറാവിനെയൊക്കെ കടിച്ച് തിന്നുന്ന നേച്ചറുള്ളവർ. ഈ 3 കാറ്റഗറി ഡോഗാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതിൽ ഏറ്റവും ശല്യം ഈ നടുക്കത്തെ കാറ്റഗറി ഉള്ളതാണ്. അവർക്ക് പകുതി മനുഷ്യരെ പേടിയും പകുതി പേടിയും ഇല്ല, ഒരു ഡിസ്റ്റൻസ് ഇട്ട് കീപ്പ് ചെയ്യുന്നതുകൊണ്ട്. ഇവരാണ് ഈ ഓടുന്ന പിള്ളേരെ പുറകെ കടിക്കാൻ പോകുന്നതും ഈ വണ്ടിക്ക് വട്ടം ചാടുന്നത്. രാത്രി ഗ്യാങ് തിരിഞ്ഞിട്ട് നമ്മുടെ വണ്ടിയുടെ പുറകെ കുറച്ചുകൊണ്ട് വരുന്നതൊക്കെ. ഇവർ ബൈക്കിലാണെങ്കിൽ നമ്മൾ വീഴും, എല്ലാവരും കൂടെ പേടിക്കില്ല. ഗ്യാങ്ങായിട്ട് മതിലടി പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ നടുക്കിക്കുന്നവന്മാരെയാണ് നമ്മൾ പേടിക്കുന്നത്. ഈ ഫസ്റ്റ് ഇട്ട കമ്മ്യൂണിറ്റി ഡോഗ് ഒന്നും ചെയ്യത്തില്ല, തല്ലിക്കൊന്നാലും തിരിച്ചടിക്കാത്ത ടീമുകളൊക്കെ. ലാസ്റ്റ് വൈൽഡ് നേച്ചറുള്ളവർ രാത്രി സഞ്ചാരികളാണ്. അവരാണ് ഈ റോക്കറ്റ് വിടാനൊക്കെ റോഡ് ക്രോസ് ചെയ്യുന്നത് രാത്രിയൊക്കെ. അവർക്ക് റോഡ് ലൈഫ് അറിയത്തില്ല. ഈ നടുക്കുള്ളവന്മാർ ഈ ഗ്യാങ് തിരിഞ്ഞ് ജംഗ്ഷനിൽ കൂടി അവിടെ നിന്ന് വരുന്ന ഒരു ഗ്യാങ്, ഇവിടെ നിന്ന് വരുന്ന ഗ്യാങ്, ഈ 3 ഗ്യാങ്ങുകൾ തമ്മിൽ രാത്രി കൊരയും അടിയും ബഹളവും ഒക്കെ ഉണ്ടാക്കുന്ന മൊത്തം ഈ നടുക്കത്തെ കാറ്റഗറിയുള്ള സ്ട്രീറ്റ് ഡോഗാണ്. ഇപ്പോൾ ഇവർക്ക് ഒരു സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ നമ്മൾ വന്ധീകരിക്കുക എന്നുള്ളൊരു സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഇവരെ കൊണ്ട് നമുക്കുണ്ടാകുന്ന ശല്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് വട്ടം വയ്ക്കുക, വീഴുക, പിന്നെ ഈ പിള്ളേരെ കടിക്കുക. ഇവർക്ക് ഡോഗ്സിനൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ചെയ്സ് ചെയ്യുന്ന ഇഷ്ടമാണ്. ഓടുന്ന എന്തൊരു സാധനത്തിനെ ചെയ്സ് ചെയ്യുന്ന ഇഷ്ടമാണ്. കുഞ്ഞ് അവരെ കാട്ടി കുറച്ച് ശരീര വലിപ്പം കുറഞ്ഞ ജീവികളെ ഹണ്ട് ചെയ്യാനും ഓട്ടിക്കാനും പേടിപ്പിക്കാനും ഒക്കെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്.
അതുകൊണ്ട് ഈ കുഞ്ഞു പിള്ളേരൊക്കെ ഓടുന്നതൊക്കെ കണ്ടിട്ട് ഇവർ പിറകെ വെച്ച് പിടിക്കും. പുറകെ വെച്ച് പിടിക്കുന്നത്. അതിന് വേറൊരു റീസണുണ്ട്. പിള്ളേർ എന്ത് ചെയ്യും, അമ്മമാർ പറയും പട്ടി വരുന്നു പെട്ടെന്ന് ചോറ് കഴിക്കും. പട്ടിയെ പേടിപ്പിക്കുന്ന ഒരു രൂപമായിട്ട് ഇവരെ മനസ്സിൽ ചിത്രീകരിച്ച് കൊടുക്കും പിള്ളേർക്ക് തന്നെ. അപ്പോൾ പിള്ളേർക്ക് പേടിയായിരിക്കും, പിള്ളേരെ കല്ലെടുത്ത് എറിയും. അപ്പോൾ അമ്മ ഉള്ള സമയത്ത് ഈ ഡോഗ് അറ്റാക്ക് ചെയ്യത്തില്ല. കൊച്ചു വല്ല മിഠായി മേടിക്കാൻ കടയിലോട്ട് ഇറങ്ങുന്നത് നോക്കിയിരിക്കും, അപ്പം വെച്ച് വിടും ഈ കൊച്ചിൻ്റെ പുറകെ. അങ്ങനെ കൊച്ചു പേടിച്ച് മറിഞ്ഞടിച്ച് വീഴുന്ന സമയത്ത് ഡോഗിന് ഒന്നും കൂടി കോൺഫിഡൻറ്റ്, നമുക്ക് അറ്റാക്ക് ചെയ്യാൻ ആളെ കിട്ടിയെന്ന്. അവരെക്കാട്ടി വീക്ക് പേഴ്സണെ ഇവർ അറ്റാക്ക് ചെയ്യും. ഡോഗ്സിന് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. നമ്മളായ പോലും നമ്മൾ വീക്ക് പേഴ്സൺ ആയിരിക്കും നമ്മൾ പേടിപ്പിച്ചിരുന്നത്. വെറുതെ ഓടുന്നതായിരിക്കും, കടിക്കണമെന്നില്ല ചിലത്. ചിലവർ ചുമ്മാ ഇങ്ങനെ കുറച്ചിട്ട് ഒന്ന് പേടിപ്പിച്ച് വിടാൻ ആളിത് കണ്ട് പേടിച്ചിട്ട് ഓടും, പിള്ളേരെ പേടിച്ചിട്ട് കുറച്ചുകൂടെ സ്പീഡിൽ ഓടും. ബൈക്കിന്റെ പുറകെ വരുന്നതും ആൾക്കാർക്ക് പേടി, നമുക്കും പേടിയാങ്ങ്. അപ്പൊ ഒരിക്കൽ എന്നെ നമ്മൾ ആ വണ്ടി അവിടെ നിർത്തിയാൽ അതും അവിടെ നിൽക്കും. പിന്നെ ചിലവർക്ക് ആ സൈക്കോളജി അറിയത്തില്ല. ചിലവർ പേടിച്ചിട്ട് മറിഞ്ഞ് ബൈക്കിൽ നിന്ന് ഒന്ന് നിർത്തി കഴിഞ്ഞാൽ ഇമാര് പുറകെ ആ ഒരു നമ്മൾ കുറച്ച് സ്ട്രോങ് ആണെന്ന് തോന്നിയിട്ട് അവർ വീക്കായിട്ട് അതാണ് ഡോഗിൻ്റെ ഒരു സൈക്കോളജി. നിങ്ങളെ വെറ്റിനറി വേൾഡിൽ പെറ്റ്സിനെ ഇവിടെ അത്രയും ഇമ്പോർട്ട് ചെയ്യുകയും പെറ്റ്സിനെ വളർത്തുകയും ഉള്ള പെർമിഷനും ലൈസൻസും ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യണം, നമ്പർ 1. അപ്പം അവിടെ എത്ര പെറ്റ് ജനിക്കുന്നു, അവരാരൊക്കെ അഡോപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിനെല്ലാം ഡീറ്റെയിൽ ആവും. ശരിയല്ലേ? യെസ്. അപ്പോൾ ആ ഡീറ്റെയിലിങ് ഗവൺമെൻറ്റിന് കിട്ടണം. അതിനനുസരിച്ചിട്ടുള്ള ഡോക്ടേഴ്സ് ഇവിടെ ഉണ്ടാവണം, അതിനനുസരിച്ചിട്ടുള്ള നേഴ്സുമാർ ഇവിടെ ഉണ്ടാവണ്ടേ ഡോക്ടറെ? അതിനു വേണ്ടിയുള്ള നഴ്സുമാർ ഇവിടെ ഉണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ ഈ പട്ടികളൊക്കെ ഇമ്പോർട്ട് ചെയ്യാൻ ലൈസൻസ് കൊടുക്കുന്നത്? ഒരു ബ്രീഡ് ഡോഗിനെ ഇമ്പോർട്ട് ചെയ്യുന്നതും ഇവര് ചെയ്യുന്ന രീതി എന്ന് വെച്ചാൽ അത് അവരുടെ പെറ്റാണെന്നും, ഇപ്പം അവിടെ ഉള്ള ഒരാൾ അപ്പോൾ അയാളുടെ പെറ്റാണ്, പെറ്റിനെ കൊണ്ടുപോകാമല്ലോ, ആ പെറ്റെന്നുള്ള രീതിയിൽ ഇത് വരുന്നത്. അതിൻ്റെ ലീഗൽ സൈഡ് അങ്ങനെ വരുന്നത്. ഇവിടെ വന്നു കഴിയുമ്പോഴാണ് എന്നെ മറിച്ച് വയ്ക്കുന്നത്. അത് തെറ്റല്ലേ? നേഴ്സിംഗ് എന്ന് പറയുന്ന ഒരു ആർട്ട് വെറ്റിനറിയിൽ ഡെവലപ്പ് ചെയ്താൽ ഇവിടെ എത്ര വെറ്റിനറി കോളേജസ് ഉണ്ട് സാറേ? കേരളത്തിൽ 2 ഉള്ളൂ. 2 കോളേജസും 2 ലക്ഷത്തിൽ കൂടുതൽ മൃഗങ്ങളും. അതെ, പശു എല്ലാം കൂടെ കൂട്ടുവാണെങ്കിൽ ഒത്തിരി വരത്തില്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 2 കോളേജസ് കേരളത്തിൽ മതിയാവും. ഇപ്പോൾ നമ്മൾ ഗവൺമെന്റിൽ നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു പഞ്ചായത്തിന് ഒരു ഡോക്ടറുണ്ട്, അടുത്ത പഞ്ചായത്ത് ഈ ഡോക്ടർ ലീവ് എടുത്തു കഴിഞ്ഞാൽ മറ്റേ ഡോക്ടറാണ് 2 പഞ്ചായത്ത് നോക്കേണ്ടത്. അപ്പോൾ പുള്ളിക്ക് സ്വാഭാവികമായിട്ട് ഓടിയെത്താൻ പറ്റത്തില്ല. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഇത് ഫെസിലിറ്റി കിട്ടാതെ പോവായിരുന്നു. താങ്കൾ പോലും തമിഴ്നാട്ടിൽ പോയാ പഠിച്ചത് അല്ലേ? അപ്പൊ കേരളത്തിൽ എന്തുകൊണ്ട് വെറ്റിനറി കോളേജസ് ഉണ്ടാവുന്നില്ല? ഒരു പ്രശ്നം ഇനി സ്ഥലമാണ് പ്രശ്നം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. വലിയൊരു ഏരിയ വേണം. എവിടെ സ്ഥലത്തിന് കുറവ്? ആ സ്ഥലങ്ങളിൽ പാലക്കാട് തൊട്ട് പല സ്ഥലങ്ങൾ കിടക്കുകയല്ലേ. ഗവൺമെന്റ് വിചാരിച്ച ഒരു കോളേജ് ഓപ്പൺ ചെയ്യാൻ പറ്റും. കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്തൂടെ? ഇപ്പോൾ ഡോക്ടറായില്ല എന്നുണ്ടെങ്കിലും നഴ്സിംഗ് പാരലൽ കോളേജ് എന്നൊക്കെ പറയുന്നത് പോലെ വെറ്റിനറി നഴ്സിംഗ് സർട്ടിഫിക്കറ്റ് ഇതേപോലെ ഊട്ടി പോയാൽ പഠിച്ചത്. പല വിദേശ കമ്പനികളും വന്ന് ഇൻവെസ്റ്റ് ചെയ്യും. അവർ വന്ന് ഇത് ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. കാരണം നമുക്ക് മാത്രമാണ് ഈ വന്യജീവികളടുത്തും പ്രണയമില്ലാത്തത്. പേപ്പറിൽ ഭയങ്കര പ്രേമമാണ്. ഇനി ഇതിനൊക്കെ പറ്റി വാർത്ത വന്നു കഴിയുമ്പോൾ വാർത്തകളെ വളച്ചൊടിക്കുക അല്ലേ? ABC-യും അത് പ്രോപ്പറായിട്ടല്ല നടക്കുന്നത്. വെച്ചാൽ ABC ഇപ്പം കൊല്ലം കോർപ്പറേഷനിൽ ABC നടക്കുന്നു. അപ്പം കൊല്ലം കോർപ്പറേഷൻ്റെ ലിമിറ്റിലായിരിക്കും ABC നടക്കുന്നത്. കോർപ്പറേഷനിലകത്തെ ഡോഗ്സിനെയാണ്. അപ്പോൾ ഒരു ദിവസം ഒരു 10 എണ്ണത്തിന് വെച്ച് വന്നിരിക്കുകയെന്ന് എക്സാമ്പിൾ എടുക്കുക. അപ്പോൾ ഇത് പട്ടിക്ക് ഇപ്പം കോർപ്പറേഷൻ ബോർഡർ അറിയില്ലല്ലോ. പട്ടി അപ്പോൾ ചാടി അടുത്ത് മൈനാടോട്ടോ എങ്ങോട്ടെങ്കിലും പോകും. അപ്പം അവിടെ പോയി അത് പെറ്റ് വരും. പിന്നീട് അത് ഇവിടുത്തെ ABC നിൽക്കുമ്പോഴത്തേക്കും ഇങ്ങോട്ട് ഇത് സിങ്ക്രണൈസ് ചെയ്ത് നടക്കുന്നില്ല. ഒരുമിച്ച് എല്ലായിടത്തോടെ നടന്നാലേ ഇത് മൊത്തത്തിൽ ക്യാച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഇവിടെ കോർപ്പറേഷൻ്റെ കഴിയുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പഞ്ചായത്തിലെ ABC കഴിഞ്ഞു, പിന്നെ ഒരു ചിലപ്പോൾ 6 മാസത്തേക്ക് ABC കാണത്തില്ല. അപ്പോൾ അങ്ങോട്ട് ചാടിപ്പോയി ഈ പട്ടി പിടിക്കാൻ വരുന്നവർ ചാടി അടുത്ത പഞ്ചായത്തിൽ പോകും. ആ ഡോഗ്സ് തിരിച്ച് വന്ന് പിന്നെ ഇവിടെ അതേ പോകും. പോപ്പുലേഷൻ മെയിൻറ്റെയിൻ ആയി പോവുക, കുറയത്തില്ല. കുറയണമെങ്കിൽ കേരളം മൊത്തവും ഒരേപോലെ ഒരു 2 വർഷം 3 വർഷം കണ്ടിന്യൂസ് ചെയ്താലേ പറ്റുള്ളൂ. ഇപ്പം ഞാൻ പഠിക്കാൻ പോയ ഊട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പോഴും ദിനം പ്രതി ഡെയിലി 20 ഡോഗ്സിനെ വെച്ച് വന്നിരിക്കും. ഇപ്പോഴും ഞാൻ പഠിക്കാൻ പോയ സമയത്ത് 2012-ലായിരുന്നു. ഇത്രയും വർഷമായിട്ട് ഒരു ദിവസം പോലും റെസ്റ്റ് ഇല്ലാതെ 20 വെച്ച് അവർ ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഊട്ടി ചെന്ന് കഴിഞ്ഞാൽ ഡോഗിൻ്റെ പോപ്പുലേഷൻ കുറവാണ്. അവിടെ ഉള്ളവർ തന്നെ വന്ധീകരണം ചെയ്ത ഡോഗ്സിനെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പം ഇവർ വന്ധീകരണം ചെയ്യുന്ന സമയത്ത് ഇവർക്ക് അഗ്രഷൻ പൊതുവെ കുറയല്ലേ ഡോക്ടറെ? ആണ്, അഗ്രഷൻ കുറയും. പിന്നെ നമുക്ക് ശല്യമൊന്നും കാണത്തില്ല. അവർക്ക് തിന്നുക, അവരുടെ ശരീരത്തിന് പറ്റുന്ന ആഹാരം കഴിച്ചിട്ട് മെയിനായിട്ട് ആ പോപ്പുലേഷൻ്റെ ഗ്രോത്ത് കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നമ്മൾ നടക്കുന്നത് വെച്ചാൽ ഒരു 6 മാസം ചെയ്യും, പിന്നെ 6 മാസം ബ്രേക്ക് ആയിരിക്കും, അല്ലെങ്കിൽ 6 മാസം അടുത്ത പഞ്ചായത്ത് ചെയ്യും. അപ്പോൾ പട്ടികളോടി ഈ പഞ്ചായത്തിലോട്ട് വരും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നടക്കും. ഒരു ജസ്റ്റ് ഒന്ന് കൺട്രോൾ ചെയ്യുന്ന അത്രേ ഉള്ളൂ, അല്ലാതെ ഇതിൻ്റെ കുറയുന്നില്ല. ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയായ ഫണ്ട് കിട്ടാൻ താമസം, ഗവൺമെൻറ് ഫണ്ടില്ല. അപ്പോൾ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ടായിരുന്നു, ഇപ്പം നമ്മുടെ ഈ ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെ ഉള്ള എത്രയോ കോടീശ്വരന്മാരുള്ള നടന്മാരുണ്ട്.
ഇവരിൽ ആരെങ്കിലും ഒരാൾ അവർ ഓരോരുത്തരും ഒരു ചെറിയ തുക ഈ വന്ധീകരണത്തിനോ ഷെൽട്ടറിന് വേണ്ടിയിട്ടോ ഒക്കെ ഒന്ന് വിനിയോഗിച്ചിരുന്നെങ്കിൽ ഈ ജനങ്ങളുടെ പൈസ കൊണ്ടാണല്ലോ ഇവർ കോടീശ്വരന്മാരായത്. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു എന്തെങ്കിലും ഒരു നന്മ ചെയ്യാനായിട്ട് മനുഷ്യർക്ക് ചെയ്യുന്ന പോലെ തന്നെ മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വന്ധീകരണത്തിന് സ്പോൺസർ ചെയ്തിരുന്നെങ്കിൽ മമ്മൂട്ടി, മോഹൻലാൽ, ടൊവിനോ ഇതേപോലെ പ്രമുഖമായിട്ടുള്ള നടന്മാരിലൊരു തുക, ഒരു ചെറിയൊരു തുക ഇവർക്ക് വേണ്ടിയിട്ട് വിനിയോഗിച്ചിരുന്നു. നമ്മുടെ കോഹ്ലിയും സച്ചിനൊക്കെ ചെയ്യുന്നുണ്ട്, മുംബൈയിലൊക്കെ ഷെൽട്ടർ നടത്തുന്നുണ്ട് വിരാട് കോഹ്ലിയൊക്കെ. സച്ചിൻ ഒരു നാടൻ ഡോഗിനെ അടുത്ത് അഡോപ്റ്റ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഇവരെ നമ്മുടെ റോൾ മോഡലായിട്ട് കാണുന്നത് നമ്മുടെ ആക്ടേഴ്സിനൊക്കെയാണ്. അപ്പോൾ അവരിത് ചെയ്തു തുടങ്ങിയ ഓരോ ചെറിയ ചെറിയ കൈകൾ ചേരുമ്പോൾ വലിയൊരു കണ്ണിയായിട്ട് നമുക്കിത് അതിന് പറ്റിയ പ്രപ്പോസലോ കാര്യങ്ങളോ എന്തെങ്കിലും. കാരണം ഒന്നെന്ന് പറയുന്നത് ഒരുപക്ഷെ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഇവർക്കൊന്നും അറിയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം അറിയുമെങ്കിൽ ഒരു പക്ഷെ അവർ ചെയ്യുമായിരിക്കും, ഒരു സോഷ്യൽ മീഡിയ പ്രൊമോഷന് വേണ്ടിയെങ്കിലും ഇതിലൂടെ അറിയട്ടെ. അല്ല, അവർ എൻ്റെ ഇതിൽ ഗവൺമെൻറ് തന്നെ ചെയ്യണം. എന്ന് വെച്ചാൽ റാബീസ് എന്ന് പറഞ്ഞ അസുഖം കാരണം ഗവൺമെൻറ്റിന് വലിയ നഷ്ടമാണ്. എന്ന് വെച്ചാൽ ഗവൺമെൻറ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു പട്ടി അടിച്ചിട്ട് വാക്സിൻ എടുക്കാൻ കൊല്ലത്ത് ജില്ലാ അല്ല സാധാരണ നമ്മുടെ ജില്ലാ ആശുപത്രിയിൽ പോകുന്നു. അപ്പോൾ നമ്മൾ നിൽക്കുന്ന സമയത്തൊരു 10 പേര് കാണും ക്യൂവിൽ ഇതേ സെയിം ആൻറ്റി റാബീസ് എടുക്കാനായിട്ട്, പട്ടി അടിച്ച് പൂച്ച മാന്തി അങ്ങനെ. അപ്പോൾ ഗവൺമെൻറ് ഫ്രീ ആയിട്ടായി വാക്സിൻ അവിടെ കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞ് ഇപ്പോൾ വലിയ കടിയാണെങ്കിൽ ഇവർ സിറം എടുക്കും. സിറത്തിന് നല്ല വിലയാണ്. ഈ വൂണ്ടിന് ചുറ്റും ആൻറ്റിബോഡീസ് എടുക്കുന്ന ഒരു ഇഞ്ചക്ഷൻ കൂടെ ഉണ്ട്. അപ്പോൾ അതിനെല്ലാം കോസ്റ്റ് കൂടുതലാണ്. അപ്പോൾ ഗവൺമെൻറ്റിന് ഈ സ്ട്രീറ്റ് ഡോഗ് കാരണം ഇൻഡയറക്റ്റ്ലി ഗവൺമെൻറ് പൈസ തന്നെ ഇങ്ങനെ നമ്മളെ ട്രീറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഗവൺമെൻറ് ആശുപത്രി ചെല്ലുമ്പോൾ ഈ വാക്സിനൊക്കെ അവരത് പ്രൊവൈഡ് ചെയ്യണ്ടേ, വാക്സിൻ്റെ വില, പിന്നെ ഈ സിറം എടുക്കേണ്ടതിൻ്റെ വില. അപ്പോൾ ദിവസവും ഒത്തിരി പേര് പട്ടി അടിച്ച ആൻറ്റി റാബീസ് വാക്സിനും സിറവും എടുക്കുന്നത്. അപ്പോൾ ഇത് കൺട്രോൾ ചെയ്ത് ഷെൽട്ടറിലാക്കിയാൽ ഗവൺമെൻറ്റിന് ലാഭമോ ഇൻഡയറക്ട്ലി ഈ ഇവിടുത്തെ പൈസ ലാഭിക്കാം. നമ്മൾക്കൊരു ടീ ബ്രേക്കിന് ശേഷം തിരിച്ചു വരാം. യു ആർ ഇൻ കോൺവെർസേഷൻ വിത്ത് ഡോക്ടർ അരുൺ ഹരി ആൻഡ് ദേവ ദ റെസ്ക്യൂവർ. ദിസ് ഇസ് ഷൈൻ വിത്ത് നളൻ. സ്റ്റേ കണക്റ്റഡ്. Welcome back. You are in conversation with Dr. Arun Hari, and is a veterinary doctor, and the rescuer, Mr. Deva. ഞാൻ നേരത്തെ ചോദിച്ചായിരുന്നു, ദേവയുടെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പലരും പല കാര്യങ്ങളും ഇറങ്ങി ചെയ്യുമ്പോൾ ഇപ്പോൾ ഡോക്ടർ തന്നെ റിസ്ക് എടുത്താണ് അന്നൊരു ആംപ്യൂട്ടേഷൻ ചെയ്ത് മരിച്ചു വരുന്നെങ്കിൽ ഡോക്ടറെ തലയിലിരുന്നതിന്. അപ്പം ഇതൊക്കെ ജനങ്ങൾ അറിയുന്നുണ്ടോ? ഒന്ന്. പിന്നെ താങ്കൾ പറയുന്ന ഈ ആനിമൽ ലവേഴ്സ് എന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ ആനിമൽ ലവേഴ്സ് ആണോ? എന്താണ് ദേവയ്ക്ക് പറയാനുള്ളത്, ദേവയുടെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ? നമ്മുടെ ഈ അനിമൽ ലവർ എന്ന് പറയുന്നതിന് മുമ്പേ എല്ലാവരും ഒരു സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഒന്നെങ്കിൽ മൃഗങ്ങളിൽ നിന്ന് കിട്ടും, ഇല്ലെങ്കിൽ മനുഷ്യരിൽ നിന്ന് കിട്ടുന്നു. അപ്പം ഇവർക്കൊരു പൊസസീവ്നെസ് ഉണ്ടാവും. ഇപ്പം അണ്ണനെ ഞാൻ അമിതമായിട്ട് സ്നേഹിക്കുന്നു, അണ്ണൻ്റെ ഡോഗ് അമിതമായിട്ട് അണ്ണനെ സ്നേഹിക്കുന്നു. പക്ഷേ ആ സ്നേഹം വേറൊരാളുടെ പോകുമ്പോൾ നമുക്കൊരു പൊസസീവ്നെസ് ഉണ്ടാവും. അത് തന്നെയാണ് ഈ ഫീൽഡിലുള്ളത്. ഇവർ ഒറ്റപ്പെട്ട ചിന്താഗതി ഉള്ളവരൊക്കെ കൂടുതലും അവരുടെ ഒരു ഉൾവലിഞ്ഞ ചിന്തയാണ്, എന്നെ സ്നേഹിക്കുന്നവർ വേറെ ആരെയും സ്നേഹിക്കരുത്. അപ്പം ഇങ്ങനെ ഡോഗിനെ സംരക്ഷിക്കുന്ന കുറച്ച് കൂട്ടർ ആൾക്കാർ അവർ ചെയ്യുന്നതായിരിക്കണം ഏറ്റവും പെർഫെക്റ്റ്, അവരാണ് ചെയ്യുന്നത് ശരി. വേറൊരു ആൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് കോമ്പറ്റീറ്റീവ് ബുദ്ധി ഉണ്ടാവും, അവർക്ക് പൊസസീവ്നെസ് ഉണ്ടാവും. അപ്പം അത് എല്ലാ മേഖലയിലുണ്ട്. ജോലികളിൽ തന്നെ കുറച്ച് കൂടുതലായിട്ട് നമ്മൾ കുറച്ച് കോംപ്ലിമെൻ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് അസൂയ ഉണ്ടാവും, അതിന് കുഴികാല് വെട്ടുന്നതും അങ്ങനെയൊക്കെ ഉള്ളതുപോലെ തന്നെ ഈ മൃഗസ്നേഹികളുടെ ഇടയിലും അതുപോലത്തുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പം ആരെങ്കിലും അധികമായിട്ട് എന്തെങ്കിലും സർവീസുകൾ ചെയ്താലോ ഇല്ലെങ്കിൽ കൂടുതലായിട്ട് അവർ റെസ്ക്യൂകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കെതിരെയുള്ളൊരു അസൂയ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഈ ഒരു മേഖലയിൽ തളർത്താനുള്ള ഒരു കാര്യം. അപ്പം ഞാൻ തന്നെ ഒരു പാരിതോഷികവും പ്രതീക്ഷിക്കാതെ ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ ഓരോ റെസ്ക്യൂസ് ചെയ്യുന്ന സമയത്ത് പലർക്കും എന്നോട് അസൂയയും കുശുമ്പും കാരണം ചെറിയ ചെറിയ കേസുകളൊക്കെ എനിക്ക് എതിരെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിപ്പോഴും നമ്മളത് ഫേസ് ചെയ്യുന്നുണ്ട്. അതെല്ലാം ഏകദേശം ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം ഇതാണ്. ഇപ്പം അന്നൊരു ദിവസം പീപ്പിൾ ഫോർ ആനിമൽസ് എന്ന് പറഞ്ഞ ഷെൽട്ടറിൽ ജോലി ചെയ്യുന്ന സമയത്ത് മേനാഗാന്ധിയുടെ സംഘടനയാണ് അത്. അവിടെ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു റാബിസ് വാക്സിനേഷൻ ക്യാമ്പ് നടത്തിയായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിന് വരെ അവർക്കൊരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ കൊട്ടാരക്കരയിൽ എൻ്റെ കയ്യിലെ കാശ് കൊടുത്ത് 10-30,000 ചിലവാക്കി സൗജന്യമായിട്ട് പേപ്പട്ടി പ്രശ്നമൊക്കെ വന്ന സമയത്ത് സൗജന്യമായിട്ട് ഒരു ഡോക്ടറിനെ ഒരു ദിവസത്തേക്ക് 5,000 കൂലി കൊടുത്താണ് വിളിച്ചത്. പുള്ളി 3 മണിക്കൂർ വന്ന് ഈ തെരുവ് പട്ടികളെ ഞങ്ങളൊരു 15 വോളണ്ടിയേഴ്സ് ചേർന്ന് ക്യാച്ച് ചെയ്യും, അതിന് പുള്ളി വന്ന് ഇഞ്ചക്ഷൻ എടുക്കുന്നു. ഈ റാബീസ് ക്യാമ്പ് ഫ്രീ ആയിട്ട് നടത്തിയതിനെതിരെ തന്നെ ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്ത് തെറ്റാണ്
അതും നമ്മളല്ല കുത്തിയത്, ഡോക്ടറിനെ കൂലിക്ക് വിളിച്ച്, അതും 5000 രൂപ 3 മണിക്കൂർ ജോലി ചെയ്തതിന്. അതെല്ലാം നമ്മുടെ കയ്യിലെ കാശും പിരിവിട്ടതും സ്റ്റുഡൻസൊക്കെ പിരിവിട്ടതും അവരെ വീട്ടിലെ കയ്യിൽ നിന്നൊക്കെ പോക്കറ്റ് മണിയായിട്ട് കിട്ടിയ കാശൊക്കെ. അപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ ആരും പേരെടുക്കരുത്. പേരെടുക്കുവാണെങ്കിൽ തന്നെ അധികാര പദവികളുള്ളവർക്കേ പേരെടുക്കാവൂ, അതിന് താഴോട്ടുള്ളവരൊന്നും പേരെടുക്കരുത് എന്നുള്ളൊരു അങ്ങനെ കോമ്പറ്റീറ്റീവ് ബുദ്ധിയുള്ളതുകൊണ്ട് ആരെങ്കിലും ഒരു നല്ല പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അവനെ പിടിച്ച് വലിച്ച് താഴോട്ട് ഇടണം എന്നുള്ളൊരു. അതുകൊണ്ട് നമ്മുടെ ഈ സിസ്റ്റം മുന്നോട്ട് വരാൻ ഈ ഒരു ചിന്താഗതി മാറി വന്നാലേ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഈ മൃഗങ്ങളുടെയും സംരക്ഷണത്തിനായി പ്രവർത്തിക്കണമെന്ന് ആൾക്കാർക്ക് താല്പര്യമുണ്ട്. ഇപ്പോൾ എനിക്ക് താല്പര്യമുണ്ട്. ഒത്തിരി യങ്ങസ്റ്റ് പ്രായമുള്ളവർക്കെല്ലാം ഇപ്പോഴും താല്പര്യമുണ്ട്. പക്ഷേ ഇതൊരു വലിയ ഭാരമുള്ള ഒരു മല എടുത്ത് തലയിൽ വെച്ചേക്കുന്നതാണ്. പിന്നെ ഇത് ഇപ്പം നമ്മളുടെ റെസ്ക്യൂ ഫൈസലൊക്കെ ഇല്ലേ, അപ്പോൾ ഇവരൊക്കെ ഇത് ചെയ്യുമ്പം ആൾക്കാർ പറയും ആ പൈസ പിരിവ് നടത്തുന്നത്. അപ്പോൾ അവർ QR കോഡ് ഇട്ട് പൈസ ഇടാം. പക്ഷേ ഇതിനൊരു ഇവർക്ക് ഇത് ചെയ്യാൻ പൈസ ചിലവ് എന്തായാലും ഇല്ല. ഞാനൊരു ചെറിയൊരു ഇതിൻ്റെ ഏറ്റവും നമുക്ക് ഈ റെസ്ക്യൂ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഇതിൻ്റെ ചികിത്സ നടത്തുന്നത്. ഇപ്പം ഗവൺമെൻറ് ആശുപത്രി ഞാൻ കൊണ്ടുപോകുന്ന സമയത്ത് ചിലപ്പോൾ അവരൊരു ലാഘവത്തോടെ കണ്ടതങ്ങ് ചികിത്സ അങ്ങ് ചെയ്ത് നടത്തി തരും. പക്ഷേ എൻ്റെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യേണ്ട കാര്യം ചിലപ്പം അവർ അശ്രദ്ധ കാണിക്കും. അപ്പോൾ നമ്മൾ അടുത്ത ഓപ്ഷൻ പോകുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലായിരിക്കും. ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ തെരുവ് പട്ടിക്ക് വേണ്ടി മേടിക്കുന്ന ചെറിയ സർജറിക്ക് 5000 തൊട്ട് 10000, 15 ഇത്ര ഈ എമൗണ്ട് ഈ വഴി കിടക്കുന്ന ഡോഗ്സിന് വേണ്ടി ചിലവഴിക്കുന്നത് ഈ മൃഗസ്നേഹിയായിട്ട് വിളിച്ച ആൾക്കാരൊക്കെ ആയിരിക്കും. അവരുടെ കയ്യിലെ തുച്ഛമായ പൈസ വെച്ചായിരിക്കും. ഇത് താങ്ങാൻ പറ്റാതെ ആയിട്ടുണ്ട് പലപ്പോഴും. 50,000 രൂപ 1,00,000 രൂപയൊക്കെ കടമായിട്ട് ബില്ല് പല ഹോസ്പിറ്റലിലും കിടക്കുന്നവർ നമ്മുടെ അടുത്ത് ഗ്രൂപ്പുകളിലൊക്കെ പറയുന്നത് കേൾക്കാം. അപ്പം അതൊക്കെ ഗവൺമെൻറ് ആശുപത്രിയിൽ നല്ല ചികിത്സ കൊടുക്കുവാണെങ്കിൽ ഇതിന് ഈ കോസ്റ്റ് കട്ട് ചെയ്യാം. ഞാനിപ്പം പോകുന്ന സ്ഥലത്ത് തന്നെ ചിലപ്പം ശരിയായ രീതിയിലുള്ള എക്സ്റേകൾ കാണത്തില്ല. ഇപ്പം അങ്ങ് 5,000 അങ്ങ് 1000 ഒക്കെ കിടക്കുന്നവർ നിലമേലൊക്കെ ഉള്ളവരൊക്കെ ആപ്പാടെ വരുന്നത് കൊല്ലം ജില്ലാ വെറ്റിനറി ആശുപത്രിയിലാണ്. അവിടെയുള്ള എക്സ്റേ പലപ്പോഴും സർജൻ കാണത്തില്ല. അന്നത്തെ ദിവസം ഒരു ആശുപത്രിയിൽ ഒരു സർജനെ കാണത്തുള്ളായിരിക്കും. ഉച്ചവരെ കാണും, ഉച്ചയ്ക്ക് ശേഷം പുള്ളി ലീവായിരിക്കും. അങ്ങ് അഞ്ചലിൽ നിന്ന് കൊണ്ടുവന്ന ആൾ ഒരു കുതിരയുടെ കാലൊടിഞ്ഞിട്ട് അവിടെ നിൽക്കണം. ഈ കുതിരയും കൊണ്ട് തിരിച്ചങ്ങോട്ട് പോകുന്ന എന്തൊരു ഡിഫിക്കൽറ്റാണ്. ഒരു മൃഗസ്നേഹം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ആ ആംഗിളിലും കൂടി ചിന്തിക്കണം. അല്ല ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഡോഗിനെ ഇപ്പം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. ഇപ്പം എൻ്റെ അടുത്ത് പലരും പറഞ്ഞ് കോട്ടയത്ത് നാഗമ്പടത്ത് ഭയങ്കര ഹോസ്പിറ്റലാണ്, ഭയങ്കര ഫെസിലിറ്റിയാണ്. അങ്ങനെ ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചികിത്സിച്ചുകൊണ്ടിരുന്ന എൻ്റെ ഡോഗുമായിട്ട് ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോവാണ്. കാരണം ഭയങ്കര ഫെസിലിറ്റിയാണ്, അവിടെ കൊണ്ടുപോയി കാണിക്കാൻ പറയും. ഞാൻ ഇത്രയും പൈസ ചിലവായി കൊണ്ടുപോയി നടന്നുകൊണ്ടിരുന്ന ഇവൻ ചുറ്റിനും ഇങ്ങനെ നടന്നങ്ങ് മഞ്ഞ കളറിൽ ഛർദ്ദിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാനിത് വിളിച്ച് കണ്ണിങ്ങനെ ആവുന്നെന്ന് പറയുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് കണ്ണിന് വലിയ ഇൻഫെക്ഷൻ ആയിരിക്കും. അങ്ങനെ ഞാൻ അവന് കണ്ണിൽ മരുന്നൊഴിക്കുന്നു. ഇവ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് കണ്ണിങ്ങനെ താന്ന് വരുന്നു. ഞാൻ അപ്പോഴേ എടുത്ത് വണ്ടിയിലിട്ട് പ്രൈവറ്റിലൊന്നും കാണിച്ചിട്ട് കാര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നേരെ ഇവനെയും കൊണ്ട് വെറ്റിനറി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോവാം. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, ഭയങ്കര സീരിയസ് ആയിട്ട് എന്നോട്. പക്ഷേ ഞാനൊരു ലേഡി ഡോക്ടറെ വിളിച്ചിട്ട് ആ ഡോക്ടറെ ഞാൻ കണ്ടതുപോലും ഇല്ല. അവിടെ ചെല്ലുന്നു, അവൻ്റെ ഒരു IV ഇടുന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞൊന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഈ വെറ്റിനറി ഡോക്ടേഴ്സ് തമ്മിലൊരു കണക്ഷനുണ്ട്. അപ്പോൾ എന്നത് നേരത്തെ എവിടെ ട്രീറ്റ് ചെയ്യാന്ന് വെച്ചപ്പോൾ ഞാൻ ആ ഡോക്ടറുടെ ഹോസ്പിറ്റലിലെ പേര് വന്ന് ഈ ലേഡി അവരെ വിളിച്ച് ചോദിച്ചിട്ട് അതേ അസുഖങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ടാണ്. അപ്പോൾ അവർ ചെക്ക് ചെയ്തില്ല, അവർ വെരിഫൈ ചെയ്തില്ല. ഈ IV കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്തു, അവനെ എടുത്ത് ഓട്ടോറിക്ഷയ്ക്കകത്ത് ഇരുത്തി ഞാനിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്നു. അന്ന് രാത്രി അവനങ്ങ് വീണ് കിടക്കുകയും പിന്നെ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ഇൻസിഡൻസ് അവൻ പോയ സീനൊക്കെ അങ്ങനെ. അപ്പോൾ അടിസ്ഥാനപരമായി എൻ്റെ ഡോഗിനൊരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കിട്ടിയില്ല. പ്രോപ്പറായിട്ട് ഡോക്ടേഴ്സ് അനലൈസ് ചെയ്തില്ല. പ്രോപ്പറായിട്ട് CTO MRI ഒന്നും കൊടുക്കാൻ പറ്റിയില്ല. എനിക്ക് കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടും ആ ഡോക്ടേഴ്സിനെല്ലാം ഇല്ലെങ്കിൽ ആ പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്കെല്ലാം അപ്പോൾ അടിസ്ഥാനപരമായി പറയുകയാണെങ്കിൽ ദേവ മറ്റൊരു ഡോഗ് മരിച്ചുപോയി. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ലെങ്കിൽ ഈ ഒരു വെറ്റിനറി ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അവനൊരു പേഷ്യൻ്റാണ്. മാത്രമല്ല ഇവിടെ ഇങ്ങനെ മരിക്കുന്നതും ഇങ്ങനെ കൊണ്ടുവരുന്നതും ആവുന്നതൊക്കെ സഹജമായി സ്വാഭാവികമായി. പക്ഷെ ബാംഗ്ലൂരിലും ചെന്നൈയിലൊന്നും അങ്ങനെ അല്ല, നെക്സ്റ്റ് ലെവൽ ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ ഡോക്ടർ ഇപ്പം നമ്മളൊരു ഡോഗുമായിട്ട് ചെല്ലുന്നു മാത്രമല്ല ഇവിടെ ഇവർക്ക് അതിനുള്ള ഡയഗ്നോസ് ചെയ്യാനുള്ള മെഷീൻസുകളും അതൊക്കെ നമ്മൾ അവൈലബിലിറ്റി ഉണ്ടാക്കി കൊടുക്കണം. ഇപ്പം നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റല് അവിടെ ആണെങ്കിൽ 10 രൂപയുള്ളൂ OP ടിക്കറ്റ്. പക്ഷേ അവിടെ MRI ഉണ്ട്, CT ഉണ്ട്, എക്സ്റേ ഉണ്ട്, എല്ലാം അതിൻ്റെ ECG ചെക്ക് ചെയ്യുന്ന എല്ലാം ഹ്യൂമൻ്റെ എല്ലാം ഉണ്ട്. 10 രൂപയുള്ള അതിൻ്റെ OP ടിക്കറ്റ്. പക്ഷേ നേരെ മറിച്ച് നമ്മുടെ ഗവൺമെൻറ് വെറ്റിനറി ആശുപത്രി കൊല്ലത്ത്
60 രൂപ ഒ പി ടിക്കറ്റിൻ്റെ ചാർജ്. ഒരു പേഷ്യൻ്റിൽ നിന്ന് 60 രൂപ മേടിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ ഒരു നല്ല വൃത്തിയുള്ള തൂപ്പുകാരി വലിയ ജോലിക്കാരികളോ ഒന്നും നിർത്തിയിട്ടില്ല. ഒരു സ്ത്രീ അങ്ങോട്ട് കിടന്ന് എല്ലാം കിടന്ന് ഇഷാണ വരച്ച് വൃത്തിയാക്കണം. ബുദ്ധിമുട്ട്. സ്റ്റാഫിൻ്റെ കുറവുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിൽ കൊടപ്പനക്കുന്നിൽ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുണ്ട്. അത് ഗവൺമെൻറ്റിൻ്റെയാണ്. നല്ല നീറ്റാണ്, വലിയ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിംഗ് എല്ലാം ആണ്. പക്ഷേ അവിടെ ഒരു സർജറി ചെയ്യണം. ഇപ്പോൾ ഒരു എക്സ്റേ എടുക്കണമെങ്കിൽ 1000 രൂപ അടുപ്പിച്ചാവും. ഒരു സർജറി, ഒരു വന്ധീകരിക്കുന്ന സർജറി ഇപ്പോൾ ഒരാൾ ഗവൺമെൻറ് അല്ലേ നമുക്ക് പൈസ ഒന്നും കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ പോയാൽ അവിടെ സർജറി ചെയ്യുന്നതിന് എല്ലാം സാധനം വാങ്ങിക്കുന്ന എല്ലാം കൂടെ 4000 രൂപയാവും. അതേസമയം നമ്മൾ പ്രൈവറ്റിലും അതേ പൈസയ്ക്കാണ് ചെയ്യുന്നത്. ആൾക്കാർക്ക് ഇതറിയാം. ആൾക്കാർക്ക് ഗവൺമെൻറ് ചെന്ന പൈസ ഇപ്പോൾ ഡിസ്ട്രിക്റ്റിൽ, നമ്മുടെ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ പൈസ കുറവാണ് സർജറിക്ക്. പക്ഷേ ഈ കൊടപ്പനക്കുന്നിൽ ഭയങ്കര റേറ്റിലാണ്. ഒരു പ്രൈവറ്റ് ആശുപത്രി പ്രവർത്തിക്കുന്ന പോലെ അത് പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇത് ഈ ഒ പി എടുക്കുന്ന തൊട്ട് സിസ്റ്റമാറ്റിക് ആക്കണം. ഞാൻ ഇന്നലെ വരെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ പോയതായിരുന്നു. ഒ പി എടുക്കണേ ക്യൂ നിൽക്കണം, 10 പേരുടെ ബാക്കിൽ നിൽക്കണം. അവിടെ ഇപ്പോഴും മറ്റേ ചെറിയ ബുക്കിനകത്ത് വെച്ച് പേരും അഡ്രസ്സൊക്കെ എഴുതിക്കൊണ്ടിരിക്കുക. ഒരു സിസ്റ്റം മേടിച്ച് അതിനകത്ത് അടിച്ച് കാര്യങ്ങൾ പടപെടാൻ തീർക്കാനായിട്ട് അഡ്വാൻസ്ഡായി. ഞാൻ ആലോചിക്കുമോ, അവിടെ ഒ പി എടുക്കുന്നതിൽ നിൽക്കുന്ന താമസം. വളരെ എമർജൻസി ആയിട്ടുള്ള ഡോഗ് വന്ന് അവിടെ കാത്തു കെട്ടി ഈ ഒ പി എഴുതി 10 പേര് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഡോഗ് അവിടെ ചത്ത് കിടക്കും. 2 ഈ ഒ പി എടുത്ത് ടോക്കണൊക്കെ നോക്കി ഡോക്ടറിൻ്റെ അവൈലബിലിറ്റി അവിടെ 2-3 പേരെ കാണും. ഇവരെല്ലാം ഡയഗ്നോസ് ചെയ്യാനായിട്ടുള്ള മെഷീൻസ് ഇല്ല. സ്കാനിങ് മെഷീൻ വളരെ ഡോക്ടേഴ്സ് ഇപ്പം നമ്മുടെ വെറ്റിനറി കൊല്ലത്തുണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും ഡോക്ടേഴ്സ് കാണത്തില്ലായിരിക്കും. മിക്കപ്പോഴും അവർ ലീവിലായിരിക്കാം, എന്തെങ്കിലും മീറ്റിങ്ങിലായിരിക്കാം. ഇപ്പം അടുത്തത് ഡയഗ്നോസ് ചെയ്യാനുള്ള മെഷീൻസ് ഇല്ല. സ്കാനിങ് മെഷീന് പിന്നെ ഇന്റേൺഷിപ്പ് പഠിക്കുന്നവരുണ്ട്. അവരാണ് ഇത് 10 രൂപയ്ക്ക് ഗുണം. ഞാൻ പോയപ്പോഴത്തേക്ക് എൻ്റെ ഡോഗിനെ നോക്കാനായിട്ട് ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞ് ഡോക്ടർ എന്നാ പറയുന്നത്. എന്നിട്ട് ഒരു മനുഷ്യത്വം പോയിട്ട് ഒരു മൃഗത്വം പോലും ഇല്ല. ബേസിക്കലി ഡോഗ്സിനെയൊക്കെ നോക്കുമ്പോഴോ മൃഗങ്ങളെ നോക്കുമ്പോഴോ അല്പമെങ്കിലും സ്നേഹം വേണം. അതിൽ ഒരുത്തിയെടുത്ത് ഞാൻ പറഞ്ഞ് എൻ്റെ ഡോഗിനെ ഒന്ന് കുളിപ്പിക്കണം, ഒന്ന് വൃത്തിയാക്കണമെന്ന് പറയുമ്പോൾ സ്റ്റീൽ ട്രേക്കകത്ത് ഞാൻ പിന്നെയും പറയാണ്, ഞാൻ ആ പേരെടുത്ത് പറയാത്തത്. അവിടെ പ്രൈവറ്റ് ആണെങ്കിൽ അത് ഇന്റേണി ആയിരിക്കത്തില്ല. അവിടെ വന്നേക്കുന്ന ഇന്റേൺസ് മറ്റേ അപ്രന്റീസ് ഡോക്ടേഴ്സ് അല്ല. ഇപ്പം നമ്മുടെ ഗവൺമെൻറ് ആശുപത്രി പോരുവാണെങ്കിൽ ഇൻറ്റേൺസിന് വരുന്നവർക്ക് നമ്മുടെ പുറം രാജ്യത്താണെങ്കിൽ അനിമൽസിനോട് റെസ്പെക്റ്റും അവിടെയും അവരെ കൊണ്ടുവരുന്ന ക്ലയൻറ്റിനോട് സാറെന്നാണ് വിളിക്കേണ്ടത്. നമ്മൾ ഡോക്ടേഴ്സിൻ്റെ പേരിട്ടൊക്കെ ആയിരിക്കും വിളിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. പക്ഷേ നേരെ മറിച്ച് നമ്മുടെ നാട്ടിലെ ഡോഗിനെ കൊണ്ടുവരുന്നവരെയൊക്കെ വളരെ റെസ്പെക്റ്റ് ഇല്ലാതെയൊക്കെ ബിഹേവ് ചെയ്യുന്നത്. അത് ഡോക്ടർ പോലും ആയിട്ടില്ല, അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇൻറ്റേൺഷിപ്പിലുള്ളവരായിരിക്കും. എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താ പറയുക, എൻ്റെ ഡോഗിന് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പം റോംസ് ആൻഡ് റാക്സിൻ്റെ ഓണറുടെ ഡോഗിനെയാണ് അയാൾ കൊണ്ടുവന്നത്. അയാളുടെ ബിഗ് സല്യൂട്ടായി. ശരിയല്ലേ, റോംസ് ആൻഡ് റാക്സ് അല്ല, എൻ്റെ ഓണറുടെ ഡോഗ്, കിടിലൻ ഡോഗ്. അതിനെ കൊണ്ടുവന്ന് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വരെ ചെയ്തു. ഒരു ഇഞ്ചക്ഷൻ 3000 രൂപയായിരുന്നു എൻ്റെ ഡോഗിന് എടുക്കേണ്ടത്. ഇതെല്ലാം എടുത്തിട്ട് രാത്രി ഞാൻ നോക്കാൻ നേരത്ത് അവന് സ്റ്റീൽ ട്രേക്കകത്ത് കിടത്തേക്കുക. അവൻ പെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വന്നാണ് രാത്രി, അവൻ്റെ ടെമ്പറേച്ചർ കൂടി, അവനെ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ രാത്രി ഞാൻ വന്ന് ബൈ മിസ്റ്റേക്ക് നോക്കുമ്പം അവിടെ ഒരു പയ്യനും ഒന്നും അറിഞ്ഞുകൂടാതെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടർ ആ പെങ്കൊച്ചി നിന്ന് വിറയ്ക്കുകയാണ്. ഇതായിരുന്നു എൻ്റെ ഡോഗിൻ്റെ അവസ്ഥ. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ സിസ്റ്റം ഉണ്ടാവണം, അപ്പോൾ ജനങ്ങൾക്കെല്ലാം സമാധാനം ഉണ്ടാവും. അല്ലാണ്ട് ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പറഞ്ഞാൽ ഇപ്പോൾ ടിക് ഫീവർ കോമണാണ്. വേനൽക്കാലത്താണ് കൂടുതൽ വരുന്നത്. അപ്പം ടിക് ഫീവർ വരുന്ന മിക്ക ഡോഗിനും ട്രാൻസ്ഫ്യൂസ് ചെയ്യേണ്ടി വരും. വെച്ചാൽ ആൾക്കാർ ശ്രദ്ധിക്കാതെ ലാസ്റ്റ് സ്റ്റേജിലായിരിക്കും കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബ്ലഡ് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ട്രാൻസ്ഫ്യൂസ് ചെയ്യണമെങ്കിൽ തന്നെ ഇപ്പോൾ ഡിസ്ട്രിക്റ്റിൽ വന്നാലും അവിടെ ഈ ബ്ലഡ് ബാഗ് ഫെസിലിറ്റി ഇല്ല. കൊണ്ടുവന്നാലും അവർക്ക് ബാഗ് ഇല്ല. ഈ ബാഗ് അവർക്ക് എടുത്തു വെക്കാവുന്നുള്ളൂ. ബാഗ് ഉണ്ട്, അതില്ലാതെ ഇപ്പം നമ്മൾ ക്ലിനിക്കിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ഒരു 500 ട്രാൻസ്ഫ്യൂഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഈ ഡിസ്ട്രിക്റ്റിൽ നിന്ന് വരുന്നത് തന്നെ നമ്മൾ ഡോഗിനെ അറേഞ്ച് ചെയ്ത് ബ്ലഡ് എടുത്ത് ഇതിന് കൊടുത്ത് അങ്ങനെ ട്രാൻസ്ഫ്യൂസ് ചെയ്താൽ അതിന് നല്ല റിസൾട്ട് ഉള്ളത്. ഒരു 95% ഡോഗും ട്രാൻസ്ഫ്യൂഷൻ സക്സസ് ആണ്. കോമഡി, ഒരു ഡോഗിന്റെ ബ്ലഡ് കളക്ട് ചെയ്യാൻ ഒരു ബാഗ് പോലും ഗവൺമെന്റ് ആശുപത്രിയിലോട്ട് എടുത്ത് വെക്കുന്നില്ല. ഇവിടെ പട്ടികളെ അല്ല കൊന്നൊടുക്കണ്ടേ, ഇവിടെ നടത്താൻ അറിഞ്ഞുകൂടാത്ത പട്ടികളെ കൊന്നൊടുക്കണം. ഈ പ്രസ്ഥാനം നടത്താൻ അറിഞ്ഞുകൂടാത്തവനെയാണ് കൊന്നൊടുക്കേണ്ടത്, ഇല്ലേ വന്ധ്യം ചെയ്യേണ്ടത്. കാരണം ഞാനിത് കണ്ടിട്ടുള്ള ചില മെഡിസിൻസ് IV കൊടുക്കാൻ നേരത്ത് അത് കുറച്ച് സ്പീഡ് കൂടിപ്പോയാൽ ഡോഗ് ഡെഡായി പോകും. എത്ര തവണ അത് അങ്ങനെ സംഭവിച്ചിട്ടുള്ള ആശുപത്രികളുണ്ടെന്ന് അറിയോ? അവർക്കൊരു പട്ടി ചത്തുപോന്നു. അത് എഡ്യൂക്കേറ്റഡ് അല്ലാത്ത അറ്റൻഡർമാരും ഇല്ലെങ്കിൽ വല്ല എംപ്ലോയ്മെൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടൊക്കെ പ്രായം വന്ന്
ടെമ്പററി ആയിട്ട് കയറുന്നവരുണ്ട് 6 മാസത്തേക്ക്. അപ്പോൾ പണ്ട് കാലങ്ങളിൽ എംപ്ലോയ്മെന്റ് രജിസ്റ്റർ ചെയ്തിട്ടൊക്കെ ജോലിക്ക് വരുന്നവരുണ്ട്. ഇപ്പോഴും ഗവൺമെന്റ് ആശുപത്രിയിലുള്ള അവരൊക്കെ അവർക്ക് ഒരു ഇംഗ്ലീഷിൽ കുപ്പിയിലുള്ള ബോട്ടിലുള്ള പേര് പോലും വായിക്കാൻ ഇത് എങ്ങനെയാണ് അവർ ഇതിലേക്ക് വരുന്നതെന്ന് വെച്ചാൽ, ഇതിൽ ഞാൻ പറഞ്ഞു നമുക്ക് സാറേ, ഒരു പഞ്ചായത്തിന് ഒരു ഡോക്ടർ ആയിരിക്കും. അപ്പോൾ അടുത്ത 2 പഞ്ചായത്ത് ഡോക്ടർ എന്തായാലും അവർക്ക് ലീവ് വേണം, അവർ ലീവ് എടുക്കും. അപ്പോൾ 3 പഞ്ചായത്തൂടെ ഒരാൾ നോക്കണം. അപ്പോൾ ഈ തിരക്കായിരിക്കും, അവർക്ക് സമയമില്ല. അപ്പം ബാക്കി അവിടെ നിൽക്കുന്ന ഇപ്പോൾ സ്കിൽഡ് അല്ലാത്ത ലേബേഴ്സാണ്, ക്ലീനിങ് സ്റ്റാഫ്, അവരൊക്കെ പിന്നെ ഐ വി ഇടല് തുടങ്ങും. അപ്പം ഇതുപോലെ പഠിക്കുക. അങ്ങനെയാണ് അവിടെ ചില മെഡിസിൻ ഉണ്ട്, സെഫ്ട്രാക്സോൺ എന്ന് പറഞ്ഞ ഇഞ്ചക്ഷൻ, എൻട്രോഫ്ലോക്സാസിൻ എന്ന് പറഞ്ഞ ഇഞ്ചക്ഷൻ, സ്ലോ IV എന്നൊക്കെ അതിനകത്ത് എഴുതിയിട്ടിരിക്കും സെപ്പറേറ്റ്. ഇത് വായിക്കാൻ അറിഞ്ഞാലല്ലേ ഇതിനകത്ത് കുത്താൻ പറ്റത്തുള്ളൂ. ഇത് വെച്ചിട്ട് ഇങ്ങനെ അടിച്ച് കയറ്റും. ഇതെല്ലാം കൂടി റെസ്പിറേഷൻ അറസ്റ്റ്, കാർഡിയാക് അറസ്റ്റ് ഒക്കെ വന്നിട്ട് ഇത് ചത്തു. പെട്ടെന്ന് അവിടെ ഉള്ളവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു അറ്റാക്ക് പോലെ വന്ന് ചത്തുപോയി എന്നൊക്കെ. നമ്മളെപ്പോലെ ഇതിന് സ്ഥിരമായിട്ട് കൈകാര്യം ചെയ്തിട്ടുള്ളവർക്ക് മനസ്സിലാവും. സാധാരണക്കാർ വരുന്ന സമയത്ത് എൻ്റെ ഡോഗ് പെട്ടെന്ന് അനുഭവിച്ച ഒരുത്തനാണ് ഞാൻ. അപ്പോൾ നമുക്കത് ജീവനാത്. അത് എൻ്റെ ഡോഗിന് സംഭവിക്കുമ്പോൾ നമുക്ക് വർഷങ്ങളായിട്ട് ആ ഡിപ്രഷനും വിഷമവും ഒക്കെ കാണും. പക്ഷേ ഈ സ്ഥിരം ഈ തൊഴിൽ ചെയ്യുന്നവർക്ക് അതിനോടുള്ളൊരു ഇതിന് വേണ്ട സ്റ്റാഫിനെ ഗവൺമെന്റ് വെച്ചാൽ മതി. ഗവൺമെന്റ് ആശുപത്രിയിൽ നല്ല ഫെസിലിറ്റി ചെയ്യാൻ പറ്റും. പിന്നെ മരുന്ന് എപ്പോഴും കാണത്തില്ല. ഇപ്പൊ 6 മാസത്തേക്ക് മരുന്നുണ്ട്, അടുത്ത 6 മാസം സിറിഞ്ച് പോലും കാണത്തില്ല. ആൾക്കാർ പുറത്ത് നല്ല കൃത്യസമയത്ത് ഈ സ്റ്റോക്ക് ഇവർ മെയിൻറ്റെയിൻ ചെയ്തില്ല കറക്റ്റ്. നല്ല കറക്റ്റ് രീതി സ്റ്റോക്ക് റീഫിൽ ചെയ്യും. അത് AC ഉണ്ട്, ബില്ലിംഗ് സിസ്റ്റമായി. നമ്മുടെ ഗവൺമെന്റ് ആശുപത്രി ബില്ലിംഗ് സിസ്റ്റം ഇല്ല. പക്ഷേ ബീവറേജ് ഒന്ന് നോക്കിയാൽ 5 മിനിറ്റ് ബില്ലടിച്ച് പുറത്ത് വിടുക ആളെ. അത്രയ്ക്ക് സ്പീഡായി. നമ്മുടെ ഇവിടെ പട്ടി ചാവാൻ അന്തിശ്വാസം വലിച്ചുകൊണ്ടിരുന്നാലും ബില്ല് എഴുതി തീരും. ചിലപ്പോൾ ഒരു ക്രിട്ടിക്കൽ കേസായിരിക്കും വരുന്നത്. അപ്പം പെട്ടെന്ന് ഇഞ്ചക്ഷൻ എഴുതി കൊടുക്കും, അവർ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇത് ഇതാവും. അപ്പോൾ ഈ ഗവൺമെൻറ് ഇതിനകത്ത് ഇത് മരുന്നൊക്കെ കറക്റ്റ് സമയത്ത് സപ്ലൈ ചെയ്യുക. ആ സപ്ലൈ ചെയിൻ കറക്റ്റ് അല്ല. ഇപ്പോൾ ഇന്നിപ്പോൾ ഒരു ടെൻഡർ കൊടുത്ത് ഓർഡർ വന്നാൽ പിന്നെ അടുത്തത് കിട്ടാൻ താമസമാണ്. അപ്പോൾ ഇവർക്കും വേറെ വഴിയില്ല, എഴുതി കൊടുക്കാനേ വഴിയുള്ളൂ. പക്ഷേ എഴുതി കൊടുത്തു കഴിയുമ്പോൾ ആൾക്കാർ അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കും. ഒരു സിറിഞ്ച് പോലെ ഇവിടെ ഡില്ലേ എന്നൊക്കെ ചോദിച്ച് അവിടെ കിടന്ന് വളം വെച്ചിട്ട് കാര്യം. അപ്പോൾ ആ ഡോക്ടറും കൈ കഴിഞ്ഞു, എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഫെസിലിറ്റേറ്റ് ചെയ്യണ്ടേ. ഞാൻ ചോദിക്കുന്നത്, ഇതിനെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും മൂവ്മെന്റോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്യുമെന്റേഷനോ കാര്യങ്ങളോ നിങ്ങൾ ഇതുവരെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? നമ്മളിത് പുറത്ത് ഉന്നയിച്ചാലേ നമ്മൾ ഇവരുടെ കണ്ണിലെ കരടാവും. അതാണ് എനിക്കിതിനു മുമ്പ് സംഭവിച്ചിട്ടുള്ളത്. നമ്മൾ ആരും കുറ്റം പറയാൻ നിന്നിട്ടില്ല, എങ്കിലും നമ്മൾ ചില ചെയ്യുന്ന മൂവ്മെൻറ്റുകളൊക്കെ ഇവർക്ക് ഈ സിസ്റ്റത്തിനെ നമ്മൾ കുറ്റം പറയുന്നതായിട്ടാണ് തോന്നുന്നത്. കാരണം പറഞ്ഞ് ചിഞ്ചുറാണിയെ പോയി കണ്ടായിരുന്നു. ചിഞ്ചുറാണിയുടെ ഓഫീസ് തിരുവനന്തപുരത്ത്, പുള്ളിയുടെ അവിടെ ചിഞ്ചുറാണിയുടെ PA ഓഫീസിൽ വെറ്റിനറി ഡോക്ടറായിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ വെറ്റിനറി അല്ലല്ല വേറെ. അപ്പം വെറ്റിനറി ഡോക്ടർ എന്ന് പറഞ്ഞാൽ 5 വർഷം അല്ല, മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി എന്ന് പറഞ്ഞാൽ 5 വർഷം കൂടുന്തോറും മാറിക്കൊണ്ടിരിക്കുക. അവർക്ക് വെറ്റിനറി നോളജ് ഇല്ല, ഒരു കുന്തം അറിയാതെ ഇവർ ജയിച്ച് അവിടെ കസരപ്പോയി ഇരിക്കുന്നത്. അവർക്ക് പശു ഏതാ, ആട് ഏതാ, കോഴി ഏതാന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ പോലും അറിയാത്തവർ. ഇവരെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ആരാന്നറിയോ? അവിടെ നിൽക്കുന്ന ഈ PAമാരായിട്ടുള്ള വെറ്റിനറി ഡോക്ടേഴ്സ്. അവരെ ചുറ്റും നിൽക്കുന്ന നിയമോപദേശം കൊടുക്കുന്ന വെറ്റിനറി ഡോക്ടേഴ്സ്. ഞാനത് നേരിട്ട് ചെന്നപ്പോഴാണ് മനസ്സിലായി. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇതിന് ചിഞ്ചുറാണിക്ക് ഒരു റോളും ഇല്ല. ഇതിന് ചിഞ്ചുറാണിയെ കീ കൊടുക്കുന്നതെല്ലാം ഈ വെറ്റിനറി ഡിപ്പാർട്ട്മെൻറ്റിലുള്ള നിയമോപദേശം ഉള്ളവരാണ്. അപ്പോൾ അവർ പറയുന്നത് വെച്ചിട്ടായിരിക്കും ഇത് പുള്ളിക്കാരി ഇത് അനൗൺസ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ വെറ്റിനറി ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരാണ് സത്യം പറഞ്ഞാൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് തന്നെ. അപ്പം ഈ ചിഞ്ചുറാണിയെ കണ്ട സമയത്ത് എനിക്ക് മനസ്സിലായി. ഞങ്ങൾ 2 പേരും കൂടിയാണ് പോയത്. അവിടെ എഡ്യൂക്കേറ്റഡ് ചെയ്യുന്നതെല്ലാം വെറ്റിനറി ഡോക്ടേഴ്സാണ്. അവർ പറയുന്ന ഉപദേശമാണ് ഇവർ കേട്ടിട്ട് മീഡിയയിലൂടെ പറയുന്നത്. അവർക്ക് വോയിസ് ഇല്ല. പപ്പറ്റ് പോലെ ഇങ്ങനെ നിൽക്കുക. അവർ പറയുന്നത് പുറത്ത് ചെറിയ അവരൊക്കെ പവറുള്ള ആൾക്കാരാണ്. അവർ വിചാരിച്ച നല്ല സ്കീമുകൾ കൊണ്ടുവരാൻ പറ്റും, ആൾക്കാർക്ക് ആടിനെ വളർത്താം. അങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പല കർഷകരുടെ വീടുകളിൽ പോയിട്ടുണ്ട്. നമ്മൾ ഈ ഗ്രൂമിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് അവർ ആട്, കോഴി, പശുവിനെ അതിനൊക്കെ വളർത്തുന്നവരാ. അവരുടെ പശുവിനെ, ആടിനെ ചികിത്സിക്കാനുള്ള മരുന്നിനൊക്കെ എന്ത് റേറ്റാ? അത് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്താൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കീമിനകത്ത് എല്ലാ ഗവൺമെൻറ് ആശുപത്രിയിലും ഫ്രീ ആയിട്ട് ഇത് മരുന്നുകൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവരുടെ കൈകൾ എത്തുന്നില്ല. കർഷകർ അവർ ഈ 5 രൂപയുടെ പാലും 10 രൂപയുടെ പാലും ഒക്കെ വിറ്റിട്ട് ഈ 300-400 രൂപയുടെ മരുന്ന് മേടിച്ച് കൊടുത്തവർക്ക് എങ്ങനെ ലാഭം കിട്ടും? പല കർഷകരും ഇപ്പം കൃഷിയൊക്കെ നിർത്തിയതിൻ്റെ മെയിൻ കാരണം ചികിത്സാ ചെലവ്, മെഡിസിൻ്റെ ചെലവ്. ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെ താങ്ങും ഇവർ? അപ്പോഴേ ഇവർ ഈ കൃഷിയൊക്കെ കളഞ്ഞിട്ട് വേറെ എന്തെങ്കിലും പണിക്ക് പോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് കർഷകർക്ക് വേണ്ടിയിട്ട് വലിയ വലിയ ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഇവരെ കൈകളിൽ എത്തുന്നില്ല ഇതൊന്നും. പക്ഷേ വാർത്തയിലും ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ആശ്രാമത്ത് വലിയൊരു കൃഷിയുടെ എന്തോ ഒരു ഫെസ്റ്റ് നടത്തി. വലിയ ഒരു ആടും പശുവിനെയൊക്കെ തെർമോക്കോളിലൊക്കെ വെച്ച് കെട്ടി രൂപമൊക്കെ ഉണ്ടാക്കി ഒരു 10-100 പേര് സിന്ദാബാദൊക്കെ വിളിച്ചുകൊണ്ട് പോകുന്നു. അത് കണ്ട സമയത്ത് എനിക്ക് സത്യം പറഞ്ഞ പുച്ഛമോ തോന്നി അവരോട്. ഇവരിങ്ങനെ പ്രഹസനം കാണിക്കാൻ വേണ്ടിയിട്ട് റാലികൾ നടത്തുന്നതല്ലാതെ യഥാർത്ഥത കർഷകരുടെ തൊഴുത്തിൽ ചെന്ന് അവരുടെ ഫീലിങ്സും അവരുടെ ഹൃദയസ്പന്ദനവും മനസ്സിലാക്കാത്ത കുറേ സിസ്റ്റമുണ്ട്.
നൈറ്റ് ഇപ്പോൾ ഒരു ഫെസിലിറ്റി ഉണ്ട്, MVU എന്ന് പറഞ്ഞാൽ മൊബൈൽ വെറ്റിനറി യൂണിറ്റ്. അപ്പോൾ രാത്രി 12 മണി വരെ, വൈകുന്നേരം 5, അത് എല്ലാവർക്കും അറിയത്തില്ല. ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട്, അതിൽ വിളിച്ചാൽ ഇപ്പോൾ നമ്മൾ ഉൾപ്രദേശമാണെങ്കിൽ, ഇപ്പോൾ ഒരു വില്ലേജ് സൈഡ് ആണെങ്കിൽ വിളിച്ചാൽ അവർ വരും, വണ്ടിയിൽ വരും. ഇപ്പോൾ അത് ഡോഗ്സിനെ അവർ ചാർജ് ചെയ്തോട്ടെ, കുഴപ്പമില്ല. ഡോഗ്സിനെ വളർത്തുന്നവർ അങ്ങനെ ഒരു ഇതുള്ളതുകൊണ്ട്. അല്ലാതെ ഈ പശുവിനെ നോക്കാനാണെങ്കിൽ ഇതിനൊരു ചാർജ് ഉണ്ട്, 500 രൂപ 600 രൂപയാണ്. ഒരു പശുവിൻ്റെ ഒരു എമർജൻസിക്ക് വിളിച്ചാലും ഗവൺമെൻറ് ഫീസ് അതാ ഈ വണ്ടിയിൽ. അത് ഗവൺമെൻറ് അത് ഫ്രീ ആയിട്ട് വെക്കേണ്ട. ഇവർ പാടുപെട്ട് ഇതിനെ വളർത്തുന്നത് ഇതിന് എന്തെങ്കിലും ചെറിയ പൈസ കിട്ടാനാണ്. അപ്പോൾ അതിൽ വലിയൊരു പൈസ ഫീ അടയ്ക്കുന്നത് പാടാണ്. അവർക്ക് ഉടുതുണി പോലും ചിലപ്പം ഇടാനായിട്ട് കാണത്തില്ല. ഞാൻ പോകുമ്പോഴൊക്കെ കർഷകരുടെയൊക്കെ മുഷിഞ്ഞ മുണ്ടും ഒരു തോർത്തും ഒക്കെ ആയിരിക്കും, ഒരു പൊട്ടിപ്പൊളിഞ്ഞ വീട്. അവർക്ക് ജീവിതമാർഗ്ഗത്തിന് വേണ്ടി 2 പശുവിനെ വളർത്തും. ഈ ഫീസും അടയ്ക്കും അവർ. വന്നിട്ട് ഈ ഡോക്ടർക്ക് എന്തായാലും ഒരു 500 രൂപ പുള്ളിക്ക് കൊടുക്കുകയും ചെയ്യും. അല്ലാതെ എന്തെങ്കിലും ഒരു അസുഖം വന്ന് അവർ ഒരു അറ്റൻഡറിനെയോ ഒക്കെ വിളിച്ചു കഴിഞ്ഞാൽ, ഡോക്ടറെ വിളിച്ചാൽ ഡോക്ടർ ചിലപ്പം പലപ്പോഴും കാണത്തില്ല എന്നാണ് ഈ കർഷകർ പറയുന്നത്. അറ്റൻഡറിനെ പറഞ്ഞു വരും. അറ്റൻഡർ വന്ന് എന്തെങ്കിലുമൊക്കെ കുത്തിയിട്ട് 500 1000 മേടിച്ചുകൊണ്ട് പോകും. അവരവരുടെ ഭരണിപ്പാട്ടെ ഒളിപ്പിച്ച് വെച്ചേക്കുന്ന സേവ് ചെയ്തേക്കുന്ന 500 കൊടുത്തിട്ടും ഇനി പലപ്പോഴും അതിന് ഫലപ്രദമായിട്ട് ചികിത്സ കിട്ടാതെ ചത്തുപോയിട്ടുള്ളവരൊക്കെ ഉണ്ട്. നമ്മുടെ അടുത്ത് അവർ മനസ്സ് തുറന്ന് പറയും ഈ കാര്യങ്ങൾ. അവരോട് പറയാൻ പറ്റും, നാളെ അവരെ കാണേണ്ടവരാ. നമ്മുടെ അടുത്ത് കരഞ്ഞ് സങ്കടം. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ വിഷമം തോന്നും. ഈ കർഷകരൊക്കെ എന്ത് പാവങ്ങളാണ്. നമ്മളും വീട്ടിൽ പോയി ഇപ്പോൾ ട്രീറ്റ് ചെയ്യുമ്പോഴും ഇത് ആളെ നോക്കി തന്നെ നമ്മൾ സത്യം പറഞ്ഞാൽ പൈസ വാങ്ങുന്നത്. ഇപ്പോൾ നല്ലൊരാളാണ് നമ്മളുടെ നോർമലായിട്ട് നമ്മൾ ചാർജ് ചെയ്യും. ഇപ്പോൾ ചില ആൾക്കാരുണ്ട് നമ്മുടെ അടുത്ത് രോഗിനെ ഒന്ന് കൊണ്ടുപോകാം, ഇപ്പോൾ ഡ്രിപ്പ് ഇടേണ്ട കേസ്, നമുക്ക് വാക്സിനൊക്കെ വീട്ടിൽ പോയി എടുക്കാം, പെട്ടെന്ന് അത് കഴിയും. നമ്മൾ വാക്സിൻ ഇപ്പോൾ ഡ്രിപ്പ് ഇടേണ്ട കേസ് അത് ടൈമാണ് എടുക്കുന്നത്. അപ്പോൾ ക്ലിനിക്കിൽ കൊണ്ടുവന്ന് പിടിച്ചാൽ നമുക്ക് അറ്റൻഡർ കൊണ്ട് പിടിക്കാൻ. അതാണ്. അപ്പോൾ അവർ പറയും ഡോഗ് അവൻ വണ്ടി കയറത്തില്ല ഡോക്ടറെ. അപ്പോൾ ഇത് ഡോഗ് തന്നെ ഇവർ പിടിച്ച് കയറ്റുന്നുണ്ട്. അപ്പോൾ ഇവർ പറയും ഡോഗ് വണ്ടി കയറത്തില്ല, എന്നിട്ട് കൊണ്ടുവരത്തില്ല. 2 ദിവസം കഴിഞ്ഞ് പിന്നെയും അവൻ കിടപ്പായി. ഇനി അപ്പോൾ ഞാൻ പറയാം എന്നാൽ പിന്നെ എളുപ്പമായില്ലേ, വണ്ടി കയറ്റിക്കൊണ്ട് വരാൻ പറയും. അപ്പോഴും കൊണ്ടുവരത്തില്ല. പിന്നെ നമ്മൾ പോകും. അപ്പോൾ ഇവർ പിടിക്കത്തും കാണത്തില്ല. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ മനഃപൂർവ്വം നല്ല ചാർജ് ചെയ്യും. ഇങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടി വരും. നിങ്ങൾക്ക് ഇത്രയും പൈസ അതിൽ നിങ്ങൾ കൊണ്ടുവരുമ്പോഴേ നമുക്ക് കുറച്ചുകൂടെ ക്വാളിറ്റിയിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത്. പിന്നീട് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാട്ടിൽ ശരിക്കും വെറ്റിനറി ക്ലിനിക്കുകളുണ്ട്. അവിടെ കൂടുതലും ഈ വളർത്തോമന മൃഗങ്ങളെ കൂടുതലും ചികിത്സിക്കുന്നത്. പശുവിനെ ആടിനെ ഒന്നും കൂട്ടിയിട്ടില്ല. അതൊരു എനിക്ക് തോന്നിയിട്ടുണ്ട്. അവരും മൃഗങ്ങളല്ലേ, അവർക്കും ചികിത്സകൾ കിട്ടണ്ടേ. അപ്പോൾ ഒരു ആടിന് വയ്യെങ്കിൽ പെട്ടെന്ന് ഗവൺമെന്റ് ആശുപത്രി ഡോക്ടർ കാണത്തില്ല, പ്രൈവറ്റ് ആശുപത്രി കൊണ്ടുവന്ന് ചികിത്സ. ഈ ക്ലിനിക്കിൽ എൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ, ഞാൻ ആദ്യം എല്ലാം നോക്കുമായിരുന്നു, എല്ലാം പശു ആട് എല്ലാത്തിനും നോക്കിയാണ് വന്നത്. പിന്നീട് അങ്ങ് ക്ലിനിക്ക് ആയപ്പം നമ്മൾ കൂടുതലും ഡീൽ ചെയ്യുന്ന ഇതായി. പിന്നെ നമ്മളെ ഒരു മാസത്തിൽ ഒരു 5 വരെ പശുവിനെ വിളിക്കും. പിന്നെ അത് കുറഞ്ഞ് പിന്നീട് നമ്മൾ ഒരു 2 മാസം കഴിഞ്ഞ് പശുവിൻ്റെ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പോൾ IV ഇടുമ്പോഴൊക്കെ നമ്മുടെ ഒരു കോൺഫിഡൻസ് കുറയും. നമ്മൾ ആ ജീവിയിൽ നിന്ന് ഇങ്ങനെ സ്പെഷ്യലൈസേഷൻ മാറി പെറ്റിലോട്ട് വന്നപ്പോൾ നമ്മൾ പെറ്റിനായിരിക്കും എപ്പോഴും IV ഇടുക. അവിടെ ചെന്നിങ്ങനെ IV ഒക്കെ 2 തവണ കുത്തുമ്പോഴത്തേക്ക് ഓണർ ആഹാ അറിഞ്ഞൂടെ അങ്ങനെയൊക്കെ ചോദിച്ചാൽ പിന്നെ നമുക്കതൊരു ഇൻസൾട്ട്. അതാണ് ഞാൻ പിന്നെ കൂടുതലും ഞാൻ പിന്നെ പറയും, ഞാൻ പെറ്റാണ് കൂടുതൽ നോക്കുന്നത്, നിങ്ങൾക്ക് അത്യാവശ്യമാണെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞേ പോകത്തുള്ളൂ. എത്രയോ അവിടെ ചില ഹിന്ദിക്കാരൊക്കെ എനിക്ക് പിടിച്ചത്, അവന്മാർ ഇപ്പോൾ നമ്മൾ കുത്തി കിട്ടിയില്ലെങ്കിൽ ഓക്കെ അവനങ്ങ് ഡോക്ടറാവും അങ്ങനെയൊക്കെ പറയുമ്പോൾ ആ ഒരു ഇൻസൾട്ട് എന്നാൽ ഞാൻ പിന്നെ പശുവിന് അധികം പോകാതെ. ഒത്തിരി പേര് പഠിച്ചിറങ്ങുന്നുണ്ട്. പക്ഷേ കുറച്ച് പെറ്റ് അനിമൽസിനെ മാത്രം നോക്കാതെ കുറച്ച് കർഷകർക്ക് വേണ്ടിയിട്ടുള്ളതും കൂടി എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ. അതല്ലേ ഞാൻ പറഞ്ഞ വെറ്റിനറി എന്ന് പറയുന്നതിനെ പറ്റിയാണ് ആദ്യം വിവരവും വിദ്യാഭ്യാസവും ജനങ്ങൾക്കും സർക്കാർക്കും ഈ പറയുന്ന ആൾക്കാർക്കും എല്ലാം എത്തേണ്ടത്. എന്താണ് വെറ്റിനറി? എല്ലാ ജീവികളെ ഒരേപോലെ കാണും, നമ്മൾ അതല്ലേ പഠിക്കുന്നത്. വെറ്റിനറിയിൽ തന്നെ പഠിക്കുന്നത് മിണ്ടാപ്രാണികളെ നമ്മൾ ഹെൽപ്പ് ചെയ്യുക. നമ്മൾ അങ്ങനെ പ്ലെഡ്ജ് ചെയ്തിട്ട് ആ സർട്ടിഫിക്കറ്റ് തന്നെ മേടിക്കുന്നത് തന്നെ. പിന്നെ വെൽഫെയർ പഠിപ്പിക്കുന്നുണ്ട്. ഈ 5 വർഷം 5.5 വർഷത്തിൽ ഒരു ജീവിക്ക് വേണ്ടിയിട്ടുള്ള വെൽഫെയർ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാ ജീവികളെ ഒരേപോലെ കണ്ട ചെയ്യുന്ന ജോലിയോടൊരു നമുക്കൊരു സമാധാനം കാണും. അപ്പോൾ ചില സമയത്തൊക്കെ ഈ പെറ്റ് അനിമൽസിനെ മാത്രം പരിഗണിക്കുമ്പോൾ ഒരു വിഷമം. ബാക്കിയുള്ള ഈ കർഷകരുടെ പശുവിനെയും ആടിനെയും പോത്തിനെയും കുതിരകളെയൊക്കെ ആയപ്പോലും അവർ ചികിത്സ കിട്ടാതെ പലപ്പോഴും ചത്തുപോകും. കുതിരയ്ക്കൊക്കെ ചികിത്സ ഒത്തിരി കിട്ടാതെ വരാറുണ്ട്. ദയവായെടുത്തും എനിക്ക് ഡോക്ടർ ഹരിയെടുത്തും ചോദിക്കാം. നമുക്ക് ആദ്യം ഡോക്ടർ ഹരിയുടെ നേരം. ഡോക്ടർ, ഈ ഡോഗിനെ ഒരു കൂടപ്പിറപ്പായിട്ട്, ഒരു സെക്യൂരിറ്റി ഗാർഡായിട്ട്, അതായത് നമ്മൾ പ്രൊട്ടക്ടറായിട്ട്, ഒരു മകനായിട്ട്, ഒരു മകളായിട്ട്, വളരെ സെൻസിറ്റീവായിട്ട് വർഷങ്ങളോളം സ്നേഹിച്ച് ഒപ്പം ഉണർന്നും ഒപ്പം ഉറങ്ങുന്നതായിട്ട് ആൾക്കാർ ഡോക്ടറിന് അറിയാം. നമ്മളിവിടെ ഒരു ക്ലയൻ്റ് ഉണ്ട്, ഒരു തമിഴ്നാട് ഒറിജിനാ, ഒരു കേരളത്തിൽ താമസിക്കുന്നത്. അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറയാം, അവർ ചെറിയൊരു പ്രശ്നം വരുമ്പോഴേ അവർ കൊണ്ടുവരും. ഞാൻ പറയും ഇപ്പോൾ ചെറിയ കാര്യത്തിൽ നിങ്ങൾ ഇപ്പോൾ ഒരു ദിവസം ഒരു ഡോഗ് വൊമിറ്റ് ചെയ്ത്, അപ്പോൾ വൊമിറ്റ് ചെയ്താൽ അതിൻ്റെ ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് അന്നത്തെ ദിവസം ഒന്നും കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അന്നത്തെ ദിവസം ഫീഡ് ചെയ്യേണ്ട, വയറിന് റെസ്റ്റ് മാറിക്കോളും തന്നെ.
പിന്നെയും ഉണ്ടെങ്കിലേ നമ്മൾ ഹോസ്പിറ്റൽ വിസിറ്റിൻ്റെ ആവശ്യമുള്ളൂ. ഇപ്പോൾ നമുക്ക് തന്നെ ഒരു വയറുവേദന നമ്മൾ അന്ന് തന്നെ ചിലപ്പോൾ ആശുപത്രി പോകില്ലല്ലോ. അപ്പോൾ ഒരു 30% കേസും ആശുപത്രി പോകേണ്ടതല്ല, നമുക്ക് തന്നെ വീട്ടിൽ റെഡി ആവുന്നേ ഉള്ളൂ. പക്ഷെ അവരെപ്പോഴും കൊണ്ടും. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കും, നിങ്ങൾക്ക് ചെറിയൊരു തുമ്മൽ, അതിൻ്റെ മൂക്കിൽ നിന്നൊരു ശകലം എന്തെങ്കിലും മ്യൂക്കസ് വരുന്നത്, അപ്പോൾ ഞാൻ അതിൻ്റെ ഒപ്പമാണ് ഉറങ്ങുന്നത് ഡോക്ടറെ, അവനൊന്ന് അനങ്ങി എനിക്കറിയാമെന്നവർ പറയും. അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങൾക്ക് ഇതൊരു മെൻ്റൽ ടെൻഷനാവും, ഇങ്ങനെ ഇത്രയും ഒബ്സർവ് ചെയ്താൽ നിങ്ങൾ കുറച്ച് കാഷ്വലായിട്ട് നിൽക്കാൻ പറയും. അത്രയും സെൻസിറ്റീവ്. ഡോഗ് എങ്ങനെയാണ് അവരോട്? ഡോഗും ഇവരുമായിട്ട് അറ്റാച്ച്ഡ് ആണ്. ഈ ദേവയെടുത്ത് ചോദിക്കാണല്ലോ, ദേവ ഈ പണ്ട് പക്ഷിയിൽ ജീവൻ സൂക്ഷിച്ചിരുന്ന കഥയൊക്കെ പണ്ട് ഐതിഹ്യങ്ങളിൽ നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ? നമ്മളൊരു കൂട്ടുകാരനെ കണക്ക് ഈ 24/7 പുറത്തെ രാജ്യത്തൊക്കെ കണ്ടിട്ടുണ്ട്, ഇവിടെയും കാണുമായിരിക്കാം. ഈ ബോണ്ടഡ് റിലേഷൻഷിപ്പ് കണ്ടിട്ടുണ്ടോ? ഇത് ഞാൻ മറ്റേ പീപ്പിൾ ഫോർ ആനിമൽസ് ഷെൽട്ടറിൽ നിൽക്കാൻ നേരത്ത് ഡീസൻറ്റ് ജംഗ്ഷനിൽ നിന്നൊരു 3 കാലുള്ള ഒരു ജർമ്മൻ ഷെപ്പേർഡ് ആരോ കൊണ്ട് ഉപേക്ഷിച്ച് ഇവൻ മറ്റേ തട്ടടിക്കുന്നതിൻ്റെ പലകട അടി കയറി ഒളിച്ചിരിക്കുമായിരുന്നു. അപ്പം ഞാൻ റെസ്ക്യൂവിന് പോകാൻ നേരത്ത് ഇവള് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ അതിനകത്ത് ഒളിച്ചിരുന്നിട്ട് ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ ഒരു സൈൻ കണക്കി നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ അങ്ങനെ അതിനെ എടുത്തുകൊണ്ട് വന്ന് ഷെൽട്ടറിൽ കൊണ്ടുവന്ന് അതിന് ഒരു ലേഡി അഡോപ്ഷന് കൊണ്ടുപോയിരുന്നു. ഏകദേശം കുറച്ച് മാസങ്ങൾ 6-7 മാസം ഉണ്ടായിരുന്നു. ഭയങ്കര ആത്മബന്ധമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട് തുറന്ന് എനിക്ക് ചിലപ്പോൾ വയ്യായോ പനിയോ ഒക്കെ തലവേദനയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അകത്ത് റൂമിൽ പോയി കിടക്കും. അവിടെ അനിയൻ കൂട് തുറന്നാലും ആ കൂട്ടിൽ നിന്ന് ഓടി ഞാൻ എവിടെയാണ് ഇരിക്കുന്നത് ആ റൂമിൽ വന്ന് എൻ്റെ അടുത്ത് വന്നിരിക്കും. ഞാൻ ബാത്റൂമിൽ പോയാലും ടോയ്ലറ്റിൻ്റെ വാതിലിൽ വന്ന് ഇങ്ങനെ എന്നെ കാത്തിങ്ങനെ ഇരിക്കും. അപ്പോൾ ഡെയ്സി എന്നാണ് പേര്. ഡീസൻ്റ് ജംഗ്ഷനിൽ നിന്ന് കിട്ടിയതുകൊണ്ട് ഡെയ്സി എന്നാണ് പേര് ഇട്ടേക്കുന്നത്. ആ ഡെയ്സി എന്ന് പറഞ്ഞ 3 കാലുള്ള ജർമ്മൻ ഷെപ്പേർഡും ഞാനും ഭയങ്കര ബോണ്ടായിരുന്നു. കൊണ്ടുപോകുന്ന സമയത്ത് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ആ ഡോഗിനെ കൊണ്ടുപോകും. പിന്നെ മേഡം പറഞ്ഞ് സാരമില്ല, അതിനൊരു ജീവിതം കിട്ടുമല്ലേ, കൊണ്ടുപോയി വളർത്തിക്കോട്ടെ എന്ന് കരുതി. പക്ഷെ ആ ഡോഗ് പോലത്തെ ഒരു ബോണ്ട് വേറൊരു ഡോഗുമായിട്ട് എനിക്ക് കിട്ടിയിട്ടേ ഇല്ല. അത്രയ്ക്ക് ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ എവിടെയൊക്കെ പോകുന്നു അവിടെ ഒരു 10-45 കൂടുണ്ട്. അത് കഴുകുന്ന സമയത്തെല്ലാം എൻ്റെ കൂടെ ഇങ്ങനെ വാലെ നടക്കും. നമ്മളെ വിടാതെ. ഇപ്പൊ ഈ ഹാച്ചി സിനിമ എല്ലാവർക്കും ഒരു അതിശയമായിരിക്കും. ഹാച്ചി എന്ന് പറയുന്ന ഇംഗ്ലീഷ് സിനിമ. അതിനകത്ത് ഒരു ഡോഗ് ഈ വന്ന് ഓണറിനെ കണ്ടെത്തുന്നു, എന്നിട്ട് ആ ഓണർ, ആ സിനിമ കണ്ടായിരുന്നു. പിന്നെ ആ ഓണറുടെ കൂടെ ജീവിക്കുന്നു. ആ ഓണർ മരിക്കുന്ന ദിവസം ആ ഓണറിനെ വിടാതെ പിടിച്ചു നിർത്താൻ നോക്കുന്നു. ഓണർ പോയി, അവനൊരു സസ്പെൻസ് അങ്ങനെയാണ്. പിന്നെ ഈ വരാത്ത ഈ പ്രൊഫസറേയും കാത്ത് 9 കൊല്ലം കാത്തിരുന്ന ഒരു ഡോഗിൻ്റെ കഥയാണ്. അതേപോലെ വല്ല സ്റ്റോറീസും ദേവയുടെ ലൈഫിലൂടെ വന്നിട്ടുണ്ടോ? ഇങ്ങനൊരു ഡോഗും ഒരു മനുഷ്യനുമായിട്ട് ഈ കേരളത്തിൽ ആരെങ്കിലും അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടോ? ഒരു ഡോഗും കാത്തിരിക്കേണ്ട ഒരു ഇതേ കണക്കത്തെ ഒരു ആത്മബന്ധമുള്ളൊരു ഏതെങ്കിലും ഒരു ഡോഗ് സ്റ്റോറി ഉണ്ടോ കയ്യിൽ? ഇല്ല, അങ്ങനെയൊന്നും നിലവിലില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യുക. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എല്ലാവർക്കും ഒരു ഡോഗ് എന്ന് പറയുന്നത് അവനവൻ്റെ ഒരു അസറ്റ് പോലാണ്, ഒരു ബോണ്ട് പോലാണ്. ഞാനൊരു ഏകദേശം എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 6-7-8 വർഷം മുമ്പ് ഞാൻ ദൈവമെടുത്ത് ചോദിച്ചു, നിൻ്റെ ഡ്രീം എന്തുവാടാന്ന് ചോദിച്ചു. ഞാൻ ചോദിക്കുന്നത് കൊല്ലത്ത് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൻ്റെ സൈഡിൽ നിന്ന് അഷ്ടമുടിക്കായലിൻ്റെ സൈഡിൽ കൂടെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴാണ് ഞാൻ ദൈവമെടുത്ത് ചോദിക്കുന്നത്. അന്ന് ദൈവം എൻ്റെ അടുത്ത് പറഞ്ഞൊരു മറുപടിയുണ്ട്. എൻ്റെ ഏറ്റവും വലിയ ഡ്രീം മൃഗങ്ങൾക്ക് വേണ്ടി ഒരു മെഡിക്കൽ കോളേജ് വരണമെന്നായിരുന്നു. ഞാനത് മറന്നിട്ടില്ല. വിൽ കം ബാക്ക് ആഫ്റ്റർ എ ബ്രേക്ക്. Welcome back to Shine with Nalan. You are in conversation with Dr. Arun Hari and the rescuer Deva. റാപ്പിഡ് ഫയർ ആണ്. റാപ്പിഡ് ഫയർ നമുക്ക് ഡോക്ടർ അരുണിനോടാണ്. ഓക്കെ, ഡോഗ് ഓർ കാറ്റ്? ഡോഗ്. മോസ്റ്റ് ഇമോഷണൽ കേസ്? ഞാൻ നേരത്തെ പറഞ്ഞ ആംപുറ്റേഷൻ. വൺ പെറ്റ് കെയർ മിത്ത് ദാറ്റ് മസ്റ്റ് ഡിസപ്പിയർ? മറ്റേ പറയാമെന്ന് പറയുന്നത് റിലീജിയസ് ഇതില്ലേ. ഇപ്പോൾ ഞങ്ങളുടെ ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർ മുഹമ്മദ് അജ്മൽ എന്നാണ് പേര്. അപ്പം പുള്ളി ഡോഗിനെ തൊടും, എല്ലാം തൊടും. പുള്ളി പറയുന്നത് ഖുറാനിൽ ഇതുവരെയും പറഞ്ഞിട്ടില്ല ഡോഗിനെ തൊടരുത്, മിണ്ടാപ്രാണിക്ക് ഫുഡ് കൊടുക്കണമെന്നാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ സലൈവയോ അതൊരു വൃത്തിയുടെ ഭാഗമായിട്ട് ഖുറാനിലുള്ളതാണ്. അതിൻ്റെ സലൈവയോ എന്തെങ്കിലും സ്രവങ്ങൾ നമ്മുടെ കൈ പറ്റിയാൽ നല്ലപോലെ കഴുകണം, വെള്ളത്തിൽ നല്ലപോലെ ക്ലീൻ ചെയ്യണമെന്ന് അതിൻ്റെ മീനിങ്. പക്ഷേ ഇത് വെച്ചിട്ട് ഒത്തിരി മുസ്ലിംസ് ഡോഗിനെ അടുപ്പിക്കത്തില്ല, അവർ ചൂടുവെള്ളം കോരി ഒഴിക്കും, അങ്ങനെയൊക്കെയുള്ള സീനുകളുണ്ട്. അത് ഇതിനെപ്പറ്റി കൂടുതൽ അറിവില്ലാഞ്ഞിട്ടാണ്. ആ റിലീജിയൻ സത്യം പറഞ്ഞാൽ മിണ്ടാപ്രാണികളെ നോക്കണം എന്നേ പറയുന്നുള്ളൂ. അത് ലോകത്തിന് ഒരു വലിയ മെസ്സേജ് ആയിക്കോട്ടെ. യുവർ ഫേവറേറ്റ് ബ്രീഡ്? നാടൻ തന്നെ. ഇനി ദേവയോടാണ്. മോസ്റ്റ് ഡിഫിക്കൽട്ട് റെസ്ക്യൂ? മദർ ഡെഡായിട്ടുള്ള പപ്പീസിനെ റെസ്ക്യൂ ചെയ്യുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അതിനെ അത് കണ്ണ് വിരിയുന്നവരെ അതിനെ ഫീഡ് ചെയ്യുന്നത്, ഹാൻഡ് ഫീഡ്. നമ്മൾ ഒരു കൊച്ചിന് ജനിച്ച് മുലപ്പാൽ കൊടുത്ത് കരച്ചിലും നിലവിളി 1 മണിക്കൂർ ഇടവിട്ട് മുലപ്പാൽ കൊടുക്കുന്ന അതിൻ്റെ ആ സെയിം എഫേർട്ട് ഈ പട്ടിക്കുഞ്ഞ്, അമ്മയില്ലാത്ത പട്ടിക്കുഞ്ഞിനെ
എടുത്ത് നോക്കുന്ന ഒരു എഫേർട്ട് ഭയങ്കര, ഉറക്കമില്ലാതെ നമ്മൾ നോക്കുന്ന ഒരു അവസ്ഥ. ഫേവറേറ്റ് ഗ്രൂമിംഗ് ട്രാൻസ്ഫോർമേഷൻ ഫുള്ള് ജടയായിട്ടൊക്കെ ഇരിക്കുന്ന പെറ്റ് അന്ന് എൻ്റെ പേരൻറ്റ്. ഒരു കേസ് ഉണ്ടായിരുന്നു. പെറ്റ് പേരൻറ്റ് തൊട്ടുപോലും നോക്കാതെ അതിനെ വർഷങ്ങളായിട്ട് കൂട്ടിലിട്ട് നരയിപ്പിച്ചിട്ട് അതിനെ നമ്മൾ ഞങ്ങളെന്ന് തൊടുമ്പോൾ ഉള്ള ഹാപ്പിനെസ്, അതിനെ കൂട്ടി നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഉള്ളൊരു ഹാപ്പിനെസ് അത് വേറെ ഒന്നും. അതിനെ ജടയൊക്കെ വെട്ടി വൃത്തിയാക്കി അതിനെ ഞങ്ങൾ തലോടുന്നതും കുളിപ്പിക്കുന്നത്, അതിന് ഭയങ്കര സ്വർഗം കിട്ടിയാണ് അത്. ഒരു തുള്ളി വെള്ളം തല വീഴുമ്പോൾ ഉള്ളൊരു സന്തോഷം, ദേഹത്തൊക്കെ മസാജ് ചെയ്യുന്നത്, തൊടുന്നത്, അവനോട് നമ്മൾ എന്തെങ്കിലും ഒരു ഭംഗി വാക്കുകളൊക്കെ പറയുന്നത്, കൊഞ്ചിക്കുന്നത്, അത് ഭയങ്കര സന്തോഷം. അപ്പോഴാണ് അവൻ അതുവരെ ഇങ്ങനെ ജയിൽവാസത്തിൽ കിടന്നിങ്ങനെ മൂകനായിട്ടിരുന്നവൻ നമ്മളുടെ ഗ്രൂമിങ് കഴിഞ്ഞ ശേഷം കാണിക്കുന്ന ഒരു സ്നേഹപ്രകടനം, അത് ഭയങ്കര ഒരു ഫീലാണ്. വാട്ട് കീപ്സ് യു ഗോയിങ് ഓൺ ഡിഫിക്കൾട്ട് ഡേയ്സ്? നമ്മൾ ചെയ്യുന്ന എന്തൊരു ജോലിയിലും നമുക്ക് കിട്ടുന്ന ഹാപ്പിനെസ്സാണ് നമ്മുടെ ഒരു ലഹരി. അത് ആരും ഇല്ലെങ്കിൽ പോലും ഞാൻ ഒരു ദിവസം പോലും ജോലിക്ക് വീട്ടിൽ ഇരിക്കത്തില്ല. കാരണം എനിക്കത് ചെയ്തില്ലെങ്കിലോ എനിക്ക് ഭയങ്കര വിമ്മിഷ്ടമാണ്, മനസ്സിന് ഭയങ്കര അസ്വസ്ഥതയാണ്. അപ്പോൾ ഒരുത്തൻ വെള്ളം അടിക്കാതെ ഇരിക്കുമ്പം കൈ വിറയ്ക്കുന്ന പോലെ എനിക്ക് ഇവരുടെയൊക്കെ അടുത്ത് ചെന്നില്ലെങ്കിൽ എനിക്ക് മനസ്സിന് ഭയങ്കര ഒരു വിറയിലാണ്. അതുകൊണ്ട് മനുഷ്യ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സുകൾ ഇല്ലെങ്കിൽ പോലും ഒരു ഏകാന്തതയിൽ ഇരിക്കുകയാണെങ്കിൽ പോലും ഇവരെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്തിട്ട് വീട്ടിൽ വരുമ്പം ജോലിയായിട്ട് തോന്നത്തില്ല. ലീവ് എടുത്തില്ലെങ്കിലും ഒരു സാധാ പോലെ മനസ്സിന് ഫുൾഫില്ലായ ഒരു ഫീലാണ്. ഒരു ലഡു ഡോക്ടർ കഴിച്ചിട്ടില്ലല്ലോ, വിസ്മയിപ്പിക്കുന്ന ലഡു. ചക്ക അല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അടിപൊളി. ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം, നല്ല ഡോക്ടേഴ്സിനെ ജനറേറ്റ് ചെയ്യുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം. എൻ്റെ അടുത്തൊരു സ്റ്റുഡൻറ്റ് പറഞ്ഞാൽ ഒരു ബിസിനസ്സാണ് പഠിപ്പിക്കുന്നത്, അല്ലാണ്ട് ഒരു സേവനമല്ല. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? പഠിച്ചിറങ്ങുന്ന സമയത്ത് എല്ലാൻ്റെ ഉള്ളിൽ കാണും ഇത്, എനിക്ക് നല്ല രീതിയിൽ നല്ലൊരു വെറ്റിനറി ഡോക്ടർ ആവണം, എല്ലാത്തിനെയും സേവ് ചെയ്യണം, മിതമായ നിരക്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു നല്ലൊരു വെറ്റിനറി ഡോക്ടർ എന്നുള്ളൊരു ആഗ്രഹത്തോടെ ആയിരിക്കും പുറത്തിറങ്ങുന്നത്. പക്ഷേ ഇവരുടെ മുതിർന്ന ആൾക്കാർ ഇവരെ എന്തെങ്കിലും രീതിയിൽ ബാക്ക് അടിപ്പിക്കും. കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലത് ചെയ്യാനായിട്ട് മുന്നിട്ടിറങ്ങിക്കഴിഞ്ഞാൽ അവനെ കുറ്റപ്പെടുത്തി അവൻ മോശമാണെന്ന് പറഞ്ഞ് അവനെ വലിച്ച് താഴേക്കിടും. അതുകൊണ്ട് എന്താ പറയുന്നത്, ഒരു കുളത്തിൽ മുങ്ങിയും കുളിച്ചാൽ വട്ടനാവും എന്ന് പറയുന്ന ഒരു സ്റ്റോറി ഉണ്ടല്ലോ. അപ്പം ബാക്കിയുള്ള വട്ടന്മാരെ പോലെ നമ്മളായിക്കഴിഞ്ഞാൽ നമ്മളെ കുറ്റം പറയാനായിട്ട് ആരും വരത്തില്ല. അപ്പം അവരുടെ ഒപ്പം നമുക്ക് തുള്ളാനായിട്ട് പറ്റത്തുള്ളൂ. ആണോ ഡോക്ടർ? എന്ന് വെച്ചാൽ നമ്മളിപ്പം 3rd ഇയറിൽ പൗൾട്രിയുടെ കോഴ്സ് പഠിക്കുന്നു. അപ്പോൾ പൗൾട്രി നമ്മളെ പഠിപ്പിക്കുന്നത് തന്നെ എങ്ങനെ ഇപ്പോൾ മൃഗങ്ങളെ കൊണ്ട് നമുക്ക് മൃഗങ്ങളെ എങ്ങനെ ചൂഷണം ചെയ്ത് ജീവിക്കാം, നമുക്ക് എങ്ങനെ ഇറച്ചി ഉണ്ടാക്കും. ഇപ്പോൾ 40 ദിവസം ഒരു ബ്രോയിലറിൻ്റെ ആയുസ്, അത് എവരി 2 ഇയർ 1 ഡേ കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ചിലപ്പോൾ ഇനി അടുത്ത ഡെവലപ്മെന്റ് 35 ദിവസത്തിൽ ഒരു 2 കിലോ വെയിറ്റ്. ദാരിദ്ര്യവും കഷ്ടപ്പാടും അന്ന് ഇറച്ചിയും മുട്ടയ്ക്കും ഒക്കെ കഷ്ടപ്പാടുള്ളപ്പോൾ സിലബസ് ആയിരിക്കും. ഇന്ന് അതിന്റെ ആവശ്യമില്ല, ഇന്ന് വേണ്ടത് സേവനമാണ്. ആ സേവനത്തിന്റെ സിലബസ് എത്തിയിട്ടുണ്ടോ കേരളത്തിൽ? അങ്ങനെ ഞാൻ പറയുകയാണെങ്കിൽ ഇതും ഞാൻ വേണ്ടെന്ന് പറയത്തില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, അതും വേണം. അവൻ വേറെ പണിക്ക് പോകണം, അവൻ വെറ്റിനറി ഡോക്ടർ ആവണ്ട, അവൻ ഫുഡ് പ്രൊഡക്ഷൻ യൂണിറ്റ് പഠിച്ചാൽ പ്രൊഡക്ഷൻ വേണ്ട ഒരു സാധനമാണ്. ഇപ്പൊ നമുക്ക് കേരളത്തിൽ 3.3 crore ആൾക്കാരുണ്ട്. ആ ഫുഡ് പ്രൊഡക്ഷൻ യൂണിറ്റ് അല്ലേ അത്? വെറ്റിനറി എന്ന് പറയാൻ പറ്റും. അത് പക്ഷേ വെറ്റിനറിയിലാണ് വരുന്നത്. അതെന്റെ ചോദ്യം വളരെ സിമ്പിൾ അല്ലേ. ഞാൻ സാധാരണക്കാരൻ, ഒരു പാചകക്കാരൻ, എനിക്കറിയേണ്ടത് ജനങ്ങൾക്ക് സേവനം കൊടുക്കുന്നു, മൃഗങ്ങൾക്ക് സേവനം കൊടുക്കുന്നു. സേവനം എന്ന് പറയുന്നത് വേറെ, ബിസിനസ് എന്ന് പറയുന്നത് വേറെ, ശരിയല്ലേ? സേവിക്കുക എന്നുള്ളതാണ് ഡോക്ടറുടെ ജോലി. അങ്ങനെയാണെങ്കിൽ വെറ്റിനറി സിലബസ് അപ്ഗ്രേഡ് ചെയ്യേണ്ട സമയം കഴിഞ്ഞോ ഇല്ലയോ? അപ്ഗ്രേഡ് ആവണം. കാരണം 2004 സിലബസ് വന്നതാ. ഓക്കെ, ജനങ്ങൾ തീരുമാനിക്കട്ടെ. വെറ്റിനറി എന്ന് പറയുന്ന നിങ്ങളുടെ കുട്ടികളുടെ കോഴ്സ് ഇവിടെ 2 കോളേജിൽ ലിമിറ്റ് ചെയ്തിരിക്കുകയാണ്. കേരളത്തിൽ ഇഷ്ടം പോലെ പെറ്റുകൾ വന്ന് പെറ്റ് പെരുകുന്നുണ്ട്. ഇതിനെയൊക്കെ നോക്കാനുള്ള ബുദ്ധിയും ശക്തിയും വിവേകവും വിവരവും ഇല്ലാത്ത മനുഷ്യജന്മങ്ങൾ കേരളത്തിൽ ഇഷ്ടം പോലുണ്ട്. മനുഷ്യത്വം എന്ന് പറഞ്ഞ് അഭിനയിക്കുകയും സോഷ്യൽ മീഡിയയിൽ കൂത്തടിക്കുകയും ചെയ്യുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളെ നമുക്കും അറിയാം. ഇതിനെല്ലാം ഒരു പരിഹാരം വേണമെങ്കിൽ ജനങ്ങൾക്ക് തിരിച്ചറിവുണ്ടാവണം. മൃഗസ്നേഹി എന്നുള്ളതിന് ഒരു അർത്ഥമുണ്ടാവണം. ആ മൃഗസ്നേഹിയെ നമ്മൾ തിരിച്ചറിയണം. മൃഗങ്ങളെ സ്നേഹിക്കുന്നവരെ ആക്ഷേപിച്ചില്ലെങ്കിലും ഒന്ന് പ്രോത്സാഹിപ്പിക്കണം. വീണ്ടും ഗവൺമെൻറ് എന്ന് പറയുന്ന പ്രസ്ഥാനം മൃഗങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ വൃത്തിയായ കോളേജസ് കെട്ടുക, നഴ്സിങ്ങിനുള്ള അവസരങ്ങൾ ഒരുക്കുക, എന്നിട്ട് ജനങ്ങളെ സേവിക്കുക. വഴിയെ പോകുന്ന പട്ടികളെയും അതേ കണക്ക് ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടാത്ത മയോണൈസിനെയും ബാൻ ചെയ്തിട്ട് കാര്യമില്ല.
പഠിപ്പിക്കണം, വിദ്യാസമ്പന്നരാക്കണം, വിവരമുള്ളവരാക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ നാടിനെ രക്ഷിക്കാൻ പറ്റൂ. ഇതുപോലത്തെ ഡോക്ടേഴ്സും റെസ്ക്യൂവേഴ്സും ഇനി എത്ര തലകുത്തി മറിഞ്ഞാലും തല്ലല്ലേ അമ്മാവ ഞാൻ നന്നാവൂല, അല്ലേ എൻ്റെ നാടിൻ്റെ അവസ്ഥ ഇങ്ങനെ വിട്ടേരെ, നമ്മൾ വിചാരിച്ചാലും നന്നാവില്ല എന്ന് ആക്ഷേപിച്ചിട്ട് ബാക്കിയുള്ള രാജ്യങ്ങളിൽ പോയി, ശരിയല്ലേ, അവിടുത്തെ സിസ്റ്റത്തിനെയും അവിടുത്തെ സ്ഥിതികളെയും തലപൊക്കിയും ഉയർത്തിയും സംസാരിച്ച് വാതോരാതെ ഡയലോഗ് അടിക്കുന്ന എല്ലാ കൂറ മലയാളികൾക്കും എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, സ്വന്തം നാടിനെ ഒന്ന് തിരിഞ്ഞു നോക്കുക. അവിടെ നമ്മളെപ്പോലെ കഷ്ടപ്പെടാനും ബുദ്ധിമുട്ടാനും ഇരുട്ട വെളുക്ക പട്ടിപ്പണി ചെയ്യാനും ഒക്കെ ആൾക്കാരുണ്ട്. അവരെ കൂടെ ഒന്ന് ചേർന്ന് നിൽക്കുക. പിന്നെ ഇവിടുത്തെ വടവൃക്ഷങ്ങൾ, ഞാൻ എല്ലാത്തിലും പറയുന്നത്, നിങ്ങൾ കാണിക്കുന്നത് നല്ല കാര്യങ്ങളാണ്, പക്ഷേ അത് എത്തേണ്ടടുത്ത് എത്തുന്നുണ്ടോ? അതിലും ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റുമെങ്കിൽ ഒരവസരം നമുക്കെന്താ, ശരിയല്ലേ? ഇനി വരുന്ന നാടൻ പട്ടികളായാലും ശരി, നാട്ടിലെ പെറ്റ്സ്, ഇപ്പോൾ എക്സോട്ടിക് പെറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. ഇവരെ എല്ലാവരെയും ഒരു ജന്മമാണ്, അല്ലേ, ഒരു ജീവനാണ്. ഇറച്ചിക്കോഴി തിന്ന് തലയ്ക്കകത്ത് മൊത്തം ഇറച്ചിക്കോഴി ബുദ്ധിയാവാൻ പാടില്ല. കുറച്ച് വിവരവും വിജ്ഞാനവും കുറച്ച് സ്നേഹവും. ഈ പറയുന്ന ഷോ, ഇവിടെ കുറേ പെറ്റ് ഷോ എന്ന് പറഞ്ഞ് ഞാൻ കാണാറുണ്ട്. ഈ കൊച്ചമ്മമാർ അവർക്ക് സാരി ഉടുത്തിട്ടോ പാൻ്റ് എടുത്തിട്ടോ ഡോബർമാനിന് ഷഡ്ഡി ഇട്ടിട്ടോ കാര്യമില്ല. അവരെ സേവിക്കുക, അവരെ സ്നേഹിക്കുക. കാരണം നിങ്ങൾ ചെയ്യുന്നതിൻ്റെ പ്രവൃത്തി നിങ്ങൾ അനുഭവിച്ചേ തീരും. താങ്ക് യു സോ മച്ച്. ഐ ബിലീവ് ദാറ്റ് ഐ എൻജോയ്ഡ് ദ കോൺവെർസേഷൻ. ഇത് ജനങ്ങൾക്കും എന്നെ ഞാൻ സ്നേഹിച്ച എൻ്റെ സിംബയ്ക്കും ഒരു ട്രിബ്യൂട്ടായിട്ട് ഈ എപ്പിസോഡ് ഞാൻ കൊടുക്കുന്നു. താങ്ക് യു സോ മച്ച്. ദേവ, എന്തെങ്കിലും പറയാനുണ്ടോ? അണ്ണനോട് എന്തെങ്കിലും ചോദ്യം ചോദിക്കണം എന്താ സിംബയുടെ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ളൊരു നല്ല മൊമെൻ്റ് എന്ന് പറയാനായിട്ട്? അണ്ണൻ എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഭാര്യയെക്കാട്ടി എന്നെ കൂടുതൽ സ്നേഹിച്ചിട്ടുള്ള സിംബയാണ്. അപ്പം ആ ഇത്രയും വർഷത്തിൽ ഒരു നല്ലൊരു മൊമെൻ്റ് അവന് കൊടുക്കാൻ പറ്റി, അവൻ ഹാപ്പി ആയിട്ടിരുന്നിട്ടുള്ള മൊമെൻ്റ് എന്തുവാന്ന്? ഈ സിംബയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, സിംബ ഉച്ചയ്ക്ക് 2:30-ക്കും ഓക്കെ, സിംബ എന്ന് പറഞ്ഞാൽ 2:30-ക്കും 3 മണിക്ക് ഇടയ്ക്ക് സിംബയ്ക്ക് തൈര് കൊടുക്കും എല്ലാ ദിവസവും ഉച്ചയ്ക്ക്. എൻ്റെ ഓഫീസ് റൂമിലാണ് സിംബ വളരുന്നത്. എന്നെ പപ്പ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. അപ്പം ഈ ചില ദിവസങ്ങളിൽ എൻ്റെ ക്രൂ മിസ് ചെയ്യും. ആ ദിവസമായിരിക്കും ഞാൻ കറക്റ്റായിട്ട് വിളിക്കുന്നത്. ഇതെങ്ങനെ സംഭവിക്കുന്നത് എനിക്കറിയില്ല. അതേപോലെ ഇവന് ബ്രേക്ക്ഫാസ്റ്റ് ഡിലേ ആയാൽ ഞാൻ ഫുഡ് കൊടുക്കാൻ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇവ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കും. ദേവ ഗ്ലാസ്സിൽ കൂടെ എൻ്റെ അടുത്ത് സംസാരിക്കും. അപ്പോൾ ഞാൻ ചോദിക്കും എന്ത് പറ്റിയടാ, ഞാൻ ചോദിക്കും ചേച്ചി ഇവന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തില്ല. പിന്നെ സിംബയുടെ ലാസ്റ്റ് ഡേയ്സ് അത് ത്രൂ ഔട്ട് എൻ്റെ കൂടെ ആയിരുന്നു. അപ്പം ഞാൻ നടത്താൻ പോയതും എന്നെ കാണാൻ കാത്തിരിക്കുന്നതും വിട്ടുകൊടുക്കാത്തൊരു മനോഭാവം. അതായത് സിംബയെ ഞാനിവിടെ നിന്ന് ടാക്സിയിൽ കൊണ്ടുപോകുമ്പം സിംബ ബെഡ് റിഡനാണ്. അപ്പോഴും ഞാൻ സംസാരിക്കുമ്പം അവനുണ്ടാക്കുന്ന സൗണ്ടുകളുണ്ട് എനിക്ക് റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പം അതല്ല എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. പിന്നെ എന്തൊക്കെയെന്ന് പറഞ്ഞാലും ഞാനൊരു ഡോഗ് ലവറോ ഞാനൊരു പെറ്റ് ലവറോ ഒന്നും അല്ല. പക്ഷെ അവനിലൂടെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവൻ വന്നതിന് ശേഷമാണ് ഈ ജീവി എന്താണെന്ന് മനസ്സിലാക്കിയത്. ഞാൻ അതിന് ശേഷം പിന്നെ ഒരാളെ ഇല്ല മനസ്സിൽ പോലും കണ്ടിട്ടില്ല. ഞാൻ പക്ഷെ ഒരുപാട് ഡോഗ് ലവറായി, അതൊരു വേറെ സത്യം. പക്ഷേ അവൻ്റെ സ്ഥാനത്ത് വെക്കാനായിട്ട് വേറെ ആരുമില്ല. ഞാൻ വളർത്തത്തുമില്ല. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിൻ്റെ ഷിറ്റ്സുനെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും. ഒരിടയ്ക്ക് ഡോക്ടറെ ഞങ്ങൾ കൊല്ലത്തിരിക്കുന്ന സമയത്ത് സിംബേനെ ബീച്ചിൽ കുളിപ്പിക്കാൻ കൊണ്ടുപോകും. അപ്പം ഷൈൻ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് നമ്മുടെ വണ്ടിയിൽ പിക്കപ്പ് ചെയ്ത് ഞങ്ങൾ മോനും ഷൈൻ ചേട്ടനും സിംബയും ഞങ്ങൾ ഞങ്ങൾ 3 പേര് കാണും. നേരെ കൊല്ലം ബീച്ചിൻ്റെ ഒരു ഹാർബറിൻ്റെ ഒരു സൈഡിൽ തിര കുറവും ആഴം കുറവുള്ള സ്ഥലത്ത് ഞങ്ങളെല്ലാവരും പോയി കുളിക്കും. എനിക്ക് ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ദിവസം അതാ. അന്നൊരു ദിവസം തിരുമുല്ലാരത്ത് പോയായിരുന്നു, സ്ഥലം മാറി. അങ്ങനെ സിംബയാണെങ്കിൽ വേറെ തെരുവട്ടെ, ഇവൻ നല്ല ആജാനുഭാവവും ശരീരം സിംഹത്തിനെ പോലെ ഇരിക്കുക. ഇവൻ വേറെ തെരുവട്ടെ കണ്ടപ്പോൾ അവരുടെ പുറകെ ഇവൻ കടിക്കാനായിട്ട് ഓടുന്നു, അവരെ വിരട്ടി ഓട്ടിക്കുക. അപ്പം ഞങ്ങളുടെ ലീശിൽ നിന്ന് ഇവൻ ഞങ്ങളെ ഇട്ടിട്ട് ഇവൻ ഞങ്ങളെ വലിച്ചുകൊണ്ട് ലീശിൽ നിന്ന് ഊരി ഈ തെരുവട്ടിയുടെ പുറകെ പോവുക. അപ്പോൾ ഈ അണ്ണൻ്റെ നിലവിളി, സിംബ മറ്റേ ബാഹുബലി വിളിക്കുന്ന കണക്ക്. അങ്ങനെ ആ ഒരു ഇൻസിഡൻറ്റ് ഭയങ്കര
അപ്പോഴേ എനിക്ക് മനസ്സിലായി. പിന്നെ സിംബയുടെ മരണത്തിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പം ഇത്രയും വലിയൊരു മനുഷ്യൻ്റെ കുഞ്ഞു മനസ്സ്, ആ ഇടറിയ വോയിസ്, കരഞ്ഞ് കരഞ്ഞൊക്കെ സംസാരിക്കുന്ന വോയിസ് ഞാൻ അപ്പോൾ ആലോചിച്ചിട്ടുണ്ട് എന്തുമാത്രം മനസ്സിൽ അവനോടുള്ളൊരു അറ്റാച്ച് ഉണ്ടെന്ന്. ചിലവരങ്ങ് കളയും, കുറച്ച് മാസം കഴിഞ്ഞിട്ടങ്ങ് കളയും. അതിൽ നിന്ന് റിക്കവർ ആകാനായിട്ട് 3 മാസം എടുത്ത് പിന്നീട് ഒരു 6 മാസം കഴിഞ്ഞ് സംസാരിച്ച സമയത്തും ആ വോയിസ് ഇടറിയുള്ള സംസാരം അതിപ്പോഴും ഉണ്ട്. ഇപ്പോഴും വിഷമം അത്രയും ടച്ച് ആയിട്ടുള്ള. ഡോക്ടർ എനിക്ക് ഒരു മെസ്സേജ് അയച്ചോളൂ. അടുത്ത മൊമെന്റ് ഞാൻ പറഞ്ഞേ, ഞാൻ ഈ ട്രിബ്യൂട്ട് ഫിക്സ് ചെയ്തത്. കാരണം ഞാൻ സിംബയെ സ്നേഹിച്ച കണക്ക് സിംബ എന്നെ സ്നേഹിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായി. അതാണ് എൻ്റെ സിംബയായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ്. അപ്പം അവനെപ്പറ്റി ഓർക്കാത്തൊരു ദിവസമില്ല, ഇന്നും അവനെപ്പറ്റി ഓർക്കാത്തൊരു ദിവസം. എന്തോ ഒരു ഡോഗിൻ്റെ സ്നേഹം ഇത്രയും നിഷ്കളങ്കമാണ്. അപ്പോൾ ഓരോരുത്തർ എങ്ങനെ മനസ്സ് വരുന്നതാണ്. അവരൊക്കെ ഡോഗ് ലവറാണ്, ഇല്ലെങ്കിൽ പെറ്റ് ലവറാണല്ലോ. ഞാനതൊന്നുമല്ല. ഇതിന് മുമ്പ് വളർത്തി എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. എൻ്റെ മകന് വേണ്ടി വാങ്ങിച്ചു. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ അവൻ വന്ന് പിന്നെ അവൻ്റെ ഫുഡ്, അതിനുവേണ്ടി കുക്കിങ്, പിന്നെ അവനതെപ്പോൾ കൊടുക്കണം, പിന്നെ അവനായിട്ടുള്ള എവറി ഡേ എനിക്കൊരു എക്സ്പീരിയൻസ്. അവന് ചീപ്പമ്പാൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. ഇവിടുത്തെ കൊല്ലത്ത് നിന്ന് ഈ സിംബയെ ഗ്രൂം ചെയ്യാനായിട്ട് കോട്ടയം വരെ ഞങ്ങളെ വിളിച്ചു വരുത്തുമായിരുന്നു. പ്രീമിയം സ്പായാണ് കൊടുക്കുന്നത്. വേറൊന്നും അല്ലെന്നേ, അവന് ഞാൻ മാത്രമല്ലേ ഉള്ളൂ. ഞങ്ങളൊക്കെ വരുമ്പോൾ ഒരു ഹാപ്പി ആവട്ടെ, ഒരു എൻഗേജ് ആവും അവൻ. ദേവയൊക്കെയായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്, ഭയങ്കര മെമ്മറിയാണ്. അതാണ് സിംബയുടെ സ്റ്റോറി. പിന്നെ ഞാൻ എന്നാൽ കഴിയുന്ന എല്ലാം ശ്രമിച്ചു അവനെ രക്ഷിക്കാൻ. പക്ഷേ ഈ കൊച്ചിയിലെ ചികിത്സ ചെയ്ത് ലാസ്റ്റ് ഡേയ്സിൽ ഞാൻ രക്ഷിക്കാൻ നോക്കി. പക്ഷേ ആ ഡോക്ടറിൻ്റെ അനാസ്ഥയാണ് അവൻ മരിച്ചു പോയത്. പക്ഷേ ഇറ്റ് ഈസ് ഓക്കെ. അവൻ അത്രയും ദിവസമേ ഉള്ളൂ. 5 വർഷം എനിക്ക് കിട്ടിയുള്ളൂ അവനായിട്ട്. അതാണ് സിംബ സ്റ്റോറി. സിംബയുടെ ഓർമ്മയുടെ ഭാഗമായിട്ട് ഒരു ഷെൽട്ടറും ഒരു അങ്ങനത്തെ ഉള്ളൊരു ഇതൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അവന് വേണ്ടി, അവൻ്റെ സോളിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്യണമെന്നൊക്കെ. അവനെ പോലെയുള്ള അനാഥരായിട്ടുള്ള ഡോഗ്സിന് എന്തെങ്കിലുമൊക്കെ എന്നാൽ കഴിയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളൊരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളാൽ കഴിയുന്ന സപ്പോർട്ട്. എനിക്കിപ്പോൾ 1 ഏക്കർ സ്ഥലം കുണ്ട്ര കിടപ്പുണ്ട്, വെറുതെ കിടക്കുക. അപ്പം അവിടെ ഒരു ഷെൽട്ടറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും, കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ ആരെങ്കിലുമൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഷിറ്റ്സ് പോലത്തെ ഡോഗ്സിനെയൊക്കെ അഡോപ്റ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റും. നമുക്കവിടെ സിസ്റ്റം ഉണ്ടാക്കാൻ പറ്റും. ഒരു 10 ഡോഗ്സിന് നോക്കാൻ പറ്റിയ അത്രയും നല്ല. അതും 10 ഡോഗ്സ് എന്ന് പറയുന്നത് ഈ ആൾക്കാർ കൊണ്ടുപോയി കളയുന്നതിന് പകരം അവർക്കൊന്ന് വിളിച്ചാൽ നമ്മൾ പോയി സഹായിക്കാം. ഇല്ലെങ്കിൽ പലർക്കും പറ്റത്തില്ലായിരിക്കാം, പലർക്കും ബുദ്ധിമുട്ടായിരിക്കാം, അവരുടെ സിസ്റ്റം അതായിരിക്കാം, അവരുടെ ലൈഫ് സ്റ്റൈലിൽ പറ്റുന്നത്. പക്ഷെ അവർക്ക് അത് അഡോപ്റ്റ് ചെയ്യാനായിട്ട് വേറൊരു പാരൻറ്റിനെ കണ്ടെത്താൻ വഴി കൊണ്ടുപോയി കളയുക എന്ന് പറയുന്നത് അന്തകൃഷ്ടം പിടിച്ചൊരു പണിയല്ലേ. നാടൻ പട്ടിയാണെങ്കിൽ ഒരുവിധം സർവൈവ് ചെയ്യും, പക്ഷേ ബ്രീഡ് ഡോഗ്സ് ഭയങ്കര പാടാണ്. നാടൻ പട്ടി ഇങ്ങനെ നമ്മൾ പാമ്പർ ചെയ്ത് പെറ്റ് ഫുഡ് കൊടുത്താണെങ്കിൽ പിന്നെ പുറത്തിറങ്ങി അതിന് അറിയത്തില്ല എന്ത് ചെയ്യണമെന്ന്. അത് ഹാച്ചി എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് സിനിമയുണ്ട്. എല്ലാ പെറ്റ് ലവേഴ്സും ഒരു ഡോഗിനെ എടുക്കുന്നതിന് മുമ്പ് അറ്റ്ലീസ്റ്റ് ആ ഒരു സിനിമ കാണണം. ഹാച്ചി അല്ലേ ഡോക്ടർ? ഞാൻ പലപ്പോഴും വിചാരിക്കുന്നുണ്ട്, ഇതുപോലെ ഒരു ജയിലിലൊക്കെ ജയിൽവാസമൊക്കെ അനുഭവിക്കുന്ന കുറ്റവാളികളുണ്ടല്ലോ, അവർക്കൊക്കെ ഒരു നമ്മുടെ ഒരു അനിമൽ ഷെൽട്ടർ കൊടുത്തിട്ട് അവരെ കൊണ്ട് ഇതൊക്കെ പരിചരിപ്പിച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ഹാർട്ട് മനസ്സങ്ങ് മാറും. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, വലിയ തണ്ട് ശരീരമായിട്ടൊക്കെ ഗുണ്ടായിസോ കാണിച്ച് നടക്കുന്നവർ ഈ കുഞ്ഞു ഡോഗിൻ്റെ അടുത്ത് അതിൻ്റെ മോളെ ചക്കര എന്നൊക്കെ പറഞ്ഞ് അത്ര ലോലമായിട്ട് അവരങ്ങ് മാറും. അപ്പോൾ ഈ ഡോഗ്സിനെ പെറ്റ്സിനെയൊക്കെ പാമ്പർ ചെയ്യുന്നവർക്ക് അവരുടെ വ്യക്തിത്വം കുറച്ച് സോഫ്റ്റ് ആക്കി കൊണ്ടുവരാൻ പറ്റും. ബാപ്പൂട്ടി എന്ന് പറഞ്ഞ കേട്ടല്ലേ പെറ്റ്സിനെ ഭയങ്കര. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചപ്പോൾ ഞാൻ പഴയ ഗുണ്ടായിരുന്നു. എനിക്കറിയാം, കുറെ അടിപിടി പ്രശ്നം ഉണ്ടായി പറഞ്ഞാൽ കേസും വഴക്കൊക്കെ ഉള്ളവരൊക്കെ കണ്ടിട്ടുണ്ട്. അവർക്കൊരു പെറ്റ് വന്നു കഴിഞ്ഞാൽ അവർ ഭയങ്കര ഒരു സോഫ്റ്റ് മനസ്സായിട്ട് മാറും, ഭയങ്കര ഒരു സെൻസിറ്റീവ് ആവും അതിനകത്തൊക്കെ. എന്തായാലും ദേവയും ഡോക്ടർ ആര്യയും കൂടെ ചേർന്നൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കണം, എന്തെങ്കിലും ഒരു പ്രപ്പോസൽ. മാത്രമല്ല, ഇപ്പോൾ കൊച്ചി മേയർ ഒരു വലിയ ഷെൽട്ടർ ഇവിടെ ഡോഗ്സിനെ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ട്. മേയർ മിനിമോൾ മാഡം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഡോഗ്സിനെ അത് 2-3 ഏക്കറിലൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് ചിലപ്പം നമുക്കിത്, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഭാവന, സിനിമാ നടി ഭാവന എൻ്റെ കൂടെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഒരു ഭയങ്കര ആനിമൽ ലവറാണ്. സോ നിങ്ങളതിലൊരു പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ
ഇപ്പോൾ ഭാവന തന്നെ ചിലപ്പോൾ ബ്രാൻഡ് അംബാസിഡർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. ഇപ്പം ഞങ്ങളെ മത്സരത്തിൽ കോഴിയുടെ മുട്ട പറക്കുന്ന സീനിൽ പോലും കോഴിക്ക് വേദനിക്കുന്നുണ്ടോ എന്നായിരുന്നു ഭാവനയുടെ അന്വേഷണം. സോ അത്രയും നല്ലൊരു ആത്മാവാണ് അപ്പം ഭാവന. ഇപ്പോൾ പശുവിനെ പാല് കറക്കുമ്പോൾ പശുവിന് വേദനിക്കുന്നുണ്ടോ അല്ല പാല് കറക്കുന്നവനെ പശു തൊഴിക്കുന്നുണ്ടോ എന്ന് ഭാവന അന്വേഷിച്ചില്ല. കുഞ്ഞുനാൾ തൊട്ടേ കണ്ടിട്ടുണ്ട് കുറേ പൂച്ചകളെ പാമ്പർ ചെയ്ത് വീഡിയോ ഇട്ടേക്കുന്നത് കണ്ടിട്ടുണ്ട്, അവരുമായിട്ട് സംസാരിക്കുന്നത്. ഭാവന ഭയങ്കര ഒരു പെറ്റ് ലവറാണ്. നിങ്ങളുടെ പ്രോബ്ലത്തിന് ചിലപ്പോൾ ഗവൺമെൻറ്റിൽ നിന്ന് എനിക്ക് ഉത്തരം കിട്ടിയില്ല, പക്ഷേ ഇപ്പോൾ ഭാവന ഗവൺമെൻറ്റിനോട് സംസാരിക്കുമ്പോഴും നമ്മളിലൊരു പ്രോജക്റ്റ് ഉള്ളപ്പോഴും നമുക്ക് ഫണ്ട് ചെയ്യാൻ ആൾക്കാരുള്ളപ്പോഴും നമുക്കൊരു നല്ല മനസ്സുള്ളപ്പോഴും ഇപ്പോൾ ഇത് നല്ല രീതിയിലൊരു ബിസിനസ് ആക്കിയൊക്കെ വരുമാനം ഉണ്ടാക്കാം. അതല്ലാത്ത പക്ഷം അതൊരു ശാപമാണ് അല്ലേ? അപ്പോൾ നമുക്ക് സൈൻ ഔട്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്. അപ്പം ബൈ. Compassion is often measured not by how we treat those who can thank us, but how we care for those who cannot. Today we heard stories of dedication, sacrifice, resilience, and unconditional love. Today we need to learn about how a human being can get their cultural thought in a better manner, get cultured. Through medicine, rescue, rehabilitation, and care, our guests have shown us that every animal deserves dignity, safety, and a chance to live in a healthy life. Dr. Arun Hari heals with his knowledge, with his dedication. Deva Chandran serves with compassion. Together, they remind us that humanity is at its best when it protects the voiceless. Are we doing justice to such beings here in this universe, in our state? Are we really humans having humanitarian concern? Are we really humane? To everyone watching, remember, adopting responsibly, seeking proper veterinary care, supporting rescue efforts, and treating animals with kindness can change lives. Not just theirs, but ours as well. Thank you, Dr. Arun Hari. Thank you, Deva Chandran. Thank you so much. And thank you for joining us on another inspiring episode of Shine with Nalan. Until next time, stay kind, stay curious, and keep shining. I am Nalan Shine, and this is Shine with Nalan.